ഭാവിയെ പ്രവചിക്കുന്ന, വിധിയെ തന്നെ മാറ്റിയെഴുതുന്ന, കാഴ്ചയ്ക്കപ്പുറം കാണാൻ പറ്റുന്ന ഉച്ചസ്ഥാനയിലുള്ള കണ്ണുകൾ, രാഷ്ട്രങ്ങൾ പോലും ഭയപ്പെടുന്ന, യോദ്ധാക്കളാൽ നിയന്ത്രിക്കപ്പെട്ട, ദൈവങ്ങളിൽ നിന്ന് ജനിച്ച നേത്രങ്ങൾക്ക് പേര് ഡൊജിറ്റ്സു എന്നാണ്. ചക്രയുടെ ഉത്ഭവത്തിൽ നിന്നുണ്ടായ നിത്യതയുടെ കണ്ണുകൾ മുതൽ വഞ്ചനയിലൂടെ കാണുന്ന, വിധിയെ വളച്ചൊടിക്കുന്ന, ജീവിതത്തെയും മരണത്തെയും ഭരിക്കുന്ന ദേവന്മാരുടെ മൂർത്തിഭാവമായ നേത്രങ്ങളുടെ തൃപ്വം തന്നെ ഇതുകൊണ്ട്. ഈ കണ്ണുകളിലേക്ക് നോക്കുക എന്നുള്ളത് ശക്തിയുടെ ആത്മാവിലേക്ക് നോക്കുന്ന ഭാവമാണ് നമുക്ക് നൽകുന്നത്. അതെ, എല്ലാ കണ്ണുകളും കാണുവാൻ വേണ്ടിയുള്ളതല്ല, ചിലത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന് നറൂട്ടോ യൂണിവേഴ്സിൽ പറയുന്ന പേരാണ് ഡൊജിറ്റ്സു. കാഴ്ചയുടെ ശപിക്കപ്പെട്ട സമ്മാനങ്ങളായ സ്വർഗത്തെ പോലും നേരിൽ നിന്ന് വെല്ലുവിളിക്കുവാൻ ധൈര്യം തരുന്ന ഡൊജിറ്റ്സുകൾ ബ്യാക്കുഗാനും ഷാരിംഗാനും റെനഗനും റെനെ ഷെറിംഗനും ടെൻസിഗാനും ഒടുക്കം ജോഗൻ വരെ. ഓക്കെ ഫൈൻ. നറൂട്ടോ യൂണിവേഴ്സില് ഡൊജിറ്റ്സു എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ഐ ടെക്നിക് എന്നാണ്. ചില വംശങ്ങളുടെയും അല്ലെങ്കിൽ ചില ക്ലാനിൻ്റെയൊക്കെ യൂണീക്ക് കെക്കെ ഗെൻകെ ആയി മാറിയ ഈ ഡൊജിറ്റ്സുകൾക്ക് തന്നെ നറൂട്ടോ യൂണിവേഴ്സിൽ പകരം വെക്കുവാനില്ലാത്ത ഫാൻസ് ആണുള്ളത്. അത്തരത്തിലുള്ള ഡൊജിറ്റ്സുകളാണ് സാക്ഷാൽ ഷരിംഗാനും റെനഗനും ഒക്കെ. ഇന്ന് നമ്മൾ ഈ പറയുന്ന എല്ലാ, അതായത് നറൂട്ടോ യൂണിവേഴ്സിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഡൊജിറ്റ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസും, അതുകൂടാതെ തന്നെ ഷരിംഗനിൻ്റെ തൻ്റെ എവോൾവേഷൻ ആയിട്ടുള്ള മാംഗെക്യോ ഷരിംഗനിലൂടെ ലഭിക്കുന്ന ചില യുണീക്ക് പവേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇസാനാഗി, ഇസാനാമി, കാമുയി, അമറ്ററാസു ആൻഡ് ഫൈനൽ ഫോം ഓഫ് സുസാനോ, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ചുരുക്കം വീഡിയോസ് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ബോസ് എന്ന രൂപേണയുള്ള ഒരു ഫൈനലി കമ്പൈൽഡ് വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ഓൺ. നറൂട്ടോയുടെ ലോകത്ത് എല്ലാം കാണുന്ന, എല്ലാം പകർത്തുന്ന, നഷ്ടത്തിൽ കെട്ടിച്ചമച്ച് പ്രതികാരത്താൽ മൂർച്ച കൂട്ടിയ ഒരു കണ്ണ്, ഉച്ചീഹയുടെ സിന്ദൂരവും ശാപവുമായ ഒരു കണ്ണ്. അത് കേവലം നിങ്ങളുടെ നീക്കങ്ങൾ മാത്രമല്ല കോപ്പിയടിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനെ വായിക്കുകയും നിങ്ങളുടെ വിധിയെ വളച്ചൊടുക്കുകയും യാഥാർത്ഥ്യത്തെ തിരുത്തി എഴുതുകയും ചെയ്യുന്നു. ഇതിഹാസമായവർ പോലും അതിനെ ഭയപ്പെടുന്നു, ശത്രുക്കൾ അതിൽ വീഴുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്തം വാർക്കുവാനുള്ള കഴിവുള്ളൂ. എന്തിനേറെ പറയുന്നു, ദേവന്മാർക്ക് പോലും അതിനെ നോട്ടത്തിൽ നിന്ന് ഒളിക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് ആയുധങ്ങളിൽ നിന്ന് ഓടുവാൻ കഴിയും, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ കാണുന്ന ഈ കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇതൊരു സാധാരണ കാഴ്ചയല്ല, 1000 യുദ്ധങ്ങളുടെ പാരമ്പര്യമാണ്. അതെ, ഉച്ചിഹ വംശജ്വാലയുടെ ശപിക്കപ്പെട്ട സമ്മാനം ഷെറിംഗൻ. ഓക്കെ ഫൈൻ. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് നറൂട്ടോ സീരീസിൽ തുടക്കം തൊട്ട് തന്നെ നമ്മുടെ മനസ്സിനെ ആകർഷിച്ച ആ ഒരു കെക്ക ഗെൻകൈയാണ്. അതെ, ഷെറിംഗൻ. നറൂട്ടോ ലോകത്തിലെ 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിൽ ഒന്നാണ് ഷെറിംഗൻ. റെനഗൻ്റെ അത്ര പവർ ഇല്ലെങ്കിലും ബ്യാക്കുഗാന്റെ മണ്ടയിലാണ് ഇതിന്റെ മാംഗെക്യോ ഷെറിംഗൻ എന്ന് പറയുന്ന ഡിഫറെന്റ് ലെവൽ. ഷെറിംഗന്റെ ഒറിജിനൽ പവേഴ്സ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഉത്ഭവം തന്നെ നമ്മുടെ ഔട്സുത്സുക്കി ഗോഡ് ക്ലാനിൽ നിന്നാണ്. കാഗയുടെ മകനായിട്ടുള്ള ഹോഗ്രോമ ഔട്സുത്സുക്കിയുടെ മകനായിട്ടുള്ള ഇന്ദ്രയാണ് ഷെറിംഗന്റെ ഫസ്റ്റ് വീൽഡർ. അതുകൊണ്ട് തന്നെ ഹാഗ്രോമയുടെ പവർഫുൾ ഐസും സ്പിരിച്വൽ എനർജിയും ഇൻഹെറിറ്റ് ചെയ്ത മകനായിട്ടുള്ള ഇന്ദ്രനെയാണ് ഉച്ചിഹ ക്ലാനിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. കാരണം ഉച്ചിഹ ക്ലാനിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു ഐ അല്ലെങ്കിൽ കണ്ണുള്ളൂ. ഇങ്ങനെയാണ് ഇതൊരു കെക്കെ ഗെൻകൈ ആയത്. അതായത് കറക്റ്റായിട്ട് ഒരു ബ്ലഡ് ലൈൻ ഉള്ളവർക്ക് മാത്രമേ ഷെറിംഗൻ കിട്ടുകയുള്ളൂ. അല്ലാതെ ചെയ്യണമെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചെയ്യണം. ഇനി നമുക്ക് ഈ ഷെറിംഗൻ എങ്ങനെ അവേക്കൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇമോഷണൽ കാറ്റലിസ്റ്റ് ആകണം. അതെ, എന്തേലും ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്താലോ അല്ലെങ്കിൽ ഒരു ട്രോമയോ അല്ലെങ്കിൽ വലിയൊരു നഷ്ടമോ ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഷെറിംഗൻ അവേക്കൺ ചെയ്യുവാൻ സാധിക്കും. ഷെറിംഗനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെയിൻലി 3 തരത്തിലാണ് ഉള്ളത്. 1 ബേസ് ഷെറിംഗൻ, 2 മാംഗെക്യോ ഷെറിംഗൻ, 3 എറ്റേണൽ മാംഗെക്യോ ഷെറിംഗൻ. ഉച്ചിഹ വംശത്തിലുള്ളവർ ആദ്യം അവേക്കൺ ചെയ്യുന്ന ഷെറിംഗനാണ് ബേസ് ഷെറിംഗൻ. ബേസ് ഷെറിംഗൻ ആക്ടിവേറ്റ് ആകുമ്പോൾ അതിൽ ബേസിക്കലി ഒരു 1 തൊട്ട് 3 വരെയുള്ള ടൊമോയികളെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഒറിജിനൽ സീരീസിൽ സാസ്കെ ഷെറിംഗൻ അവേക്കൺ ആക്കുന്നത് ആ ഒരു നറൂട്ടോനെ ഹാക്കു വേദനിപ്പിക്കുമ്പോഴാണ്. ഈ ഒരു ബേസ് ഷെറിംഗന്റെ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള പെർസെപ്ഷൻ, അതായത് ഭയങ്കര സ്പീഡിലുള്ള മൂവ്മെന്റ്സിനെ വരെ കാണുവാൻ സാധിക്കും. രണ്ടാമത്തത് പ്രെഡിക്റ്റ് ഒപ്പോണൻസ് മൂവ്സ്, അതെ നമ്മുടെ എനിമിയുടെ മൂവ്സിനെ പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. മൂന്നാമത്തേത് ലിമിറ്റഡ് ഗെൻജിറ്റ്സു റെസിസ്റ്റൻസ് ആൻഡ് യൂസേജ് ആണ്.
അതായത് ഒരു പരിധിവരെയുള്ള എല്ലാ ഗെഞ്ചിറ്റ്സുവിനെയും നമുക്ക് ഈ ഷരിങ്കൻ രൂപേണെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി കോപ്പിയിങ് നിൻജിറ്റ്സു, ഗെഞ്ചിറ്റ്സു ആൻഡ് ടൈജിറ്റ്സു ആണ്. അതെ, ഏത് തരത്തിലുള്ള ജിറ്റ്സു ആണെങ്കിലും നമുക്ക് ഈ ഷരിങ്കൻ ഉപയോഗിച്ച് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കോപ്പി ചെയ്ത ഒരു നോൺ ഉച്ചീഹ ആയിട്ടുള്ള ഒരു ഷരിങ്കൻ യൂസർ ഉണ്ട്. അതെ, ഒരു ഒറ്റ ഷരിങ്കൻ ആയതുകൊണ്ട് 1000-ൽ പരം ജുറ്റ്സുകൾ കോപ്പി അടിച്ച കക്കാഷി ഹട്ടാകെ. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. സോ ബേസ് ഷരിങ്കൻ്റെ മെയിൻ ആയിട്ടുള്ള പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഇതാണ്. ഇനിയുള്ളതാണ് മാങ്കെക്യൂ ഷരിങ്കൻ. മാങ്കെക്യൂ ഷരിങ്കൻ ബേസ് ഷരിങ്കനേക്കാൾ ഭയങ്കര പവർഫുൾ ആണ്. കമ്പാരിസൺ സ്കെയിലിൽ നമ്മൾ ബ്യാക്കുഗാനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബേസ് ഷരിങ്കൻ ഒരിക്കലും ബ്യാക്കുഗാന് എതിരാളിയല്ല. എന്നാൽ മാങ്കെക്യൂ ഷരിങ്കൻ ഉറപ്പായിട്ടും ബ്യാക്കുഗാൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഷരിങ്കൻ ടെക്നിക്കാണ്. ഈ ഒരു മാങ്കെക്യൂ ഷരിങ്കൻ അവേക്കൺ ചെയ്യണമെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ട്രോമയിൽ കൂടെ ഒരാൾ കടന്നു പോകണം. എന്നാൽ ഉച്ചീഹ ക്ലാനിലുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മിത്ത് ആൻഡ് തിയറി ഇങ്ങനെയാണ്: നമ്മുടെ കൂടപ്പിറപ്പിനെ അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ കൊന്നാൽ മാത്രമേ നമുക്ക് മാങ്കെക്യൂ ഷരിങ്കൻ അവേക്കൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, നമ്മളത് വിറ്റ്നസ് മാത്രം ചെയ്താൽ മതി. നമ്മുടെ കൂടെ അത്രയും സ്നേഹിച്ച് നിൽക്കുന്ന ഒരാളുടെ ആ ഒരു മരണം വല്ലതും കാണുമ്പോൾ കിട്ടുന്ന ഇൻറ്റൻസ് ഇമോഷണൽ ട്രോമയിൽ നിന്നുണ്ടാകുന്നതാണ് മാങ്കെക്യൂ ഷരിങ്കൻ. ഇത് ഞാൻ പറയുന്നത് നാരുട്ടോയുടെ ഡേറ്റാ ബുക്കിൽ മാങ്കെക്യൂ ഷരിങ്കൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: മാങ്കെക്യൂ ഷരിങ്കൻ അവേക്കൺ ത്രൂ ഇൻറ്റൻസ് ഇമോഷണൽ ട്രോമ ഓഫൺ ഡ്യൂ ടു വിറ്റ്നസിംഗ് ദ ഡെത്ത് ഓഫ് സമ്മൺ വെരി ക്ലോസ്. ഇതിൽ ഒരാളെ കൊല്ലണമെന്നൊന്നും പറയുന്നില്ല. പിന്നെ ഈ മാങ്കെക്യൂ ഷരിങ്കൻ്റെ യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർക്ക് കിട്ടുന്ന യൂണീക്ക് എബിലിറ്റീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റാച്ചി ഉച്ചീഹയ്ക്ക് ടൈം ആൾട്ടറിങ് ഗെഞ്ചിറ്റ്സു ആയിരുന്നു, അതായത് സൂക്കിയോമി. പിന്നെ അമറ്ററാസു, പിന്നെ സുസാനോ. സാസ്കയ്ക്ക് അമറ്ററാസും ഫ്ലെയിം കൺട്രോളും സുസാനോയും. ഷീഷുയി ഉച്ചീഹയ്ക്ക് മൈൻഡ് കൺട്രോളും. ഒബീറ്റോയ്ക്ക് സ്പേസ് ടൈം റാപ്പിംഗ് ആയിട്ടുള്ള കാമുയും. പിന്നെ മാദ്ര ഉച്ചീഹയ്ക്ക് സുസാനോസിൻ്റെ എൻഹാൻസ്ഡ് പെർസെപ്ഷനും കിട്ടി. ഈ മാങ്കെക്യൂ ഷരിങ്കൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊലോങ് ചെയ്യുന്നതനുസരിച്ച് വിഷൻ ലോസ് ആവാൻ അല്ലെങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അതിന് ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന രൂപേണയാണ് മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള ഷരിങ്കൻ വരുന്നത്. അതെ, എറ്റേണൽ മാങ്കെക്യൂ ഷരിങ്കൻ. മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള എറ്റേണൽ മാങ്കെക്യൂ ഷരിങ്കൻ അവേക്കൺ ചെയ്യാൻ പറ്റില്ല. ഇത് അച്ചീവ് ചെയ്യാമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ മാങ്കെക്യൂ ഷരിങ്കൻ ഉള്ള ഒരു സിബ്ലിങ്ങിൻ്റെ മാങ്കെക്യൂ ഷരിങ്കൻ നമ്മുടെ കണ്ണിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അങ്ങനെ 2 മാങ്കെക്യൂ ഷരിങ്കൻ കോമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പെർമനന്റ് വിഷൻ കിട്ടും. അതുപോലെ തന്നെ മാസീവ് പവർ ബൂസ്റ്റുമായിരിക്കും ഈ എറ്റേണൽ മാങ്കെക്യൂ ഷരിങ്കൻ ഉള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസേഴ്സിനെ പറയുകയാണെങ്കിൽ നമ്മുടെ സാസ്കെ ഉച്ചീഹയും മാദ്ര ഉച്ചീഹയുമാണ്. ഷരിങ്കൻ്റെ എവല്യൂഷൻ്റെ ഏറ്റവും അറ്റമെന്ന് പറയുന്നത് റിനഗനാണ്. അതെ, ഡിസെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എവല്യൂഷനാണ് നമ്മുടെ ഷരിങ്കൻ്റെ റിനഗൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉച്ചീഹ വംശത്തിലുള്ളവരെല്ലാം ഇന്ദ്രയുടെ ആ ഒരു വംശപരമ്പര പിന്തുടരുന്നവരാണ്. ഇന്ദ്രയുടെ സഹോദരനായിട്ടുള്ള അസുരയുടെ ചക്രയും കൂടെ കോമ്പൈൻ ചെയ്യുകയാണെങ്കിൽ റിനഗൻ ഒരാൾക്ക് പോസസ് ചെയ്യാൻ പറ്റും. അതായത് ഉച്ചീഹ ക്ലാനിലുള്ളവർക്ക് ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ റിനഗൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇത് ഒബ്റ്റെയിൻ ചെയ്ത ആൾക്കാരും മാദ്രയും സാസ്കയും മാത്രമാണ്. ബേസിക് ആയിട്ടുള്ള പവർ ടെക്നിക്സ് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും എറ്റേണൽ ആയിട്ടുള്ള ഇന്ത്യയും കൂടെ പവർ ടെക്നിക്സ് പറയുകയാണെങ്കിൽ ആ ഉള്ള ബേസിക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് പെർസെപ്ഷൻ ആൻഡ് പ്രഡിക്ഷൻ. ഒരാളെ അനലൈസ് ചെയ്ത് പ്രിഡിക്റ്റ് ചെയ്ത് അയാളുടെ ചക്ര ഫ്ലോയിലൂടെ കാണുവാൻ വരെ നമുക്ക് ഈ ഷരിങ്കൻ ഉപയോഗിച്ച് സാധിക്കും. പിന്നെ കോപ്പിയിങ് ടെക്നിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു നിൻജിറ്റ്സോ ഗെഞ്ചിറ്റ്സോ ടൈജിറ്റ്സോ മിമിക് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും വലിയ എക്സാമ്പിൾ കക്കാഷി. പിന്നെ മൂന്നാമത്തത് ഗെഞ്ചിറ്റ്സു ആണ്. അതെ, ഇലൂഷൻ. ദ ഗോഡ് ഓഫ് ഗെഞ്ചിറ്റ്സു എന്ന് തന്നെയാണ് ഇറ്റാച്ചി ഉച്ചീഹനെ വിളിക്കുന്നത്. എനിമീസിനെ പവർഫുൾ ഇലൂഷൻസിൽ ട്രാപ്പ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരാൾക്ക് സാധിക്കും. പിന്നെ മാങ്കെക്യൂ ഷരിങ്കൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സൂക്കയോമി, അതായത് ട്രാപ്സ് ഒപ്പോണൻസിനെ ടൈം ഡൈലേറ്റഡ് ഇലൂഷൻ റലത്തിലേക്ക് എനിമീസിനെ ട്രാപ്പ് ചെയ്യും. പിന്നെ അമറ്ററാസു, ബ്ലാക്ക് ഫ്ലെയിംസ് ദാറ്റ് ബേൺസ് അൺടിൽ ദ ടാർഗറ്റ് ഈസ് ആഷ്. അതെ, ഒരിക്കലും അണയാത്ത തീ പോലെ ടാർഗറ്റ് എൻഡ് ചെയ്യുന്നതരം വരെ അതവിടെ കത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ കാമുയി, എനിമീനെ അനദർ ഡയമെൻഷനിലേക്കും പിന്നെ സ്പേസിനെ റാപ്പ് ചെയ്യാനൊക്കെ ഈ കാമുയി വെച്ച് പറ്റും. പിന്നെ സുസാനോ, അറിയാലോ, ഒരു ആർമർ ഡയറ്റിയാണ്, ചക്ര ആർമർ ഡയറ്റിയാണ് സുസാനോ. ഒരു 1.5 ഡിഫെൻസിനും ഒഫൻസിനും നമുക്ക് ഈ സുസാനോ ഉപയോഗിക്കാവുന്നതാണ്. നാറൂട്ടോ സീരീസിൽ ഉടനീളമുള്ള ഫേമസ് ആയിട്ടുള്ള ഷരിങ്കൻ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ആദ്യം മനസ്സിൽ വരുന്ന ഇറ്റാച്ചി ഉച്ചീഹ ആയിരുന്നു. കാരണം മാസ്റ്റർ ഓഫ് സൂക്കയോമി ആൻഡ് അമറ്ററാസു ആയിരുന്നു ഇറ്റാച്ചി. പിന്നെ രണ്ടാമത്തെ സാസ്കെ ഉച്ചീഹ, അത് എറ്റേണൽ മാങ്കെക്യൂ ഷരിങ്കൻ, അമറ്ററാസു, ഫ്ലെയിം കൺട്രോൾ, സുസാനോ ഇതെല്ലാം സാസ്കയ്ക്കും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കക്കാഷി ഹട്ടാകെ, അതെ, നോൺ ഉച്ചീഹ ആയിട്ട് പോലും ഷരിങ്കൻ വെച്ച് ഇത്രയധികം ഒരു ഉച്ചീഹയ്ക്ക് കഴിയുന്നതിൻ്റെ അപ്പുറം കാണിച്ച ഒരാളാണ് ഈ കക്കാഷി. പിന്നെ എന്നാ പറയേണ്ടത്, മാസ്റ്റർ ഓഫ് കാമുയി തന്നെയാണ് ഈ കക്കാഷി. അടുത്തത് ഒബീറ്റോ ആണ്. ഒബീറ്റോ ഉച്ചീഹയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. കാമുയി കൺട്രോളറാണ്, 6 പാക്കിനെ കൺട്രോൾ ചെയ്തു. പിന്നെ ഷീഷുയി ഉച്ചീഹയാണ്. അതെ, റയർ മൈൻഡ് കൺട്രോൾ ഗെഞ്ചിറ്റ്സു ഉണ്ടായിരുന്ന ഒരു 1.5 ഉച്ചീഹയാണ് ഷീഷുയി. പിന്നെ മാദറ ഉച്ചീഹ, ദ ഗ്രേറ്റ്, ദ ഗോസ്റ്റ് ഓഫ് ഉച്ചീഹ എന്നറിയപ്പെടുന്ന എറ്റേണൽ മാങ്കെക്യൂ ഷരിങ്കനും റിനഗനും
ഏറ്റവും ടോപ്പ് ലെവലിൽ പോയ ഒരാളാണ് മാദറ ഉച്ചീഹ. പിന്നെ ഇസുന ഉച്ചീഹയുണ്ട്, മാദറയുടെ അനിയൻ. പവർഫുൾ മങ്കക്യോ ഷെരിങ്കൻ യൂസർ ആയിരുന്നു അദ്ദേഹം. ഷെരിങ്കൻ യൂസേഴ്സിൻ്റെ വീക്ക്നെസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈ ചക്ര കൺസപ്ഷൻ ആയിരിക്കും ഈ മാങ്കക്യോ ഷെരിങ്കനൊക്കെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കക്കാഷി, ഒന്നാമത്തെ കാര്യം കക്കാഷി ഉച്ചീഹ ക്ലാനിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ചക്ര ഡ്രെയിൻ ആവും. സോ അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധാരണ ഉച്ചീഹ ക്ലാനിലല്ലാത്തവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കക്കാഷി എപ്പോഴും ഷെരിങ്കൻ ഐ മൂടി വെച്ചിരിക്കുന്നത്, ചക്ര ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ വിഷൻ ലോസ്, ഞാൻ പറഞ്ഞല്ലോ മാങ്കക്യോ ഷെരിങ്കൻ യൂസ് ചെയ്ത് ഒരു പരിധി വരെ കഴിയുമ്പോഴേക്ക് കണ്ണിൻ്റെ കാഴ്ച കറക്റ്റായിട്ട് കുറയുവാൻ തുടങ്ങും. പിന്നെ ഇതൊരു വീക്ക്നെസ് ആയിട്ട് വേണേൽ കൂട്ടണ്ട, കാരണം ഇത് കെക്കെ കെൻകെ ഒന്നും കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ സെയ്ജാർട്സ് ഒന്നും കോപ്പി അടിക്കാനോ ഷെരിങ്കനെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ സുസാനോ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡീനെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു ഷെരിങ്കൻ യൂസറിനെ ആർക്കാണ് തോൽപ്പിക്കുവാൻ സാധിക്കുക? അതൊരു കൊട്ട ആൾക്കാർക്കുണ്ട്. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സെൻസറി ടൈപ്പ് നിഞ്ചയാണ്. അതെ, വിഷനെ മാത്രം റിലേ ചെയ്യാതെ ബാക്കിയുള്ള സെൻസറി മൂവ്മെൻറ്റ്സിനെ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിഞ്ചയ്ക്ക് ഷെരിങ്കൻ യൂസറിനെ തോൽപ്പിക്കുവാൻ സാധിക്കും. പിന്നെ ബ്യാക്കുഗൻ യൂസേഴ്സിനും ഒരു പരിധി വരെ നമ്മുടെ ഷെരിങ്കൻ യൂസേഴ്സിനെ തോൽപ്പിക്കുവാൻ പറ്റും. കാരണം ഇച്ചിരി കൂടെ ചക്ര പ്രിസൈസ് ചെയ്തിട്ട് ബ്യാക്കുഗൻ യൂസേഴ്സിന് കാണുവാൻ സാധിക്കും. പിന്നെ സ്ട്രോങ് ഗെൻജിറ്റ്സു റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ജിൻജുറുക്കികളില്ലേ, അതെ നാറൂട്ടോയെ പോലുള്ള ആൾക്കാർക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഹൈ സ്പീഡ് ടൈജിറ്റ്സു യൂസേഴ്സ്, മൈറ്റ് ഗൈവിന് 8 ഗേറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെരിങ്കനുള്ള ആരെ വേണേലും തോൽപ്പിക്കുവാൻ സാധിക്കും. പിന്നെ സെയ്ജ് മോഡ് യൂസേഴ്സ് ആയിട്ടുള്ളവർക്ക് ഷെരിങ്കൻ യൂസേഴ്സിനെ നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ സാധിക്കും. കാരണം ഇവരെല്ലാം ഇമ്മ്യൂണാണ് വിഷ്വൽ ഇല്യൂഷന്. പിന്നെ ഓഫ് കോഴ്സ് റിനഗൻ യൂസേഴ്സിനും ഉറപ്പായിട്ടും ഷെരിങ്കൻ യൂസേഴ്സിനെ തോൽപ്പിക്കുവാൻ സാധിക്കും. ഇതെല്ലാം സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടിരിക്കും കേട്ടോ. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഷെരിങ്കൻ. കാലത്തിനൊരു പേരുണ്ടാവുന്നതിന് മുമ്പ് സൃഷ്ടിയുടെ ചക്രത്തിൽ തന്നെ ഒരു കണ്ണുണ്ടായിരുന്നു. രക്തം പോലെ ചുവന്ന റിപ്പിൾ പാറ്റേൺ ഉള്ള ഒരു ലോകങ്ങളുടെ വിധി കാണുന്ന കണ്ണ്. ഇത് പകർത്തുന്നുമില്ല, പ്രവചിക്കുന്നുമില്ല, അത് ആജ്ഞാപിക്കുക മാത്രമാണ് ചെയ്തത്. ആകാശങ്ങളെ വളയ്ക്കുന്ന, ത്രിലോകങ്ങളെയും ഭ്രമത്തിലാക്കുന്ന, ചക്രയുടെ മാതാവ് മുതൽ യുദ്ധത്തിന്റെ ദേവൻ വരെ നെറ്റിയിലേറ്റിയ ആ ഒരു കണ്ണ്. ആകാശം ചുവപ്പാകുകയും ചന്ദ്രൻ ഒരു കണ്ണാടിയാകുകയും ചെയ്യുന്ന ആ ഒരു നിമിഷം ലോകം നിശബ്ദമാകുകയും അവിടെ നിന്നൊരു കണ്ണുയരുകയും ചെയ്തു. അതൊരു പരിണാമമല്ല, അതൊരു ഉറവിടമാണ്. മറ്റെല്ലാ കണ്ണുകളും ജനിച്ചത് ഈ ഒരു കണ്ണിൽ നിന്നുമാണ്. ശക്തി ആവശ്യപ്പെടാത്ത സ്വയം ശക്തിയായ ഒരു കണ്ണ്. അതെ, നാരുട്ടോ യൂണിവേഴ്സിലെ ഏറ്റവും ഓവർ പവേർഡ് ആയിട്ടുള്ള ഡൊജിറ്റ്സു, ലിറ്ററലി ഗോഡായ കാഗുയയുടെ, ഏറ്റവും യൂണിവേഴ്സിലെ പവർഫുള്ളായ കാഗുയയുടെ ആ ഒരു തൃക്കണ്ണ്, ദ റിന്നെ ഷെരിങ്കാൻ. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് റിന്നെ ഷെരിങ്കനെ പറ്റിയാണ്. ഡൊജിറ്റ്സുകളിൽ തന്നെ അല്ലെങ്കിൽ ഐ ടെക്നിക്കിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 കണ്ണുകളുടെ ഒരു കോമ്പിനേഷനാണ് റിന്നെ ഷെരിങ്കൻ. പേരിൽ തന്നെയുണ്ട്, റെനഗനും ഗോഡ് ലെവൽ പവർ ആയിട്ടുള്ള ആ ഒരു കണ്ണായിട്ടുള്ള റെനഗനും, പിന്നെ നമ്മുടെ ഉച്ചിഹ ക്ലാനിൻ്റെ സ്വന്തം വംശ അവകാശമായി കിട്ടുന്ന ഷെരിങ്കനിൻ്റെയും ഒരു കോമ്പിനേഷനാണ് റിന്നെ ഷെരിങ്കൻ. നാറൂട്ടോയുടെ സീരീസിൽ 421ാമത്തെ എപ്പിസോഡിലാണ് ആദ്യമായിട്ട് നമുക്ക് റിന്നെ ഷെരിങ്കൻ പരിചയപ്പെടുത്തുന്നത്. റെനഗന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാര എന്നാണ്, അതായത് സൈക്കിൾ ഓഫ് റീബർത്ത് അല്ലെങ്കിൽ മരണം. ആൻഡ് ഷെരിങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി വി ലൈൻ ആണ് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് റിന്നെ ഷെരിങ്കൻ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമോഡിയൽ ഐ ആണ്, അല്ലെങ്കിൽ ഇവയിൽ നിന്നാണ് റിനഗനും ഷെരിങ്കനും ഉണ്ടായതെന്ന് പറയാം. ഗോട്രിയിൽ നിന്ന് ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത ടൈമിലാണ് നമ്മുടെ കാഗുയ ഔട്സുത്സുക്കിക്ക് ഈ ഒരു ഐ പ്രാപ്തമായത്. ഈ ഐ കൊള്ളതുകൊണ്ട് മാത്രമാണ് ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് പറയുന്ന ഗോട്ടയർ ജുറ്റ്സു കാസ്റ്റ് ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നത്. റിന്നെ ഷെരിങ്കന്റെ വിഷ്വൽ ഡിസൈൻ പറയുകയാണെങ്കിൽ ഇതൊരു ചുവന്ന കണ്ണാണ്, റിപ്പിൾ പാറ്റേൺ ഉള്ള ഒരു ചുവന്ന കണ്ണ്. ഇതിൽ 9 ടോമോയ്സുകൾ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കണ്ണിൻ്റെ ലീനിയേജ് അല്ലെങ്കിൽ ലെഗസി പറയുകയാണെങ്കിൽ കാഗുയ ഔട്സുത്സുക്കിയാണ് ഒറിജിനൽ യൂസർ. അത് കഴിഞ്ഞ് റിന്നെ ഷെരിങ്കൻ ആക്ടിവേറ്റ് ആക്കിയ ആ ഒരാൾ, യെസ്, 10 ടൈൽസ് ജിൻജുറുക്കി മാധരയാണ്. എക്സാക്ട് ഡേറ്റ ബുക്കിൽ പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിന്നെ ഷെരിങ്കൻ അല്ല, മാനിഫെസ്റ്റഡ് എ വേർഷൻ ഓഫ് റിന്നെ ഷെരിങ്കൻ എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നാറൂട്ടോയുടെ ഡേറ്റ ബുക്കിൽ സാസ്കെ ഉച്ചിഹ റിനഗൻ ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോഴേക്ക് ലെഫ്റ്റ് ഐയിൽ 6 ടോമോയ്സ് ഉണ്ട്. അത് റിനഗൻ ഷെരിങ്ങിൻ്റെ ഒരു വേർഷൻ ഓഫ് ആയിരിക്കാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. മോർ ലൈക്ക് എ ഹൈബ്രിഡ് വേർഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റിന്നെ ഷെരിങ്ങിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഇൻഫിനിറ്റ് സൂക്കയോമിയാണ്. അതെ, നമ്മുടെ ഇറ്റാച്ചിയുടെ ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനിയിൽ നിൽക്കുന്ന രൂപം. എന്തിനേറെ പറയുന്നു, ദ സ്ട്രോങ്ങസ്റ്റ് ഗെൻജിറ്റ്സു ഇൻ എക്സിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരാൾക്ക് റിനഗനോ അല്ലെങ്കിൽ 6 പാത്തിൻ്റെ ചക്രയോ വേണ്ടിവരും. രണ്ടാമത്തെ എബിലിറ്റി സ്പേസ് ടൈം റാപ്പിംഗ് ആണ്. അതെ, ഡൈമെൻഷണൽ ഷിഫ്റ്റിംഗ്. കാഗുയ മൾട്ടിപ്പിൾ ഡൈമെൻഷൻ പ്ലെയിൻസിൽ ഈ ഒരു എബിലിറ്റി വെച്ചുകൊണ്ട് ചുമ്മാ ഷിഫ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു.
ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൈമെൻഷണൽ ഷിഫ്റ്റിങ്ങിൽ നടക്കുന്ന എല്ലാ ലോകങ്ങളും യാഥാർത്ഥ്യമാണ്, അത് ഇല്യൂഷൻസ് അല്ല, റിയൽ ഡൈമെൻഷൻസ് ആണ്. ഇതിൻ്റെ എബിലിറ്റീസിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഇൻ്റർ ഡൈമെൻഷണൽ ട്രാവൽ. അതെ, പോർട്ടൽസ് ഓപ്പൺ ചെയ്ത് സ്പേസ് ടൈമിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ചക്ര പവറും, ഫോർ എക്സാമ്പിൾ മാസീവ് ചക്ര റിസർവ് കിട്ടും, പ്രീ റെക്കഗ്നിഷൻ കിട്ടും, കോപ്പി ചെയ്യാനുള്ള ചക്ര സെൻസ് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ആയിട്ടുള്ള റിയാക്ഷൻ ടൈം, റിഫ്ലക്സ്, ഇതെല്ലാം തന്നെ ഇത് പോസസ് ചെയ്യും. ഈ പറഞ്ഞ ഗോഡ്ലി ആയിട്ടുള്ള റിനെ ഷെറിങ്ങിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, 6 പാക്ക് ചക്ര ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ നാറൂട്ടോ, സാസ്കെ, കക്കാഷി, സാക്കുറ ഇവരെല്ലാം തന്നെ ഇൻഫിനിറ്റ് സൂക്കയോമി ഡിഫീറ്റ് ചെയ്ത് ഹോഗറോമയുടെ ചക്ര വെച്ചാണ്. ഡിഫീറ്റ് എന്നല്ല, ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഇത് ബേസിക് ആയിട്ട് നമ്മൾ ആ മൂണിനെ നോക്കിയില്ലെങ്കിൽ ഇതിന് നമ്മളെ അഫക്റ്റ് ചെയ്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിലും ഒരു റിനഗൻ ബേസ്ഡ് ഷീൽഡിങ് എഫക്റ്റ് ഇതിനുണ്ടായിരിക്കണം നമ്മൾ ആ സൂക്കയോമിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി. പിന്നെ ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യണം, യൂസറിനെ ഡിസേബിൾ ചെയ്യണം. ബോത്ത് കേസ് എടുക്കുകയാണെങ്കിൽ, കാഗോയുടെ കേസാണെങ്കിലും മാദ്രയുടെ കേസിലാണെങ്കിലും സീലിംഗ് വാസ് ദ ഓൺലി വേ ടു എൻഡ് ദ ത്രെറ്റ് എന്ന് തന്നെ പറയാം. 6 പാത്തിൻ്റെ സീലിംഗ് ജുത്സു ആയിട്ടുള്ള ചിബാക്കു ടെൻസെ പോലെയുള്ള സീലിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്കിതിനെ ഡിസേബിൾ ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഒബിറ്റോയുടെ പോലെയുള്ള കാമുയി ഡൈമെൻഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്കിതിനെ കുറച്ച് നേരത്തേക്ക് നമുക്കിതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുവാൻ സാധിക്കും. പിന്നെ ഇത് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ ഒരു ചക്ര ഫ്രൂട്ട് കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ 10 days ആവണം. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഹോഗ്രാമിക്ക് ഈ ഒരു റിനെ ഷെറിങ്ങൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. എന്നാൽ സേജ് ഓഫ് 6 പാത്തിന് റിനഗൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിനെ ഷെറിങ്ങൻ ഉണ്ടായിരുന്നില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് റിനെ ഷെറിങ്ങിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സീരീസിൽ പോലും പറയുന്നില്ല. റിനഗൻ്റെ ഷെറിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് ആൾക്കാർ മനസ്സിലാക്കി എടുത്തോളാം എന്ന് പറഞ്ഞ ഒരു മട്ടിലാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രഹസ്യങ്ങൾ നിഴലുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ലോകത്ത് തലമുറകളുടെ കൃത്യതയിലൂടെ ഉരുത്തിരിഞ്ഞതുമായ ഒരു കണ്ണ്. ദ ഗ്രേറ്റ് 3 ഡോജിറ്റ്സുകളിൽ ഒന്നായ ആ ഒരു ഐ ടെക്നിക്. ഷെറിംഗൻ അതിൻ്റെ ആദ്യ നീക്കം പകർത്തുന്നതിന് മുമ്പും റിനഗൻ ആകാശത്തെ വളയ്ക്കുന്നതിന് മുമ്പും ഈ ഒരു കണ്ണുണ്ടായിരുന്നു. അതെ, മൗനത്തിൽ കെട്ടിച്ചമച്ചതും യുദ്ധത്തിൽ ഭയന്നതുമായ യഥാർത്ഥ ദിവ്യമായ ആ ഒരു കണ്ണ്. ഇതൊരു മിഥ്യയുമല്ല, ഇല്യൂഷനുമല്ല, കടം വാങ്ങിയ ഒരു അധികാരവുമല്ല. ഇത് ആയുധമാക്കിയ ശുദ്ധമായ വ്യക്തതയുടെ ഒരു കണ്ണാണ്. അതെ, വ്യക്തതയുടെ കണ്ണ്, നിശബ്ദതയുടെ മുഷ്ടി, ദൈവങ്ങളുടെ പൈതൃകമായ ഹ്യൂഗ ക്ലാനിൽ കണ്ടുവരുന്ന കെക്കെ ഗെൻഗൈ എന്ന പ്രതിഭാസം ബ്യാക്കുഗാൻ. ഓക്കെ ഫൈൻ, നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത് ഹ്യൂഗ ക്ലാനിന്റെ ഒരു കെക്കെ ഗെൻഗൈ അല്ലെങ്കിൽ സ്പെഷ്യൽ എബിലിറ്റി ആയിട്ടുള്ള ബ്യാക്കുഗാൻ എന്ന് പറയുന്ന 3 ഗ്രേറ്റ് ഡോജുറ്റ്സുകളിൽ ഒന്നായ ഈ ഒരു സ്പെഷ്യൽ കണ്ണിനെ പറ്റിയാണ്. അതെ, ബ്യാക്കുഗാൻ നമ്മുടെ ഉച്ചീഹ ക്ലാനിലെ ഷെറിംഗനും പിന്നെ നമ്മുടെ സ്പെഷ്യൽ കണ്ണായ, അതായത് ഡെമിഗോഡ് പവർ തരുന്ന റിനഗനും പോലെയുള്ള ഒരു ഡൊജുറ്റ്സു അല്ലെങ്കിൽ ഒരു ഐ ടെക്നിക്കാണ് ബ്യാക്കുഗാൻ. ബ്യാക്കുഗാനെ പറ്റി ഒരു ബേസിക് ഓവർവ്യൂ പറയുകയാണെങ്കിൽ, പ്രൈമർലി ഇൻ ദ ഹ്യൂഗ ക്ലാൻ. അതെ, ഹ്യൂഗ ക്ലാനിൽ കണ്ടുവരുന്ന ഒരു തരം കെക്കെ ഗെൻഗൈ ആണ്. ഇൻഹെറിറ്റഡ് ത്രൂ ബ്ലഡ് ലൈൻ ടെക്നിക്കാണ് ഈ ഒരു ബ്യാക്കുഗാൻ. ഇതിന്റെ അസോസിയേറ്റഡ് നേച്ചർ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് പറഞ്ഞതുപോലെ തന്നെ പ്രൈമർലി ഡൊജുറ്റ്സു ആണ്. അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ഒരു പെയിൽ ലാവൻഡർ അല്ലെങ്കിൽ വൈറ്റ് ഐറിസസ് പോലെ ഇരിക്കും. അതുപോലെ തന്നെ പ്യൂപ്പിൾ കാണുവാനും പറ്റില്ല. ഒറിജിനൽ നാറൂട്ടോ സീരീസിന്റെ ചാപ്റ്റർ 34 ആദ്യമായി നമുക്ക് ബ്യാക്കുഗാൻ കാണുവാൻ സാധിക്കുന്നത്. ബ്യാക്കുഗാന്റെ ഒറിജിൻ ആൻഡ് ബ്ലഡ് ലൈൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഓട്സുട്സുക്കി ക്ലാനിന്റെ പിൻഗാമികൾക്കാണ് ഈ ഒരു കണ്ണ് പ്രാപ്തമായിട്ടുള്ളത്. സ്പെസിഫിക്കലി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഹാമുറ ഓട്സുട്സുക്കിയുടെ പിൻഗാമികൾക്ക്. പിന്നീട് അത് ഹ്യൂഗ ക്ലാനായി മാറുകയും ചെയ്തു. ഹ്യൂഗ ക്ലാനിലാവട്ടെ 2 മെയിൻ ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് മെയിൻ ഫാമിലിയും പിന്നെ ബ്രാഞ്ച് ഫാമിലിയും. ഈ മെയിൻ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നെയ്ജി, അതായത് ഹ്യൂഗ ക്ലാനിൽ നമ്മുടെ നറൂട്ടോടൊപ്പം തന്നെ ചുനിൻ എക്സാമിനെ പാസ്സായി വന്ന നെയ്ജിയുടെ അച്ഛൻ മരിക്കുവാൻ ഇടയായതും അതിന്റെ സംഭവ വികാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം. എന്നിരുന്നാലും ഇവരുടെ ബ്യാക്കുഗാൻ ഉൾപ്പെടെയുള്ള ടോപ്പ് സീക്രട്ട്, അതായത് ക്ലാനിന്റെ ടോപ്പ് സീക്രട്ട് സംരക്ഷിക്കുവാനുള്ളത് ഈ പറഞ്ഞ ബ്രാഞ്ച് ഫാമിലികളുടെ ഉത്തരവാദിത്തമാണ്. പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിയുകയാണെങ്കിൽ ഈ നെയ്ജി ഉൾപ്പെടെയുള്ള ഈ ഹ്യൂഗ ക്ലാനെ വളരെ രീതിയിൽ നെർഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഷിപ്പുദീനിൽ. വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു ക്ലാൻ ആണെങ്കിൽ കൂടി അവർക്ക് തക്കതായിട്ടുള്ള ഒരു രീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തിനേറെ പറയുന്നു, ഓജി നറൂട്ടോ സീരീസിൽ നമ്മുടെ ഷാരിംഗൻ ഉണ്ടല്ലോ, ഷാരിംഗന്റെ മണ്ടൽ നിൽക്കുന്നു എന്നാണ് ബ്യാക്കുഗാനെ പറ്റി കക്കാഷി പോലും പറഞ്ഞത്. എന്നാൽ ഷിപ്പുദീനിലാകട്ടെ നമുക്ക് മാംഗക്യോ ഷാരിംഗനും പിന്നെ നമ്മുടെ റിനഗനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഡൊജുറ്റ്സുകളിൽ തീർച്ചയായും നെർഫ് ചെയ്യപ്പെട്ട ഒരു കണ്ണുകൂടിയാണ് ഈ ബ്യാക്കുഗാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓർക്കണം, മാംഗക്യോ ഷെറിംഗൻ പോലെയുള്ള ഷെറിംഗൻ ആക്ടിവിറ്റീസ് ആ ഒരു ടൈമിൽ കക്കാഷി പറയുന്ന എപ്പിസോഡ് ടൈമുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും സാധാ ഷെറിംഗനേക്കാളും
ഒരു പടി മുമ്പിൽ തന്നെയാണ് ബ്യാക്കുഗാൻ. ഇനി നമുക്ക് ബ്യാക്കുഗാന്റെ കുറച്ച് സ്പെഷ്യൽ എബിലിറ്റീസ് നോക്കാം. നമ്പർ 1 എബിലിറ്റി 360 ഡിഗ്രി വിഷൻ. അതെ, ബ്യാക്കുഗാനുള്ള ഈ ഹ്യൂഗ ക്ലാനിലുള്ള ആൾക്കാർക്ക് 360 ഡിഗ്രി വിഷനാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഷരിംഗൻ പോലെ ഇത് അവേക്കൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഷരീക്കൻ അവേക്കൺ ആകണമെങ്കിൽ എന്തെങ്കിലും ഹൈലി ഇമോഷനിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ ഹ്യൂഗ ക്ലാനിൽ ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു കണ്ണുള്ളതായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ എഫോർട്ടൊന്നും ബ്യാക്കുഗാൻ ഇടേണ്ടതില്ല. സോ പറഞ്ഞു വന്നത് 360 ഡിഗ്രി വിഷൻ ആണല്ലോ. അതെ, ബ്യാക്കുഗാൻ ഫൈറ്ററിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ 360 ഡിഗ്രി അവരുടെ വിഷൻ ഉണ്ടായിരിക്കും. കറക്റ്റ് ആൻഡ് സ്പെസിഫിക്കലി എടുത്ത് പറയുകയാണെങ്കിൽ 350 എന്ന് പറയുന്നതായിരിക്കും. അതായത് കഴുത്തിന് പിന്നിൽ ഒരു ചെറിയ ബ്ലൈൻഡ് സ്പോട്ട് മാത്രമാണ് ഇവർക്കുള്ളത്. അല്ലാത്ത പക്ഷം വിഷൻ ഏകദേശം പൂർണ്ണമാണ്. എല്ലാ വശങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ കണ്ടെത്തുവാനും ഒന്നിലധികം ശത്രുക്കളെ ട്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ പരിതസ്ഥിതികൾ സ്കാൻ ചെയ്ത് അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ബ്യാക്കുഗാൻ. രണ്ടാമത്തെ എബിലിറ്റിയാണ് എക്സ്റേ വിഷൻ. അതെ, എന്തിൻ്റെ അകത്തൂടെ വേണമെങ്കിലും നമ്മുടെ ബ്യാക്കുഗാനെ കാണാൻ. ഭിത്തികൾ, ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ പോലുമുള്ള കാര്യങ്ങൾ കാണുവാൻ നമ്മുടെ ബ്യാക്കുഗാന് സാധിക്കും. അതുകൊണ്ട് തന്നെ നിരീക്ഷണം, നുഴഞ്ഞുകയറ്റം, മറഞ്ഞിരിക്കുന്ന കെണികൾ ഇതെല്ലാം കണ്ടെത്തുവാൻ നമ്മുടെ ബ്യാക്കുഗാൻ ഉപയോഗിക്കുന്നവർക്ക് കഴിയുമെന്ന് സാരം. ഇതിൻ്റെ മൂന്നാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ചാണ്. അതെ, നല്ല ഒന്നാന്തരം ലോങ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഡോജിറ്റ്സു ആണ് നമ്മുടെ ഈ പറഞ്ഞ ബ്യാക്കുഗാൻ. എടുത്തു പറയുകയാണെങ്കിൽ 10 തൊട്ട് 20 കിലോമീറ്റർ വരെ നമുക്കിത് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഹിനാട്ട ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഏതാനും മീറ്ററുകളാണ് ബ്യാക്കുഗാൻ വെച്ച് സ്കാൻ ചെയ്യുവാൻ സാധിക്കുന്നതെങ്കിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 10ൽ കൂടുതൽ കിലോമീറ്റേഴ്സ് ഹിനാട്ടയ്ക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. സോ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഹിനാട്ട ഇവിടെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഷിനോബിയാണ്. അതേസമയം നമ്മുടെ നെയ്ജിയെ പോലെയുള്ള അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്യാക്കുഗാൻ യൂസർ ആണെങ്കിൽ ഊഹിക്കാന്നേ ഉള്ളൂ. നാലാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് ചക്ര നെറ്റ്വർക്ക് വിഷൻ ആണ്. അതെ, ചക്ര സർക്കുലേറ്ററി സിസ്റ്റംസ് ഒക്കെ കാണുവാൻ ബ്യാക്കുഗാന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ചക്ര പോയിന്റ്സ് കറക്റ്റ് നോക്കിയും കണ്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഏത് എനിമിയാണേലും അവരിങ്ങനെ സ്റ്റക്കായി നിന്നുപോകും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിലംപരിശാകുമെന്ന് തന്നെ പറയാം. അതുകൂടാതെ തന്നെ ഗെൻജിറ്റ്സു വിക്ടിംസിനെ ഐഡന്റിഫൈ ചെയ്യുവാനും ഇവരുടെ ഈ ചക്ര നെറ്റ്വർക്ക് വിഷനിലൂടെ സാധിക്കും. ചുനീൻ എക്സാമിൽ 1-on-1 ഫൈറ്റിൽ നമ്മുടെ നെയ്ജി യൂസ് ചെയ്യുന്നത് ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് തന്നെ കാണാം. അതായത് നല്ല പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രൈക്സ് ചക്ര പോയിന്റ്സിലാണ് കൊള്ളുന്നതെങ്കിൽ എതിരാളി അവിടെ ഡം. ഇതും കൊണ്ട് ഒരു ചക്ര പോയിന്റ്സ് ബ്ലോക്ക് ചെയ്യാനും പറ്റും, ഡിസ്റപ്റ്റ് ചെയ്യാനും പറ്റും. ആ ഒരു ചക്ര ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വെച്ച് അവരുടെ പവർ യൂസ്ലെസ് ആവുകയും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ലീതൽ ടൈജുറ്റ്സു ഇൻ നറൂട്ടോ വേൾഡ് എന്നാണ് ഈ ബ്യാക്കുഗാൻ യൂസേഴ്സിൻ്റെ ഈ ഒരു എബിലിറ്റിയെ പറ്റി പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ആ ഒരു നോട്ടബിൾ ടെക്നിക്ക് ഉണ്ടല്ലോ, 8 ട്രൈഗ്രാം 64 പാംസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക്. ഈ 64 പാംസിന് തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. 64 പിന്നെ 128 അങ്ങനെ പോകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ചുനീൻ എക്സാമിൻ്റെ സീരീസിൽ കറക്റ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെയുള്ള ഒരു നോട്ടബിൾ ടെക്നിക്കാണ് റൊട്ടേഷൻ. അതെ, 8 ട്രൈഗ്രാംസിൻ്റെ ഉള്ളിൽ വെച്ചതുകൊണ്ട് തന്നെ അറ്റാക്കിനെ പ്രതിരോധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ഷീൽഡ് പോലെ കറങ്ങും അല്ലെങ്കിൽ സ്പിന്ന് ചെയ്യും. ഇതും ഇവരുടെ ഒരു നോട്ടബിൾ ടെക്നിക്ക് തന്നെയാണ്. ഇതുകൂടാതെ ഒരു 1.5 ഐറ്റവും ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. അതെ, 8 ട്രൈഗ്രാംസ് പാം വാക്യൂം പാം എന്ന് പറയുന്നത്. അതായത് ഒരു ഷോക്ക് വേവ് ഓഫ് ചക്ര വളരെ ദൂരത്തിൽ നിന്ന് അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതും ഒരു നോട്ടബിൾ ടെക്നിക്കാണ് ബ്യാക്കുഗാൻ യൂസേഴ്സിന്. ഇതിനെ നമുക്ക് ഷരിംഗനും റെനഗനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷരിംഗന്റെ പല അവസ്ഥാന്തരങ്ങൾ അല്ലെങ്കിൽ ഷരിംഗന്റെ ഒരു ലെവൽ വരെ ഈ ബ്യാക്കുഗാനെ നമുക്ക് കമ്പയർ ചെയ്യാം. എന്നാൽ മാംഗക്യൂ ഷരിംഗൻ ഉറപ്പായിട്ടും ബ്യാക്കുഗാനെ ഓവർ പവർ ചെയ്യുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. പിന്നെ റെനഗന്റെ കാര്യം പറയണ്ടല്ലോ, റെനഗൻ ഒരു വേറെ ലെവല് തന്നെയാണ്. ഈ പറഞ്ഞ 3 ഡൊജിറ്റ്സുവിലും ഏറ്റവും പ്രൊമിനന്റും ഡെമിഗോഡ് ലെവലായിട്ടുള്ള ഒരു ഡൊജിറ്റ്സും റെനഗൻ തന്നെയാണ്. ഈ ബ്യാക്കുഗാന്റെ അഡ്വാൻസ്ഡ് വേരിയൻസ് ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വേരിയന്റ് ആണ് ടെൻസിഗാൻ. ഇത് ഓജി ഔത്സുഗി ക്ലാന്റെയും ഹ്യൂഗ ഡിഎൻഎയുടെയും കൂടെ ഒരു കോമ്പിനേഷനിൽ നിന്ന് വന്നതാണ്. ഈ ഒരു ടെൻസിഗാൻ പോസസ് ചെയ്യുന്നവർക്ക് ഗോഡ് ലൈക്ക് പവേഴ്സ് ആണ് കിട്ടുന്നത്. അതായത് ചക്ര ക്ലോക്ക്, അതുകൂടാതെ തന്നെ ട്രൂത്ത് സീക്കിംഗ് ബോൾസ്, കൺട്രോൾ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ മൂൺ, അതുപോലെ ഗോഡ് ലൈക്ക് പവേഴ്സ് ടെൻസിഗാൻ സീക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. ഹ്യൂഗ ക്ലാനിലുള്ളവർ ബ്യാക്കുഗാൻ ബാക്കിയുള്ളവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തെടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഷരിംഗൻ, ഒബിറ്റോ വരി കക്കാഷിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്തതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഇവരൊരു സീല് ഇവർക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതായത് മരിച്ചു പോകുമ്പോൾ ബ്യാക്കുഗാൻ എബിലിറ്റിയും അവിടെ തന്നെ ഇല്ലാതാവും. നാറൂട്ടോ സീരീസിലെ മെയിൻ ബ്യാക്കുഗാൻ യൂസേഴ്സ് ആരാന്നൊക്കെ ഇപ്പോൾ ഉടനടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്ജി, ഹിനാട്ട, ഹിയാഷി, ഹനാബി, പിന്നെ ഔട്സുസുക്കി മെമ്പേഴ്സ് ആയിട്ടുള്ള ടൊണേറിയും ഹാമുറയും. ബ്യാക്കുഗാൻ ഇതുവരെ ഒരാൾ മാത്രമേ
കവർന്നെടുത്തിട്ടുള്ളൂ. അതെ, മിസ്റ്റ് വില്ലേജിലെ. നാറുട്ടോ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇനി ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബ്യാക്കുഗൻ ആത്യന്തിക ഇന്ദ്രിയ കണ്ണാണ്. ഇത് മിഥ്യാധാരണകളെക്കുറിച്ചോ പകർത്തലിനെക്കുറിച്ചോ അല്ല, സത്യം, കൃത്യത, സമ്പൂർണത, അവബോധം എന്നിവയെക്കുറിച്ചാണ്. ഷെറിൻഗൻ നിങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നിടത്ത് ബ്യാക്കുഗൻ നിങ്ങളുടെ ആത്മാവിനെ തന്നെ നിരീക്ഷിക്കുന്നു. ഇതിഹാസങ്ങളനുസരിച്ച് ഈ ഒരു കണ്ണ് പൊസസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു നോട്ടം കൊണ്ട് രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനും ഒരു മന്ത്രിക്കൽ കൊണ്ട് അവരെ ഉയർപ്പിക്കുവാനും കഴിയും. ലോകം സൃഷ്ടിക്കും നാശത്തിനുമിടയിൽ ആടിയുലയുമ്പോൾ ഈ ഒരു കണ്ണ് ഉയർന്നു വന്നു. അത് വെറും കാണുവാൻ മാത്രമല്ല, ഭരിക്കുവാൻ വേണ്ടി. അതെ, ദൈവങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിയുടെ ശക്തിയാൽ ശപിക്കപ്പെട്ടവനും ഇത് വെറും കണ്ണല്ല, ഇത് സ്വർഗത്തിന്റെ തന്നെ വജ്രമുദ്രയായ ഒരു കണ്ണാണ്. 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിൽ ബ്യാക്കുഗാനും ഷെരിൻഗാനും മുന്നിൽ നിൽക്കുന്ന ആ ഒരു ദൈവത്തിന്റെ കണ്ണ്. അവർ അതിനെ ഒരു കെട്ടുകഥ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു, ഒരു സന്യാസിയുടെ അഹങ്കാരം എന്നും പറഞ്ഞു. പക്ഷെ അത് തുറക്കുമ്പോൾ യാഥാർത്ഥ്യം തന്നെ വിറയ്ക്കുകയുണ്ടായി. അതെ, ഇത് അനുവദിച്ചിട്ടുമില്ല, പാരമ്പര്യമായി ലഭിച്ചിട്ടുമില്ല. വിധിയെ തന്നെ ജയിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉണർത്തുവാനാവുകയുള്ളൂ. ഇതാണ് റിനഗൻ. ഓക്കെ ഫൈൻ, റിനഗൻ നാറുട്ടോ യൂണിവേഴ്സില് 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിലെ ഏറ്റവും ഓവർ പവേർഡ് അല്ലെങ്കിൽ OP ആയിട്ടുള്ള ഒരു കണ്ണാണ് റിനഗൻ. ഷെരിൻഗനും നമ്മുടെ സ്വന്തം ബ്യാക്കുഗാനും മുന്നിൽ നിൽക്കുന്ന, എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഗോഡ് ലൈക്ക് പവർ ഉള്ള ഒരു ഡൊജിറ്റ്സു ആണ് റിനഗൻ. റിനഗന് സംസാര ഐ എന്നുള്ള ഏലിയാസ് നെയിമും ഉണ്ട്. ഇതിന്റെ ഒറിജിൻ സ്റ്റോറി ഒന്ന് സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഔട്സുസുക്കി ക്ലാനിലെ അല്ലെങ്കിൽ ഗോഡ് ക്ലാൻസിലെ കാഗുയ ഒരു ഫ്രൂട്ട് കഴിച്ചപ്പോൾ റിനെ ഷെരൻഗൻ എന്ന് പറയുന്ന ഒരു കണ്ണ് അവേക്കനായി. ഇത് തന്റെ മക്കളായ ഹോഗുറാമയ്ക്കും ഹാമുറയ്ക്കും സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു. ഹോഗുറാമയ്ക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ സെയ്ജോ 6 പാത്തിന് കിട്ടിയതാണ്, പോസസ്ഡ് ആയതാണ് ഈ പറയുന്ന റിനഗൻ. ഗോഡ്സ് അല്ലാതെ മനുഷ്യരിൽ 2 പേര് മാത്രമേ ഇത് അവേക്കൻ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ. 1 മാദറ ഉച്ചിഹ, 2 സാസ്കെ ഉച്ചിഹ. വെയിറ്റ്, നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി? നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ, ഒബീറ്റോ ഇവർക്കൊക്കെ ഇത് എങ്ങനെ കിട്ടിയെന്നല്ലേ? തുടരെ പറയാം. അതിനു മുമ്പ് ഈ ഒരു റിനഗൻ അവേക്കൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് 2-3 രീതികളിൽ പറ്റും. 1, നമ്മുടെ ഹോഗ്രാമ അല്ലെങ്കിൽ സെയ്ജ് ഓഫ് 6 പാത്തിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് മേടിക്കുക. 2, അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ആസുറയും ഇന്ദ്രയുടെയും ചക്ര നേച്ചർ കോമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് റിനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ മദറ ഉച്ചിഹ റിനഗൻ ആക്ടിവേറ്റ് ചെയ്തത്. മറിച്ച് സാസ്കെ ആകട്ടെ ഡയറക്ട്ലി നമ്മുടെ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഗ്രാൻഡ് ചെയ്യപ്പെട്ട റിനഗനായിട്ടാണ് നടക്കുന്നത്. ഹാഷിരാമയുടെ കൂടെ സെൽസ് വെച്ച് ഉപയോഗിച്ചിട്ടാണ് മാദറ ഉച്ചിഹയ്ക്ക് റിനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ 2 പേരുടെയും, അതായത് ഇന്ദ്രയുടെയും അസുരയുടെയും ആ ഒരു കോമ്പിനന്റ് നേച്ചർ ഓഫ് എനർജി നമ്മുടെ മാദറയ്ക്ക് കിട്ടുകയും തുടർന്ന് റിനഗൻ അവേക്കൻ ചെയ്യുകയും സാധിച്ചു. എന്നാൽ ഇത് സാധിച്ചപ്പോഴേക്കും മാദറ നിയർലി ഡെത്ത് എന്ന് തന്നെ പറയാം. അതായത് 100 വയസ്സിൻ്റെയൊക്കെ മണ്ടയിൽ പോയിരുന്നു. സോ ഈ ഒരു ടൈമിൽ വലിയൊരു പ്രോസസ് ചെയ്യാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കണ്ണുകൾ മറ്റു ചിലരിലേക്ക് താൽക്കാലികമായി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു കുട്ടിയായിരുന്നു നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ. അതായത് ഉസുമാഗി ക്ലാനിലുള്ളവർക്ക് വളരെയധികം നേരം നല്ല റിലയബിൾ ആയിട്ടുള്ള ചക്രയുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും ഇവരത് പ്രോസസ് ചെയ്തുകൊള്ളും എന്നുകൊണ്ടുമാണ് നഗാട്ടോയ്ക്ക് മാദറ ഈ ഒരു കണ്ണ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ നഗാട്ടോയാണ് ഈ ഒരു റിനഗന്റെ ഫുൾ പവർ അനീം സീരീസിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനി നോക്കാം. 6 പാത്ത് ടെക്നിക്ക് എന്നറിയപ്പെടുന്ന റിക്കോഡു നോ ജുത്സു അല്ലെങ്കിൽ റിനഗൻ യൂസറിന് ആക്സസിബിൾ ആയിട്ടുള്ള 6 മേജർ എബിലിറ്റീസ് നോക്കാം. 1ാമത്തെ പവർ ദേവാപാത്ത് എന്നാണ് പറയുന്നത്. ഇതിന് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറാണ് തരുന്നത്. ഇത് ഭയങ്കര ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു പവർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനേയും എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ 3-4 ടെക്നിക്സിലൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എൻറ്റയർ കൊണോഹ തന്നെ നമ്മുടെ പെയിൻ ഡിസ്ട്രോയ് ചെയ്യുന്നതും പിന്നെ മറ്റേ ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ. ഈ ഒരു വീഡിയോയിൽ റിനഗൻ മെയിൻ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ 6 പാത്ത് ടെക്നിക്ക് ഡീറ്റെയിൽഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോയിലാകാം. ഇപ്പോൾ നമുക്ക് റിനഗന്റെ മേജർ ആയിട്ടുള്ള 6 പാത്ത് ടെക്നിക്സ് മാത്രം നോക്കാം. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേവാപാത്ത്, ഞാൻ പറഞ്ഞല്ലോ മെയിൻ പവർ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ്. 2ാമത്തെ പവർ അസുരാപാത്താണ്. അസുരാപാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേഷൻ ആയിട്ടുള്ള വെപ്പൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സീരീസിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബോഡി തന്നെ ഒരു മെക്കനൈസ്ഡ് ആയിട്ട് ഒരു വലിയൊരു ഹ്യൂമൻ ടാങ്ക് പോലെ നിന്ന് കുറേ വെപ്പൺസും മിസൈൽസും ഒക്കെ ഇങ്ങനെ വിടുകയും ചെയ്യും. ഒരു ഡിഫെൻസീവ് അറ്റാക്കിംഗ് മിസൈൽ മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 3ാമത്തെ പവർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാത്താണ്.
ഹ്യൂമൻ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഹ്യൂമൻസിൻ്റെയും സോള് എക്സ്ട്രാക്ട് ചെയ്യുവാനും മൈൻഡ് റീഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പാത്ത് പവറാണ് ഹ്യൂമൻ പാത്ത്. 4ാമത്തെ പവർ എന്ന് പറഞ്ഞാൽ ആനിമൽ പാത്താണ്. ഇവിടെ നമുക്ക് വലിയ വലിയ സമ്മൺ ചെയ്യാൻ പറ്റും വലിയ വലിയ ആനിമൽസിനെ, ഡീമൺസിനെ തന്നെ പറയാം. കാരണം നറൂട്ടോ സീരീസിൽ തന്നെ ജിറായ ആയിട്ടുള്ള പെയിൻ്റെ ഫൈറ്റിൽ കുറേ ഡീമൺസിനെ നമ്മുടെ പെയിൻ വിടുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറേ ഡീമൺസിനെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ആനിമൽസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമ്മോർട്ടൽ ആയിരിക്കും. ഒരു തവണ കൊന്നാലും വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്തു വരുന്നതായിട്ടും കാണാം. പിന്നെ 5ാമത്തെ പവർ എന്ന് പറയുന്നത് പ്രേതാപാത്താണ്. അതായത് അബ്സോർപ്ഷൻ ചക്രയാണ്. ഏതൊരു എനിമിയുടെ ചക്രയും അബ്സോർവ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പവറാണ് പ്രേതാപാത്തിന് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പവർ എന്ന് പറയുന്നത് നരകാപാത്താണ്. ഈ ഒരു നരകാപാത്തിൽ നമ്മുടെ കിങ് ഓഫ് ഹെൽ അല്ലെങ്കിൽ യമദേവനെ ആവാഹിച്ചുകൊണ്ട് നിന്ന് എൻഡറോഗേറ്റ് ചെയ്യുകയാണ് എനിമിയുടെ മുമ്പിൽ. സോ ഇതിൽ നമ്മൾ കാണുന്നതനുസരിച്ച് നാവ് പിഴുതും, കള്ളമാണ് പറയുന്നെങ്കിൽ നാവ് പിഴുത് എറിയുവാനുള്ള ഒരു പവർ ഈ നരകാപാത്ത് സമ്മൺ ചെയ്യുന്ന ഹെൽ ഗോഡിന് ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 6 പാത്ത് ടെക്നിക്സ് റിനഗനിലൂടെ ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു പവർ പാത്ത് ടെക്നിക്കും കൂടി ഉണ്ട്. അത് ഔട്ടർ പാത്ത് എന്ന് പറയും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് തന്നെ പറയാം. നമ്മുടെ പെയിൻ ആണെങ്കിൽ ഈ ഒരു ഔട്ടർ പാത്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് എൻ്റയർ കൊണോഹയിലെ മരിച്ചുപോരെല്ലാം ജീവൻ തിരിച്ചു കൊണ്ടുവന്നത്. എടുത്ത് പറയുകയാണെങ്കിൽ മറ്റേ ഗെഡോ മാസോ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സാസ്കയ്ക്ക് ഔട്ടർ പാത്ത് ടെക്നിക്കായിട്ട് കിട്ടി കാണിക്കുന്നത് നമ്മുടെ ടെലിപ്പോർട്ടേഷനാണ്. എവിടേക്ക് വേണമെങ്കിലും പോകുമെന്ന ടെലിപ്പോർട്ടേഷൻ ടെക്നിക്ക്. ബാദ്ര ഉച്ചിഹയ്ക്കാകട്ടെ ലിംബോ സ്റ്റേജിൽ ക്ലോൺസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ പവറാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ഔട്ടർ പാത്ത് ടെക്നിക്ക് ഓരോ വീൽഡേഴ്സിനും യുണീക്ക് ആയിരിക്കും. നമ്മുടെ ഷരിങ്കാനോ ബ്യാക്കുഗാനോ വെച്ച് റെനഗൻ കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ഈ 3 ഡിജിറ്റ്സുകളിലെ ഏറ്റവും പവർ, ഗോഡ് ലൈക്ക് പവർ ഉള്ളത് റെനഗന് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് റെനഗനെ പറ്റി അറിയുന്നവൻ തന്നെ ഇതൊരു കേട്ടുകേൾവി അല്ലെങ്കിൽ കെട്ടുകഥ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അൻറ്റിൽ നഗാട്ടോനെ കാണുമ്പോഴാണ് ജിറായ സെൻസെ പോലും അന്താളിച്ച് നോക്കുന്നത് റെനഗൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ. സോ ഇതിനെപ്പറ്റി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവേക്കൺ ചെയ്തെന്നുള്ള ഒരു കാര്യം തന്നെ ഓർത്താൽ മതി ഈ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ ഈ ഒരു ഐ ടെക്നിക്കിൻ്റെ മാഹാലിനെ മനസ്സിലാക്കുവാൻ. ഇത്തരം റിനഗൻ യൂസേഴ്സിനെ ആർക്കൊക്കെ പരാജയപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ നാറൂട്ടോ ഉസുമാക്കി 6 പാത്ത് മോഡിൽ നിന്നിരുന്ന നമ്മുടെ എലോങ് വിത്ത് സാസ്കെ എന്നും കൂടെ പറയണം, അങ്ങനെ നിൽക്കുന്ന മാദ്രേനെ നമ്മുടെ നാറൂട്ടോ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻ്റെ കാര്യം തന്നെ പറയണ്ടല്ലോ, ഏറ്റവും ഐക്കോണിക് മൊമെൻ്റ് ആയിരുന്നു പെയിനെ ഡിഫീറ്റ് ചെയ്യുന്ന നാറൂട്ടോ ഉസുമാക്കി. അത് പക്ഷേ ഇൻഡയറക്ട്ലി ആ ഒരു ടോക്ക് പ്ലസ് പവറിലൂടെ ആണെന്നും കൂടി ഓർക്കണം. 6 പാത്ത് മോഡിൽ നിൽക്കുന്ന മാദ്രേനെ ഡിഫീറ്റ് ചെയ്ത അല്ലെങ്കിൽ നിയർലി ഡിഫീറ്റ് ആക്കിയ ഒരാളാണ് നമ്മുടെ മൈറ്റ് ഗൈ 8th ഗേറ്റ് വെച്ച്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഹൗ ടു ഡിഫീറ്റ് റിനഗൻ യൂസർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ടാക്ടിക്കലി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഹൈ സ്പീഡ് ടൈജിറ്റ്സു നമ്മുടെ മൈറ്റ് ഗൈനെയൊക്കെ പോലെ, അല്ലെങ്കിൽ ഗെൻജുറ്റ്സു മാസ്റ്റേഴ്സിന് ഇറ്റാച്ചിക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ നഗാട്ടോനെ ട്രാപ്പ് ചെയ്യാമായിരുന്നു. പിന്നെ ചക്ര ട്രെയിനിങ് പവേഴ്സ് അല്ലെങ്കിൽ സീലിംഗ് ജുറ്റ്സു ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ടീം സ്ട്രാറ്റജി, ഇതൊക്കെ തന്നെയാണല്ലോ നാറൂട്ടോ സീരീസിലും ഉടനീളം നമുക്ക് ഈ ഒരു റിനഗൻ യൂസേഴ്സിന് എതിരെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വില്ലൻ വരുമ്പോൾ എന്താണ് ഹീറോസ് കാണിക്കുന്നതെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇത്രയൊക്കെയാണ് റിനഗൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനിയൊരു സമ്മറി രൂപേണ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ സേജ് ഓഫ് 6 പാത്ത് അല്ലെങ്കിൽ ഹോഗ്രോമോ ഔട്സുസുക്കിയാണ്. ഇനി ഇതിനെ അവേക്കൻ ചെയ്യണമെങ്കിൽ ഇന്ദ്രയുടെയും ആസുരയുടെയും ചക്ര കോമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി ഗ്രാൻഡഡ് ആവണം. പിന്നെ ഇതിൻ്റെ നോൺ യൂസേഴ്സ് ഹോഗ്രാമോ, മദാറ ഉച്ചിഹ, നഗാട്ടോ, സാസ്കെ, ഒബീറ്റോ, ഉരാഷിക്കി എന്നിവരാണ്. ഇതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ 6 പാത്ത് ടെക്നിക്സും ഔട്ടർ പാത്തൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പരിധി വരെ ഒരു ലിമിറ്റഡ് കൂൾ ഡൗൺസ് ആണ്. നമുക്കറിയാം 5 സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്കിൽ മാത്രമേ പെയിനെ നമുക്ക് പവേർഡായിട്ട് നിൽക്കുമ്പോൾ നാറൂട്ടോയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമുള്ളെന്ന് എൽഡർ ടോഡ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഇത്രയുമൊക്കെയാണ് ബേസിക്കലി റിനഗനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. റിനഗൻ്റെ പവർ എബിലിറ്റി, അതായത് 6 പാത്ത് ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു എൻറ്റയർ വീഡിയോ തന്നെ നമ്മൾ വേറെ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തിയത്. നാറൂട്ടോ യൂണിവേഴ്സിൽ തന്നെ പകരം വെക്കാനില്ലാത്ത 2 വംശങ്ങളാണ് സെഞ്ചു ക്ലാനും ഉച്ചിഹ ക്ലാനും. അതിൻ്റെ രക്തത്തിൽ നിന്നാണ് ഇതിഹാസത്തിൻ്റെ തന്നെ ആ ഒരു കണ്ണുണ്ടായത്. പക്ഷേ ഈ കണ്ണ് അതിൻ്റെ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയത് ഒരു ഉസുമാക്കിയുടെ ശരീരത്തിലാണ്. അവനവയെ തൻ്റേതാണെന്ന് കരുതി, പക്ഷെ അവൻ്റെ കണ്ണുകളിലെ ആ ദിവ്യാലകൾ മാതരയുടെ ശാപമായിരുന്നു. ജീവിതത്തെയും മരണത്തെയും വളയ്ക്കുവാനുള്ള ശക്തിയും അവനെ വേദനയുടെ ദൈവമാക്കിയ ഭാരവുമായിരുന്നു അത്. അതെ, തന്ത്രങ്ങളിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ കണ്ണുകൾ. ആ കത്തിജ്വലിക്കുന്ന റിനഗനെ സംശയിക്കാത്ത ഒരു ഉസുമാക്കി കുട്ടിയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ അവൻ്റെ ഇച്ഛാശക്തി വിധിയെ തന്നെ രൂപപ്പെടുത്തി. സാക്ഷാൽ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹയായിട്ടുള്ള മാതര വിത്തുകൾ നട്ട് ഒബീറ്റോ ഉച്ചിഹോ വളർത്തിയെടുത്ത നഗാട്ടോ നാശത്തിന്റെ ഒരു പുഷ്പമായി മാറി, അഥവാ പെയിൻ എന്ന ദൈവമായി മാറി. ഓക്കെ ഫൈൻ,
ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ പെയിൻ അഥവാ നഗാട്ടോ ഉസുമാക്കിക്ക് എങ്ങനെയാണ് റിനെഗൻ കിട്ടിയത് എന്നാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ റിനെഗൻ എന്ന് പറയുന്ന ആ ഗോഡ് ലൈക്ക് പവറുള്ള ആ ഒരു ഐ അവേക്കൺ ചെയ്യണമെങ്കിൽ അസുരയുടെയും ഇന്ദ്രയുടെയും ആ 2 ബ്ലഡ് ലൈൻ കോമ്പിനേഷൻസ് വേണം. അല്ലെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്ത് നേരിട്ട് അവതരിച്ച് നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്യണം. നാറൂട്ടോ എൻ്റയർ യൂണിവേഴ്സിൽ ഈ ഒരു 2 രീതിയിലല്ലാതെ റിനെഗൻ എന്ന് പറയുന്ന ആ ഗോഡ് ലൈക്ക് ഡൊജിറ്റ്സു നിങ്ങൾക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഐ ടെക്നിക്സ് കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കെ ഉസുമാക്കി ക്ലാനിൽപ്പെട്ട നഗാട്ടോ എന്ന് പറയുന്ന കാലം പിന്നെ പെയിൻ എന്ന് വിളിച്ച ആ ഒരുവന് എങ്ങനെ റിനെഗൻ കിട്ടി? റിനെഗന്റെ ഒറിജിനൽ ഹിസ്റ്ററി നമ്മൾ ഇതിൽ പറയുന്നില്ല. എന്നിരുന്നാലും റിനെഗനെ പറ്റിയുള്ള എൻ്റയർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ റിനെഗൻ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഡൊജിറ്റ്സു അല്ലെങ്കിൽ ഐ ടെക്നിക്കാണ് ഹോഗറോമ ഔട്സുക്കിയുടെ അല്ലെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ. നാറൂട്ടോയുടെ എൻ്റയർ യൂണിവേഴ്സിൽ ഇത് അവേക്കൺ ചെയ്തതായിട്ട് ഒരാളെ മാത്രമേ പറയുന്നുള്ളൂ. അതാണ് ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ആയിട്ടുള്ള മധുര ഉച്ചിഹ. ഇന്ദ്രയുടെ ക്ലാനിൽ, അതായത് ഹോഗറോമ ഔട്സുക്കിയുടെ മക്കളാണ് അസുരയും ഇന്ദ്രയും. അതിൽ ഇന്ദ്രയുടെ ആ ഒരു വംശ പരമ്പരയിൽ വരുന്നവരെയാണ് നമ്മൾ ഉച്ചിഹ വംശം എന്ന് പറയുന്നത്. അസുരയുടെ വരുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റന്റ് കസിൻസ് ആയിട്ട് വേണമെങ്കിലും പറയാം, ഉസുമാക്കി പ്ലസ് നമ്മുടെ സെഞ്ചു ക്ലാനും. സോ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു DNA കോമ്പിനേഷൻ കൂടിയാലേ റിനെഗൻ അവേക്കൺ ചെയ്യാൻ പറ്റുള്ളൂ. മാതര ഉച്ചിഹ മാത്രമേ ഇത് ചെയ്തിട്ടുമുള്ളൂ. സോ ഈ 2 ചക്രയുടെ ഒരു റീയൂണിയനാണ് ഹോഗറോമോസിന്റെ ചക്ര ക്രിയേറ്റ് ചെയ്യുന്നതും റിനെഗൻ എന്ന് പറയുന്ന ആ ഒരു ഐ അവേക്കൺ ചെയ്യുവാൻ സാധിക്കുന്നതും. ഇനി നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിനെഗൻ ആകെ അവേക്കൺ ചെയ്തത് മാതൃയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. മാതൃ റിനെഗൻ അവേക്കൺ ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഏജ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രായം കയറി ഏകദേശം മരിക്കാറായി, നിയർലി ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലാണ് നമ്മുടെ മാതൃ റിനെഗൻ അവേക്കൺ ചെയ്തത്. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ ബോഡിക്ക് ഇത് പ്രോസസ് ചെയ്യാനുള്ള എൻറ്റയർ പവർ ഒന്നുമില്ലായിരുന്നു. മാതൃ ഇത് അവേക്കൺ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഷിറാമയുടെ, അതായത് സെഞ്ചു ക്ലാനിൽപ്പെട്ട വൺ ഓഫ് ദി ഗ്രേറ്റ് ഗോഡ് ഓഫ് ഷിനോബി എന്നറിയപ്പെടുന്ന ഹാഷിറാമയുടെ സെൽസ് ഉപയോഗിച്ചിട്ടാണ് മാതൃ റിനെഗൻ അവേക്കൺ ചെയ്യുന്നത്. ഓൾറെഡി ഷരിൻഖാൻ ഉള്ളതുകൊണ്ടും ഷരിൻഖാന്റെ എവല്യൂഷന്റെ മൂർധന്യ അവസ്ഥയിലിരിക്കുന്ന ആ ഒരു ഭാവത്തിനെയാണ് നമ്മൾ റിനെഗൻ എന്ന് തന്നെ പറയുന്നത്. സോ അത്രയും ഏജ്ഡ് ആയിരിക്കുന്ന മാതൃ ആദ്യം നോക്കിയത് തൻ്റെ ഈ കണ്ണുകൾ സുരക്ഷിതമായി ആരെയും കയ്യിൽ ഏൽപ്പിക്കുവാനാണ്. ബട്ട് എന്തുകൊണ്ട് നഗാട്ടോ ഉസുമാക്കി എന്ന ചോദ്യത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഉസുമാക്കി ക്ലാൻ. ഈ ഉസുമാക്കി ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാന്തരം ക്ലാനാണ്. ഞാൻ ക്ലാനിൻ്റെ വീഡിയോ സ്പെസിഫിക്കലി ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി എടുത്ത് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ചക്ര റിസർവ് ഉള്ള, ഏറ്റവും കൂടുതൽ സ്റ്റാമിന ലൈഫ് ഫോഴ്സ് ഉള്ള ഒരു ക്ലാനാണ് ഈ ഉസുമാക്കി ക്ലാൻ. അതുകൊണ്ട് തന്നെ മാതൃയ്ക്ക് ഇത് അറിയാമായിരുന്നു. ഇമ്മൻസ് ആയിട്ടുള്ള ലൈഫ് ഫോഴ്സും ചക്ര റിസർവും ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ചെറിയ, അതായത് പൊടിക്കുഞ്ഞായിരുന്ന നഗാട്ടോ ഉസുമാക്കിയുടെ ആ ഒരു കണ്ണുകളിലേക്ക് മാതൃ ഉച്ചിഹ ഇത് ഇംപ്ലാന്റ് ചെയ്യുമായിരുന്നു. വേറെ ആരിതെടുത്താലും, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബീറ്റോ ഉച്ചിഹ പോലും ഒരു റിനെഗൻ മാത്രമേ എടുക്കുന്നുള്ളൂ, ഈവൻ ദോ ഷരിൻഗൻ എല്ലാം ഉണ്ടായിട്ട് പോലും. കാരണം അത്ര അത് വീൽഡ് ചെയ്യണമെങ്കിൽ അത്ര പവർ വേണം. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, അത് വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ ഈ ഉസുമാക്കിയുടെ പവർ എന്തേരമായിരുന്നെന്ന്. സോ അതുപോലെ മരണപ്പെടാതെ ആ ഒരു കണ്ണ് പൊസസ് ചെയ്യാനുള്ള ഒരു പവർ വേണമെങ്കിൽ അത് ഉസുമാക്കി ക്ലാനിലുള്ളവർക്ക് മാത്രമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ മാതൃ ഉച്ചിഹ നഗാട്ടോ ഉസുമാക്കി. എടുത്തു പറയുകയാണെങ്കിൽ ഈ നഗാട്ടോ എന്ന് പറയുന്ന ആ ഒരു കൊച്ച് ജനിച്ചത് നമ്മുടെ ഈ റെയിൻ വില്ലേജിലാണ്. ഈ റെയിൻ വില്ലേജ് ഗ്രേറ്റ് നിഞ്ച വാറിന്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയൊരു കുഞ്ഞു വില്ലേജ് ആയിരുന്നു. ഓർഫൺ ആണെന്ന് തന്നെ പറയാം നഗാട്ടോ ഉസുമാക്കി. അതുകൊണ്ട് തന്നെ പേരൻസ് ഇല്ല. ആ ഒരു ടൈമിലാണ് നമ്മുടെ മാതൃ ഉച്ചിഹ നഗാട്ടോ ഉസുമാക്കിനെ കണ്ടുപിടിക്കുന്നതും റിനെഗനൈസ് അവന് നൽകുന്നതും. അവൻ അറിയില്ലായിരുന്നു, അവൻ വിചാരിച്ചുകൊണ്ടിരുന്ന അവന് തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ആ ഒരു ഗിഫ്റ്റായിട്ട് തന്നെയായിരുന്നു. ലേറ്ററാണ് നമുക്കും പോലും സീരീസിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനുശേഷമാണ് നമ്മുടെ നഗാട്ടോ യാഹിക്കോയിനെയും കൊനാനെയൊക്കെ കണ്ടുമുട്ടുന്നതും ഇവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടുള്ള അക്കാട്സുക്കി എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നതും. പിന്നെ കഥ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം പെയിനായി മാറുന്നുണ്ട്. കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ യാഹിക്കോയുടെ മരണത്തെ തുടർന്ന്, ആ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മരണത്തെ തുടർന്ന് ഫുൾ ഓഫ് സിക്സ് പാത്തിൻ്റെ പവേഴ്സും റിനെഗൻ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യുന്നൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അക്കാട്സുക്കി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഫോൺ ചെയ്തിട്ട് ടെയിൽഡ് ബീസ്റ്റിനെ ഹണ്ട് ചെയ്യുന്ന എല്ലാം ചരട് വലിച്ചുകൊണ്ടിരുന്നത് ഒബീറ്റോ ആണ്, അല്ലെങ്കിൽ ടോബിയാണ്. സോ ഇതെല്ലാം മാതൃയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു വേണമെങ്കിൽ പറയാം. ഒരു പോൺസ് അല്ലെങ്കിൽ ഒരു കളിപ്പാവകളായിരുന്നു ഈ പറയുന്ന ഒബീറ്റോ ഉച്ചിഹയും അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നഗാട്ടോ ഉസുമാക്കി അല്ലെങ്കിൽ പെയിൻ. സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പെയിൻ അഥവാ നഗാട്ടോ ഉസുമാക്കിക്ക് നാച്ചുറലായിട്ട് ഗിഫ്റ്റ് ചെയ്തു വന്ന ഒരു സാധനമല്ല റിനെഗൻ. ഇത് മാതൃ ഉച്ചിഹ തന്നെ വാർദ്ധക്യമായപ്പോഴേക്കും അവൻ്റെ ആ ഒരു കണ്ണ് ഒബീറ്റോ ഉച്ചിഹ ആയിട്ടുള്ള പ്ലാനല്ലേ ഇതിൻ്റെ കൺകറൻ്റ്ലി നടന്നു പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് അറിയാം മാതൃയുടെ മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു ഇതല്ല. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇംപ്ലാന്റ് ചെയ്ത് നമ്മുടെ നഗാട്ടോ ഉസുമാക്കിക്ക് കൊടുത്തതാണ്. ഇങ്ങനെയാണ് നമ്മുടെ നഗാട്ടോ ഉസുമാക്കിക്ക് ആ ഒരു റിനെഗനൈസ് കിട്ടുന്നത്.
ഇതിൻ്റെ അകത്ത് നഗാട്ടോയുടെ ലൈഫ് സ്റ്റോറിയോ കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എങ്ങനെയാണ് റെനഗൻ ആക്റ്റീവ് ആയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നഗാട്ടോയുടെ ഫുൾ സ്റ്റോറി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി റെനഗൻ എന്ന് പറയുന്ന ആ ഒരു കണ്ണിൻ്റെ പവറും ഒറിജിനും ഹിസ്റ്ററിയും ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് തുടരെ കാണിക്കുകയാണ്. വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. ഇതിഹാസങ്ങളനുസരിച്ച് ഈ ഒരു കണ്ണ് പൊസസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു നോട്ടം കൊണ്ട് രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനും ഒരു മന്ത്രിക്കൽ കൊണ്ട് അവരെ ഉയർപ്പിക്കുവാനും കഴിയും. ലോകം സൃഷ്ടിക്കും നാശത്തിനുമിടയിൽ ആടി ഉലയുമ്പോൾ ഈ ഒരു കണ്ണ് ഉയർന്നു വന്നു. അത് വെറും കാണുവാൻ മാത്രമല്ല, ഭരിക്കുവാൻ വേണ്ടി. അതെ, ദൈവങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിയുടെ ശക്തിയാൽ ശപിക്കപ്പെട്ടവനും ഇത് വെറും കണ്ണല്ല, ഇത് സ്വർഗത്തിന്റെ തന്നെ വജ്രമുദ്രയായ ഒരു കണ്ണാണ്. 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിൽ ബ്യാക്കുഗാനും ഷെരിയുഗാനും മുന്നിൽ നിൽക്കുന്ന ആ ഒരു ദൈവത്തിന്റെ കണ്ണ്. അവർ അതിനെ ഒരു കെട്ടുകഥ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു സന്യാസിയുടെ അഹങ്കാരം എന്നും പറഞ്ഞു. പക്ഷെ അത് തുറക്കുമ്പോൾ യാഥാർത്ഥ്യം തന്നെ വിറയ്ക്കുകയുണ്ടായി. അതെ, ഇത് അനുവദിച്ചിട്ടുമില്ല, പാരമ്പര്യമായി ലഭിച്ചിട്ടുമില്ല. വിധിയെ തന്നെ ജയിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉണർത്തുവാനാവുകയുള്ളൂ. ഇതാണ് റെനഗൻ. ഓക്കെ ഫൈൻ, റെനഗൻ നാറുട്ടോ യൂണിവേഴ്സില് 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിലെ ഏറ്റവും ഓവർ പവേർഡ് അല്ലെങ്കിൽ OP ആയിട്ടുള്ള ഒരു കണ്ണാണ് റെനഗൻ. ഷരിങ്കനും നമ്മുടെ സ്വന്തം ബ്യാക്കുഗാനും മുന്നിൽ നിൽക്കുന്ന, എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഗോഡ് ലൈക്ക് പവറുള്ള ഒരു ഡൊജിറ്റ്സു ആണ് റെനഗൻ. റെനഗന് സംസാര ഐ എന്നുള്ള ഏലിയാസ് നെയിമും ഉണ്ട്. ഇതിന്റെ ഒറിജിൻ സ്റ്റോറി ഒന്ന് സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഔട്സുസുക്കി ക്ലാനിലെ അല്ലെങ്കിൽ ഗോഡ് ക്ലാൻസിലെ കാഗുയ ഒരു ഫ്രൂട്ട് കഴിച്ചപ്പോൾ റിനെ ഷെരങ്കാൻ എന്ന് പറയുന്ന ഒരു കണ്ണ് അവേക്കനായി. ഇത് തന്റെ മക്കളായ ഹോഗുറാമയ്ക്കും ഹാമുറയ്ക്കും സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു. ഹോഗുറാമയ്ക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ സെയ്ജോ 6 പാത്തിന് കിട്ടിയതാണ്, പോസസ്ഡ് ആയതാണ് ഈ പറയുന്ന റെനഗൻ. ഗോഡ്സ് അല്ലാതെ മനുഷ്യരിൽ 2 പേര് മാത്രമേ ഇത് അവേക്കൻ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ. 1 മാദര ഉച്ചിഹ, 2 സാസ്കെ ഉച്ചിഹ. വെയിറ്റ്, നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ, ഒബീറ്റോ ഇവർക്കൊക്കെ ഇത് എങ്ങനെ കിട്ടിയെന്നല്ലേ? തുടരെ പറയാം. അതിനു മുമ്പ് ഈ ഒരു റെനഗൻ അവേക്കൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് 2-3 രീതികളിൽ പറ്റും. 1, നമ്മുടെ ഹോഗ്രാമ അല്ലെങ്കിൽ സെയ്ജ് ഓഫ് 6 പാത്തിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് മേടിക്കുക. 2, അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ആസുറയും ഇന്ദ്രയുടെയും ചക്ര നേച്ചർ കോമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് റെനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ മദറ ഉച്ചിഹ റെനഗൻ ആക്ടിവേറ്റ് ചെയ്തത്. മറിച്ച് സാസ്കെ ആകട്ടെ ഡയറക്ട്ലി നമ്മുടെ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഗ്രാൻഡ് ചെയ്യപ്പെട്ട റെനഗനായിട്ടാണ് നടക്കുന്നത്. ഹാഷുരാമയുടെ കൂടെ സെൽസ് വെച്ച് ഉപയോഗിച്ചിട്ടാണ് മാദര ഉച്ചിഹയ്ക്ക് റെനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ 2 പേരുടെയും, അതായത് ഇന്ദ്രയുടെയും അസുരയുടെയും ആ ഒരു കോമ്പിനന്റ് നേച്ചർ ഓഫ് എനർജി നമ്മുടെ മാദരയ്ക്ക് കിട്ടുകയും തുടർന്ന് റെനഗൻ അവേക്കൻ ചെയ്യുകയും സാധിച്ചു. എന്നാൽ ഇത് സാധിച്ചപ്പോഴേക്കും മാദര നിയർലി ഡെത്ത് എന്ന് തന്നെ പറയാം. അതായത് 100 വയസ്സിൻ്റെയൊക്കെ മണ്ടയിൽ പോയിരുന്നു. സോ ഈ ഒരു ടൈമിൽ വലിയൊരു പ്രോസസ് ചെയ്യാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കണ്ണുകൾ മറ്റു ചിലരിലേക്ക് താൽക്കാലികമായി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു കുട്ടിയായിരുന്നു നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ. അതായത് ഉസുമാഗി ക്ലാനിലുള്ളവർക്ക് വളരെയധികം നേരം നല്ല റിലയബിൾ ആയിട്ടുള്ള ചക്രയുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും ഇവരത് പ്രോസസ് ചെയ്തുകൊള്ളും എന്നുകൊണ്ടുമാണ് നഗാട്ടോയ്ക്ക് മാദര ഈ ഒരു കണ്ണ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ നഗാട്ടോയാണ് ഈ ഒരു റെനഗന്റെ ഫുൾ പവർ അനീം സീരീസിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനി നോക്കാം. 6 പാത്ത് ടെക്നിക്ക് എന്നറിയപ്പെടുന്ന റിക്കോഡു നോ ജുത്സു അല്ലെങ്കിൽ റെനഗൻ യൂസറിന് ആക്സസിബിൾ ആയിട്ടുള്ള 6 മേജർ എബിലിറ്റീസ് നോക്കാം. 1ാമത്തെ പവർ ദേവാപാത്ത് എന്നാണ് പറയുന്നത്. ഇതിന് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറാണ് തരുന്നത്. ഇത് ഭയങ്കര ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു പവർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനേയും എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ 3-4 ടെക്നിക്സിലൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എൻറ്റയർ കൊണോഹ തന്നെ നമ്മുടെ പെയിൻ ഡിസ്ട്രോയ് ചെയ്യുന്നതും പിന്നെ മറ്റേ ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ. ഈ ഒരു വീഡിയോയിൽ റെനഗൻ മെയിൻ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ 6 പാത്ത് ടെക്നിക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോയിലാകാം. ഇപ്പോൾ നമുക്ക് റെനഗന്റെ മേജർ ആയിട്ടുള്ള 6 പാത്ത് ടെക്നിക്സ് മാത്രം നോക്കാം. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേവാപാത്ത്, ഞാൻ പറഞ്ഞല്ലോ മെയിൻ പവർ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ്. 2ാമത്തെ പവർ അസുരാപാത്താണ്. അസുരാപാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേഷൻ ആയിട്ടുള്ള വെപ്പൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സീരീസിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബോഡി തന്നെ ഒരു മെക്കനൈസ്ഡ് ആയിട്ട് ഒരു വലിയൊരു ഹ്യൂമൻ ടാങ്ക് പോലെ നിന്ന് കുറേ വെപ്പൺസും മിസൈൽസും ഒക്കെ ഇങ്ങനെ വിടുകയും ചെയ്യും. ഒരു ഡിഫെൻസീവ് അറ്റാക്കിംഗ് മിസൈൽ മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 3ാമത്തെ പവർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാത്താണ്.
ഹ്യൂമൻ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഹ്യൂമൻസിൻ്റെയും സോള് എക്സ്ട്രാക്ട് ചെയ്യുവാനും മൈൻഡ് റീഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പാത്ത് പവറാണ് ഹ്യൂമൻ പാത്ത്. 4ാമത്തെ പവർ എന്ന് പറഞ്ഞാൽ ആനിമൽ പാത്താണ്. ഇവിടെ നമുക്ക് വലിയ വലിയ സമ്മൺ ചെയ്യാൻ പറ്റും വലിയ വലിയ ആനിമൽസിനെ, ഡീമൺസിനെ തന്നെ എന്ന് പറയാം. കാരണം നറൂട്ടോ സീരീസിൽ തന്നെ ജിറായ ആയിട്ടുള്ള പെയിൻ്റെ ഫൈറ്റിൽ കുറേ ഡീമൺസിനെ നമ്മുടെ പെയിൻ വിടുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറേ ഡീമൺസിനെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ആനിമൽസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമ്മോർട്ടൽ ആയിരിക്കും. ഒരു തവണ കൊന്നാലും വീണ്ടും വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്തു വരുന്നതായിട്ടും കാണാം. പിന്നെ 5ാമത്തെ പവർ എന്ന് പറയുന്നത് പ്രേതാപാത്താണ്. അതായത് അബ്സോർപ്ഷൻ ചക്രയാണ്. ഏതൊരു എനിമിയുടെ ചക്രയും അബ്സോർവ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പവറാണ് പ്രേതാപാത്തിന് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പവർ എന്ന് പറയുന്നത് നരകാപാത്താണ്. ഈ ഒരു നരകാപാത്തിൽ നമ്മുടെ കിങ് ഓഫ് ഹെൽ അല്ലെങ്കിൽ യമദേവനെ ആവാഹിച്ചുകൊണ്ട് നിന്ന് എൻട്രോഗേറ്റ് ചെയ്യുകയാണ് എനിമിയുടെ മുമ്പിൽ. സോ ഇതിൽ നമ്മൾ കാണുന്നതനുസരിച്ച് നാവ് പിഴുതും, കള്ളമാണ് പറയുന്നെങ്കിൽ നാവ് പിഴുത് എറിയുവാനുള്ള ഒരു പവർ ഈ നരകാപാത്ത് സമ്മൺ ചെയ്യുന്ന ഹെൽ ഗോഡിന് ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 6 പാത്ത് ടെക്നിക്സ് റിനഗനിലൂടെ ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു പവർ പാത്ത് ടെക്നിക്കും കൂടി ഉണ്ട്. അത് ഔട്ടർ പാത്ത് എന്ന് പറയും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് തന്നെ പറയാം. നമ്മുടെ പെയിൻ ആണെങ്കിൽ ഈ ഒരു ഔട്ടർ പാത്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് എൻ്റയർ കൊണോഹയിലെ മരിച്ചുപോരെല്ലാം ജീവൻ തിരിച്ചു കൊണ്ടുവന്നത്. എടുത്ത് പറയുകയാണെങ്കിൽ മറ്റേ ഗെഡോ മാസോ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സാസ്കയ്ക്ക് ഔട്ടർ പാത്ത് ടെക്നിക്കായിട്ട് കിട്ടി കാണിക്കുന്നത് നമ്മുടെ ടെലിപ്പോർട്ടേഷനാണ്. എവിടേക്ക് വേണമെങ്കിലും പോകുമെന്ന ടെലിപ്പോർട്ടേഷൻ ടെക്നിക്ക്. ബാദ്ര ഉച്ചിഹയ്ക്കാകട്ടെ ലിംബോ സ്റ്റേജിൽ ക്ലോൺസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ പവറാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ഔട്ടർ പാത്ത് ടെക്നിക്ക് ഓരോ വീൽഡേഴ്സിനും യുണീക്ക് ആയിരിക്കും. നമ്മുടെ ഷരിങ്കാനോ ബ്യാക്കുഗാനോ വെച്ച് റെനഗൻ കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ഈ 3 ഡിജിറ്റ്സുകളിലെ ഏറ്റവും പവർ, ഗോഡ് ലൈക്ക് പവർ ഉള്ളത് റെനഗന് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് റെനഗനെ പറ്റി അറിയുന്നവൻ തന്നെ ഇതൊരു കേട്ടുകേൾവി അല്ലെങ്കിൽ കെട്ടുകഥ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അൻറ്റിൽ നഗാട്ടോനെ കാണുമ്പോഴാണ് ജിറായ സെൻസെ പോലും അന്താളിച്ച് നോക്കുന്നത് റെനഗൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ. സോ ഇതിനെപ്പറ്റി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവേക്കൺ ചെയ്തെന്നുള്ള ഒരു കാര്യം തന്നെ ഓർത്താൽ മതി ഈ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ ഈ ഒരു ഐ ടെക്നിക്കിൻ്റെ മാഹാലിനെ മനസ്സിലാക്കുവാൻ. ഇത്തരം റിനഗൻ യൂസേഴ്സിനെ ആർക്കൊക്കെ പരാജയപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ നാറൂട്ടോ ഉസുമാക്കി 6 പാത്ത് മോഡിൽ നിന്നിരുന്ന നമ്മുടെ എലോങ് വിത്ത് സാസ്കെ എന്നും കൂടെ പറയണം, അങ്ങനെ നിൽക്കുന്ന മാദ്രേനെ നമ്മുടെ നാറൂട്ടോ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻ്റെ കാര്യം തന്നെ പറയണ്ടല്ലോ, ഏറ്റവും ഐക്കോണിക് മൊമെൻ്റ് ആയിരുന്നു പെയിനെ ഡിഫീറ്റ് ചെയ്യുന്ന നാറൂട്ടോ ഉസുമാക്കി. അത് പക്ഷേ ഇൻഡയറക്ട്ലി ആ ഒരു ടോക്ക് പ്ലസ് പവറിലൂടെ ആണെന്നും കൂടെ ഓർക്കണം. 6 പാത്ത് മോഡിൽ നിൽക്കുന്ന മാദ്രേനെ ഡിഫീറ്റ് ചെയ്ത അല്ലെങ്കിൽ നിയർലി ഡിഫീറ്റ് ആക്കിയ ഒരാളാണ് നമ്മുടെ മൈറ്റ് ഗൈ 8th ഗേറ്റ് വെച്ച്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഹൗ ടു ഡിഫീറ്റ് റിനഗൻ യൂസർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ടാക്ടിക്കലി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഹൈ സ്പീഡ് ടൈജിറ്റ്സു നമ്മുടെ മൈറ്റ് ഗൈനെയൊക്കെ പോലെ, അല്ലെങ്കിൽ ഗെൻജുറ്റ്സു മാസ്റ്റേഴ്സിന് ഇറ്റാച്ചിക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ നഗാട്ടോനെ ട്രാപ്പ് ചെയ്യാമായിരുന്നു. പിന്നെ ചക്ര ട്രെയിനിങ് പവേഴ്സ് അല്ലെങ്കിൽ സീഡിങ് ജുറ്റ്സു ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ടീം സ്ട്രാറ്റജി, ഇതൊക്കെ തന്നെയാണല്ലോ നാറൂട്ടോ സീരീസിലും ഉടനീളം നമുക്ക് ഈ ഒരു റിനഗൻ യൂസേഴ്സിന് എതിരെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വില്ലൻ വരുമ്പോൾ എന്താണ് ഹീറോസ് കാണിക്കുന്നതെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇത്രയൊക്കെയാണ് റിനഗൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനി ഒരു സമ്മറി രൂപേണ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ സേജ് ഓഫ് 6 പാത്ത് അല്ലെങ്കിൽ ഹോഗ്രോമോ ഔട്സുത്സുക്കിയാണ്. ഇനി ഇതിനെ അവേക്കൻ ചെയ്യണമെങ്കിൽ ഇന്ദ്രയുടെയും ആസുരയുടെയും ചക്ര കോമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി ഗ്രാൻഡഡ് ആവണം. പിന്നെ ഇതിൻ്റെ നോൺ യൂസേഴ്സ് ഹോഗ്രാമോ, മദാറ ഉച്ചിഹ, നഗാട്ടോ, സാസ്കെ, ഒബീറ്റോ, ഉരാഷിക്കി എന്നിവരാണ്. ഇതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ 6 പാത്ത് ടെക്നിക്സും ഔട്ടർ പാത്തൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പരിധി വരെ ഒരു ലിമിറ്റഡ് കൂൾ ഡൗൺസ് ആണ്. നമുക്കറിയാം 5 സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്കിൽ മാത്രമേ പെയിനെ നമുക്ക് പവേർഡായിട്ട് നിൽക്കുമ്പോൾ നാറൂട്ടോയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമുള്ളെന്ന് എൽഡർ ടോഡ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഇത്രയുമൊക്കെയാണ് ബേസിക്കലി റിനഗനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. റിനഗൻ്റെ പവർ എബിലിറ്റി, അതായത് 6 പാത്ത് ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു എൻറ്റയർ വീഡിയോ തന്നെ നമ്മൾ വേറെ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തിയത്. സോ ഇനിയും നാറൂട്ടോ സീരീസിലെ ഡിഫറെൻറ്റ് ഡൊജിറ്റ്സുകളും ഡിഫറെൻറ്റ് ജുറ്റ്സുകളും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും അനാലിസിസും വീഡിയോസും പോൾസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. ഹ്യൂഗ വംശത്തിന് തന്നെ ഏറ്റവും ശുദ്ധമായ കണ്ണുകളിൽ നിന്നും ഔട്സുത്സുക്കിയുടെ ദൈവിക രക്തത്തിൽ നിന്നും ജനിച്ച ഒരു 1.5 ഡൊജിറ്റ്സു, അത് ആത്മാവിൻ്റെ തന്നെ ഒരു പുനർജന്മമാണ്. ബ്യാക്കുഗാൻ മാംസത്തെയും ചക്രയും തുളച്ചു കയറുന്നിടത്ത് ഇത് ഗുരുത്വാകർഷണത്തെ തന്നെ വളയ്ക്കുകയും ആകാശത്തെ വിഭജിക്കുകയും
പ്രകാശത്തിന്റെ അദ്വൈതമായ കിരണങ്ങൾ ഉപയോഗിച്ച് ലോകങ്ങളെ കീറിമുറിക്കുകയും ചെയ്യുന്നു. ഹാമുറയുടെ പൈതൃകം മുതൽ ടൊണേറിയുടെ കൈകൾ വരെ ചന്ദ്രനെ ചലിപ്പിക്കുവാനും വിധി തകർക്കുവാനുമുള്ള ശക്തി പ്രയോഗിക്കുന്ന സ്വർഗീയ കണ്ണാണ് ഈ ഒരു ഡൊജിറ്റ്സു. കേവലം ഷറിൻഖാനോ അല്ലെങ്കിൽ റെനഗനോ അല്ല ഇത്. പുനർജന്മത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുഷ്പം എന്ന ഇരട്ടപ്പേരുള്ള ഉന്മൂലനത്തിന്റെ കണ്ണാണിത്. ഇതുണരുമ്പോൾ ആകാശം വിറയ്ക്കുന്നു, ചന്ദ്രൻ പിളരുന്നു, സത്യാന്വേഷിക ഗോളങ്ങളുടെ ശക്തി പോലും അതിന്റെ തിളക്കത്തിന് മുന്നിൽ തലകുനിക്കുന്നു. അതെ, ദ വൺ ആൻഡ് ഓൺലി ടെൻസിഗാൻ. ഓക്കെ ഫൈൻ, ടെൻസിഗാൻ നാറൂട്ടോ യൂണിവേഴ്സിലോ സീരീസിലോ അധികം പരാമർശിക്കാത്ത, എന്നാൽ നാറൂട്ടോയുടെ ഏറ്റവും അവസാനത്തെ മൂവിയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു തരം പവർഫുൾ ഡൊജിറ്റ്സു അല്ലെങ്കിൽ ഐ ടെക്നിക്കാണ് ഈ പറയുന്ന ടെൻസിഗാൻ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഷറിൻഗനിന്റെ മൂർധന്യാവസ്ഥ റെനഗൻ ആണെങ്കിൽ നമ്മുടെ ഹ്യൂഗ ക്ലാനിന്റെ കെക്കെ ഗെൻഗയായിട്ടുള്ള ബ്യാക്കുഗാന്റെ മൂർധന്യാവസ്ഥയാണ് ഈ ടെൻസിഗാൻ എന്ന് നമുക്ക് ഒരു സമ്മറി രൂപേണ പറയാം. നാറൂട്ടോയുടെ ലാസ്റ്റ് മൂവിയിൽ നിന്നും പിന്നെ ഡേറ്റാ ബുക്കിൽ നിന്നും എടുത്ത ഇൻഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിൻ, ആരൊക്കെയാണ് അത് പ്രോസസ്സ് ചെയ്തിരുന്നത്, അതിൻ്റെ പവർ എന്തൊക്കെയാണ്, അതിന് വല്ല ലിമിറ്റേഷൻസ് ഉണ്ടോ, അതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി വരാം. ആദ്യം ടെൻസിഗാനിൻ്റെ അറിയപ്പെടുന്ന ഒറിജിൻ. ടെൻസിഗാൻ ഡയറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് റീ ഇൻകാർനേഷൻ ഐ എന്നാണ്. നാറുട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇത് ഹാമുറ ഒത്സുത്സുക്കി അല്ലെങ്കിൽ നമ്മുടെ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ അനിയനായിട്ടുള്ള ഹാമുറ ഒത്സുത്സുക്കിയുടെ ആ ഒരു ബ്ലഡ് ലൈൻ ഡൊജിറ്റ്സു ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ കണ്ണ് പരാമർശിച്ചിട്ടുള്ളത് ലാസ്റ്റ് നാറൂട്ടോ മൂവിയിലാണ്. കനോൺ ഇവൻ്റ് ആയിട്ട് ഈ ഒരു കണ്ണ് കിട്ടണമെങ്കിൽ ഹ്യൂഗ ക്ലാനിൻ്റെയും നമ്മുടെ ഔട്സുത്സുക്കി ക്ലാനിൻ്റെയും ചക്ര കോമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്നാണ് ഈ ഒരു മൂവിയിൽ അനുസരിച്ച് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മൂവിയിൽ ഹിനാട്ടയുടെ അനിയത്തിയായിട്ടുള്ള ഹനാബിയുടെ ബ്യാക്കുഗാൻ ടൊണേറി എന്ന് പറയുന്ന ആള് തന്നിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് നാറൂട്ടോയുടെ ആ ഒരു യൂണിവേഴ്സിൽ ടെൻസിഗാൻ അവേക്ക് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ടെൻസിഗാൻ അവേക്ക് ആവുമ്പോൾ ടെൻസിഗാൻ ചക്ര മോഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ ആ എനോറമസ് ഒഫെൻസീവ് പവർ ആൻഡ് ഗ്രാവിറ്റി മാനിപ്പുലേഷൻ ഇവർക്ക് ലഭിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഹാമുറ ഔട്സുത്സുക്കി ടെൻസിഗാനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഹാമുറ ഔട്സുത്സുക്കി ടെൻസിഗാൻ അല്ല ഉണ്ടായിരുന്നത്, ടെൻസിഗാൻ്റെ ഒരു വേരിയന്റ് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു സൂപ്പർ വേരിയന്റ് മാത്രമാണ് ടെൻസിഗാൻ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റാ ബുക്കിൽ ഒരിടത്തും പറയുന്നില്ല. എന്നിരുന്നാലും ഹാമുറ ഔട്സുത്സുക്കി പാരമ്പര്യത്തിൽ വന്നു കിട്ടുന്ന ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ഒരു ഡൊജിറ്റ്സു ആണെന്നാണ്, അതായത് ഹ്യൂഗ ക്ലാനിന് കിട്ടുന്ന ഒരു ഡൊജിറ്റ്സു ആയിട്ടാണ് നമുക്ക് ടെൻസിഗാനെ കണക്കാക്കുവാൻ പറ്റുന്നത്. കുറച്ചുകൂടെ സമ്മറൈസ്ഡ് വേർഷനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഷാരിംഗൻ മാങ്കിഗ്യോ ഷെരിംഗനോ പിന്നീട് അത് ഇച്ചിരി കൂടെ നാളായത് ഹഷറാമ സെൽസുങ്ങൾ വരുമ്പോൾ റെനഗനാവുമല്ലേ, അതുപോലെ തന്നെ ഇതിന് മാങ്കിഗ്യോ ഷെരിംഗൻ എന്ന് പറയുന്ന ആ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടെന്നുള്ളൂ. ബ്യാക്കുഗാൻ്റെ കേസിൽ ഇടയ്ക്ക് നിൽക്കുന്ന സാധനമില്ല. ബ്യാക്കുഗാൻ്റെ ഒരു എവല്യൂഷൻ തന്നെയാണ് ഈ പറയുന്ന ടെൻസിഗാൻ. ജനിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈറ്റ് കണ്ണായ ബ്യാക്കുഗാൻ അത് എവോൾവ് ആയിട്ട് ഒരു നീല ഗ്ലോ ചെയ്യുന്ന ഒരു കണ്ണായിട്ട് മാറും. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് നമ്മുടെ ഈ പറഞ്ഞ ടെൻസിഗാൻ്റെ. നാറൂട്ടോ യൂണിവേഴ്സിൽ കൺഫേംഡ് ആയിട്ടുള്ള, അതായത് കാനോൺ വീൽഡർ ആയിട്ടുള്ള ഈ ഒരു ടെൻസിഗാന് ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മൂവിയിലെ ടൊണേറി ഔട്സുത്സുക്കിയാണ്. അതെ, ആ ഒരു മൂവിയിൽ നമ്മുടെ മൂണിനെ എർത്തുമായിട്ട് കൊളൈഡ് ചെയ്യിപ്പിച്ച് ആ ഒരു ബാലൻസ് ചെയ്യാൻ നോക്കുന്നതാണല്ലോ അതിൻ്റെ സ്റ്റോറി. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ ടെൻസിഗാൻ്റെ പവറാണ്. നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ ഇത് ഉപയോഗിച്ച രണ്ടാമത്തെ ആൾ ഹാമുറ ഔട്സുത്സുക്കി ആയിട്ടാണ് പറയുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് യൂസ്ഡ് ദ പവർ ഓഫ് ടെൻസിഗാൻ ആൻഡ് സീൽഡ് ആൻഡ് അസോസിയേറ്റഡ് പവർ ഇൻ ടു ആൻ എനർജി വെസൽ എന്നാണ് പറയുന്നത്. അതായത് ഹാമുറ ഔട്സുത്സുക്കിയുടെ മെയിൻ കണ്ണ് ഈ പറഞ്ഞ ടെൻസിഗാൻ അല്ല, ടെൻസിഗാൻ്റെ പവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നും അതിനെ സീൽ ചെയ്ത് എനർജി വെസൽ ആക്കിയിട്ടുണ്ടെന്നാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡേറ്റാ ബുക്കിൽ പറയുന്നത്. ഈ രണ്ടുപേർ മാത്രമേ എൻ്റയർ നാറൂട്ടോ യൂണിവേഴ്സിൽ ടെൻസിഗാൻ ഉപയോഗിച്ചതായിട്ട് പറയുന്നുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ അവേക്കൺ ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ബ്ലഡ് ലൈൻ, അതായത് ബ്യാക്കുഗാനെ ഉള്ള ഒരാൾ ഔട്സുത്സുക്കി ചക്രയും കൂടെ കോമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു കണ്ണ് അവേക്കൺ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമ്മളെ കാണിച്ചിട്ടുള്ളത്. മൂവിനെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുറേ ദിവസങ്ങളെടുക്കും ആൻഡ് ഫിസിക്കലി നല്ല പെയിൻഫുള്ളുമാണ്. ഇത് റിവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സുമാണ്. അതായത് ടെൻസിഗാൻ ഉള്ള ഒരാൾക്ക് വീണ്ടും ഇത് ചെയ്തിട്ട് ഇംപ്ലാന്റ് മാറ്റിയിട്ട് ബ്യാക്കുഗാൻ ആക്കാൻ പറ്റും. ടെൻസിഗാൻ്റെ മെയിൻ പവേഴ്സ് ആൻഡ് എബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ടെൻസിഗാൻ ചക്ര മോഡാണ്, ദ സിഗ്നേച്ചർ സ്റ്റേറ്റ്. ഈ ഒരു ടെൻസിഗാൻ ചക്ര മോഡ് ഈക്വൽ ചെയ്യുന്നത് നമ്മുടെ നാറൂട്ടോയുടെ സേജ് മോഡ് പ്ലസ് 9 ടൈൽസ് മോഡിൻ്റെ ആ ഒരു മോഡിനോടാണ്. നമുക്കറിയാം, നോ ജോക്കാണ് നാറൂട്ടോ സേജ് മോഡ് പ്ലസ് 9 ടൈൽസിൻ്റെ ആ ഒരു മോഡ് എടുക്കുമ്പോൾ. അപ്പം ഈ ഒരു ടെൻസിഗാൻ ചക്ര മോഡ് അയാൾ യൂസ് ചെയ്തപ്പോൾ, ടൊണേറി യൂസ് ചെയ്തപ്പോൾ ഇൻക്രീസ് ആയിട്ടുള്ള സ്പീഡ്, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി എല്ലാം കിട്ടി, എലോങ് സൈഡ് വിത്ത് ഫ്ലൈറ്റ്.
അതോടൊപ്പം തന്നെ ടൂത്ത് സീക്കിംഗ് പവറും കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാ 5 എലമെൻറ്റിൻ്റെയും നേച്ചറിൻ്റെയും കൺട്രോളും പിന്നെ ഇൻ യാങ് ആ ഒരു റിലീസിൻ്റെ എല്ലാ കാര്യങ്ങളും മൂവി കോണ്ടെക്സ്റ്റിലെ ആ ഒരു പവറിന് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഗ്രാവിറ്റി അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ കൺട്രോളാണ്. ഇത് നമ്മുടെ ദേവാപാത്തുമായിട്ട് സിമിലർ ആണ്. അതായത് റിപ്പൾഷൻ കൺട്രോളും എല്ലാം നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എറിയുവാനും അല്ലെ വരുത്തുവാനും ഒക്കെ സാധിക്കും. ഈ ഒരു പവറിൻ്റെ മൂർധന്യാവസ്ഥയായിരുന്നു ആ ഒരു ചന്ദ്രനെ എർത്തുമായിട്ട് കൊളൈഡ് ചെയ്യിപ്പിക്കാൻ തന്നെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. പിന്നെ കുറേ ഒഫൻസീവ് ടെക്നിക്കും ഈ ഒരു ടെൻസിഗാൻ ഉപയോഗിച്ച് അദ്ദേഹം മൂവിയിൽ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡൻ വീൽ റീഇൻകാർഷൻ എക്സ്പ്ലോഷൻ, സിൽവർ വീൽ റീഇൻകാർഷൻ എക്സ്പ്ലോഷൻ, ലോക്കലൈസ്ഡ് റീഇൻകാർഷൻ എക്സ്പ്ലോഷൻ, ഇതെല്ലാം വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഈ ഒരു ടെൻസിഗാൻ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നത്. ഇനി ടെൻസിഗാൻ്റെ ലിമിറ്റേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം ഇത് പറയുന്നത് ഔട്സുക്കി റെസിപ്പിയൻറ്റും ഹ്യൂഗ ബ്യാക്കുഗാൻ ട്രാൻസ്പ്ലാന്റും ഇതിന് ആവശ്യമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ റെയർ കേസായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു പ്രോസസ്സ് നല്ല പെയിൻഫുള്ളുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കിഷിമോട്ടോ ഇത് സീരീസിലുടനീളം കാണിക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ ഒരു വജ്രായുധം പോലെ എടുത്തു വെച്ചെന്ന് മാത്രം. ആൻഡ് ഫൈനലി നറൂട്ടോ ആ ഒരു ടൊണേറി ആയിട്ടുള്ള ഫൈറ്റ് വിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടൊണേറി ബ്യാക്കുഗാനിലേക്ക് റിവേർട്ടായി പോകുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇത് ഫോഴ്സ്ഫുള്ളി നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെ ഒരാളെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേർട്ടായി പോകുമെന്ന് അതിൽ നിന്ന് അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഇത് പെർമനൻ്റ് അല്ല. പിന്നെ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളാണ് ടെൻസിഗൻ നമ്മുടെ റിനഗനേക്കാളും സ്ട്രോങ്ങർ ആണോ എന്ന്. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ റിനഗന് 6 പാത്ത് എബിലിറ്റീസ് പോസസ് ചെയ്യുന്നുണ്ട്, ടെൻസിഗന് 6 പാത്ത് എബിലിറ്റീസ് പോസസ് ചെയ്യുന്നുണ്ട്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനഗനെ പറ്റിയാണ് മെയിൻലി അല്ലെങ്കിൽ മെയിൻ കഥയുടെ നറൂട്ടോ യൂണിവേഴ്സിൻ്റെ പ്ലോട്ട് പല യൂസേഴ്സിൽ നിന്നും പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതും ഒരു ഗോട്ട് ലെവലായിട്ടുള്ള ഡൊജിറ്റ്സു തന്നെയാണ്. ബട്ട് റിനഗനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ എഡ്ജ് റിനഗന് തന്നെയായി. ബട്ട് എനിക്ക് തോന്നുന്നത് അത് കൂടുതലും കാണിക്കാത്തതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ പറയുന്നതെന്നും കൂടെയുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് റിനഗൻ്റെ കുറേ എബിലിറ്റീസ് ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവൻ്റോ അതിൽ കാണിച്ചേക്കുന്ന ഒരു അന്യായ സാധനം തന്നെയാണ്. ചന്ദ്രനെ 2 പിളർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ജോഗൻ ഈ ടെൻസിഗാനുമായിട്ട് റിലേറ്റഡ് ആണോ എന്നാണ്. അല്ല, ഇത് രണ്ട് തന്നെയാണ്. ഇത്രയുമൊക്കെയാണ് നമുക്ക് ടെൻസിഗാനെ പറ്റി അറിയാൻ പറ്റിയ കാര്യങ്ങൾ. ഇത് കേവലം ബ്യാക്കുഗാനോ ടെൻസിഗാനോ അല്ല. ഇത് ചക്രയിലെ സത്യത്തെ തന്നെ അനാവരണം ചെയ്യുന്ന മാനങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന നിഗൂഢമായ ഒരു നേത്രമാണ്. രക്തബന്ധങ്ങളുടെ സംയോജനത്തിൽ നിന്ന് ജനിച്ചതും പ്രവചനത്താൽ ശപിക്കപ്പെട്ടതുമായ ഈ ഒരു നേത്രം ബൊറൂട്ടോയുടെ വിധിയിലേക്കുള്ള ജാലകം തന്നെയാണ്. ഇത് ചക്രയെ കാണുന്നു, അത് ആകാശങ്ങളെ തുളച്ചു കയറുന്നു, അത് ദ്രോഹത്തെ അനാവരണം ചെയ്യുന്നു, ഭാവിയെ നയിക്കുകയും അത് ഉപയോഗിക്കുന്നവനെ വിധിക്കുകയും ചെയ്യുന്ന സമാനതകളില്ലാത്ത ഒരു നേത്രം. ഷരിങ്കൻ കോപ്പി ചെയ്യുകയാണെങ്കിൽ, റിനഗൻ ഭരിക്കുകയാണെങ്കിൽ ഈ നേത്രം വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത്. ബൊറൂട്ടോയ്ക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന വിധിയുടെ ശക്തിയായ ഒരു പവർഫുൾ കണ്ണ്. അതെ, ടൊണേറിയുടെ മന്ത്രങ്ങൾ പോലും മോമോഷിക്കിയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പോലും പ്രവചനത്തിന്റെ നിഴലുകളായി മാറിയ ലോകത്തെ രക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കുന്നതോ ആയ വെളിച്ചമായ ആ ഒരു കണ്ണ്. ഇത് വെറും ഒരു ഡൊജിറ്റ്സു അല്ല, വിശുദ്ധിയുടെ കണ്ണായ ജോഗനാണ്. ഓക്കെ ഫൈൻ, ജോഗാൻ ദ മിസ്റ്റീരിയസ് ഡൊജുറ്റ്സു ഓഫ് ബൊറൂട്ടോ എന്ന് തന്നെ പറയാം. അതെ, നറൂട്ടോ സീരീസിലുടനീളം നമുക്ക് ജോഗനെ പറ്റി ഒരറിവുമില്ല. എന്നാൽ നറൂട്ടോയുടെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ബൊറൂട്ടോയിലേക്ക് വരിക്കുമ്പോഴാണ് ജോഗൻ എന്ന് പറയുന്ന ആ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ ആ ഒരു ഐ ടെക്നിക്ക് നമ്മൾ അറിഞ്ഞു വരുന്നത് തന്നെ. കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്യുവാൻ ജോഗനെ പറ്റി നമുക്ക് അത്ര ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ സീരീസിലും മാങ്കയിലും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് കംപ്ലീറ്റ് ആക്കുവാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതായത് അതിൻ്റെ ഹിസ്റ്ററി, ഡിസൈന്, പവേഴ്സ്, തിയറീസ്, അപ്പിയറൻസസ്, സിംബോളിസം കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് നോക്കുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിൻ്റെ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി. ജോഗൻ എന്ന് പറയുന്ന ആ ഒരു കണ്ണിൻ്റെ ഒറിജിൻ നോക്കാം. ഈ ജോഗൻ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പ്യുവർ ഐ, അതായത് വിശുദ്ധമായ ഒരു നേത്രം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബൊറൂട്ടോ എന്ന് പറയുന്ന സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു നേത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞു വരുന്നുണ്ടായ കോൺട്രവേഴ്സിയെ തുടർന്നാണ് ഇതിന്റെ തന്നെ ആനിമേറ്റർ ആയിട്ടുള്ള ഹ്യുവാങ് എന്ന് പറയുന്ന ആള് ട്വിറ്ററിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് ബ്യാക്കുഗാനോ ടെൻസിഗാനോ അല്ല, ബൊറൂട്ടോയ്ക്ക് മാത്രം പോസസ് ചെയ്യുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഡൊജിറ്റ്സു ആണ്. സോ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക് ആൻഡ് ഒറിജിൻ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഇത് പരമ്പരാഗതമായി കൈമാറുമെന്ന ഒരു ബ്യാക്കുഗാനോ അല്ലെങ്കിൽ ഷറിൻഗാനോ പോലെ ഒരു കെക്കെ ഗെൻഗയായി കണക്കാക്കാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ബ്ലഡ് ലൈൻ ലീനേജിൽ ഉണ്ടായി വരുന്ന ഒരു പ്രത്യേകതരം യൂണീക്ക് എബിലിറ്റിയാണ് ഈ ജോഗാൻ.
ആനിമയിലും പിന്നെ നമ്മുടെ മാങ്കയിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ആനിമയിൽ ഒരു ലൈറ്റ് ബ്ലൂ ഐറിസ് ആണ് കാണുന്നതെങ്കിൽ മാങ്കയിൽ അത് ഇച്ചിരി കൂടെ പെയിൽ ആയിട്ടുള്ള ഒരു ഫീച്ചർലെസ് ആയിട്ടുള്ള ഒരു ഡുജിറ്റ്സു ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവൈക്കണിങ്ങും യൂസറും ആയിട്ട് ഒരേ ഒരാളെ മാത്രമേ എൻറ്റയർ യൂണിവേഴ്സിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അത് ബൊറൂട്ടോ ഉസുമാക്കിയാണ്. അത് നമ്മുടെ നാറൂട്ടോയുടെ മകൻ. സീരീസിൽ കണ്ടതൊക്കെ വെച്ചിട്ട് ജോഗുവാൻ്റെ ആ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഇതുവരെ കാണിച്ചിട്ടില്ല. എന്നാലും നിയർലി ആ ഒരു പൊട്ടൻഷ്യൽ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ബൊറൂട്ടോ ഒരു ഡേഞ്ചറിലോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചക്ര സെൻസ് ചെയ്യുമ്പോഴോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലീനിയേജ് ഫാമിലി ലൈൻ നോക്കുകയാണെങ്കിൽ ഉസുമാക്കിയുടെയും യൂഗയുടെയും ഒരു മിക്സ് തന്നെയാണല്ലോ നമ്മുടെ ഈ പറഞ്ഞ ബൊറൂട്ടോ. അതുകൊണ്ട് തന്നെ കാഗുയ ഔട്ട്സുക്കിയുടെ ഡയറക്റ്റ് ഡിസെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മിക്സഡ് പോസിബിലിറ്റിയിലുണ്ടായ ഒരു കണ്ണാണ് ഈ ഒരു ജോഗുവാൻ എന്ന് നമുക്ക് അനുമാനിക്കാം. നാറൂട്ടോയുടെ ഡേറ്റ ബുക്ക് അനുസരിച്ച് ജോഗുവാൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ബ്യാക്കുഗാൻ, ടെൻസിഗാൻ, റെനഗൻ്റെ ഒരു കോമ്പൈൻഡ് എലമെന്റ് ഇതിൽ തന്നെയുണ്ട്. എന്നാലും കുറച്ച് യൂണിക് ട്വിസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ കാര്യം ചക്ര പാത്വേ വിഷൻ. യെസ്, നമ്മുടെ ബ്യാക്കുഗാനിൽ ഉപയോഗിക്കുന്ന സെയിം സാധനം തന്നെ ചക്രനെ സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ എവിടെയാണ് ചക്ര പാത്വേ എന്ന് കണ്ടുപിടിച്ച് അവിടെ തന്നെ അടി കൊടുക്കുകയാണെങ്കിൽ അവിടെ കിടക്കും. ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഈ ഒരു ജോഗുവാനും ഉണ്ട്. രണ്ടാമത്തെ നെഗറ്റീവ് ചക്ര ഡിറ്റക്ഷനാണ്. ഇത് നമുക്ക് സിമിലർ ആയിട്ട് നമ്മുടെ നാറൂട്ടോയുടെ നെഗറ്റീവ് ഇമോഷൻ സെൻസിങ് ഇല്ലേ, അതുപോലെ തന്നെ കാണാം. എന്നാൽ ഇച്ചിരി കൂടെ വിഷ്വലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാർക്ക് ചക്ര അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിൻ്റെ ചക്ര, നെഗറ്റീവ് ചക്രയൊക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യാനായിട്ട് ഈ ജോഗുവാന് സാധിക്കും. മൂന്നാമത്തത് ഡൈമെൻഷൻ ആയിട്ടുള്ള അവയർനെസ് ആണ്. അതെ, ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഇന്റർ ഡയമെൻഷണൽ റിഫ്റ്റുകളെ സെൻസ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള അവയർനെസ് യൂസറിന് കൊടുക്കുവാൻ പറ്റും നമ്മുടെ ഈ ജോഗുവാന്. ഈ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് ബൊറൂട്ടോ ആ ഒരു ന്യൂസ് പോക്കറ്റ് ഡൈമെൻഷൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കയറുകയും അവിടുന്ന് നാവിഗേറ്റ് ചെയ്യാനൊക്കെ അദ്ദേഹത്തെ സാധിച്ചത്. പിന്നീട് ലേറ്റർ ഉണ്ടാകുന്ന ആർക്കുകളിൽ എക്സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ മോമോഷിക്കിയുടെ ഒക്കെ ആ ഒരു ആർക്കൊക്കെ ആകുമ്പോഴേക്ക് ഔട്ട്സുക്കി സ്പേസ് ടൈം ജിറ്റ്സുവിനെയൊക്കെ അവെയർ ചെയ്യുന്ന തരത്തിലുള്ള പവറും ഈ ഒരു ജോഗുവാനുണ്ട്. പിന്നെ നമ്മുടെ ഷരിങ്ഹാനൊക്കെ ചെയ്യാവുന്ന പോലെ തന്നെ ഈ ഒരു ജോഗുവാനും അറ്റാക്സിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കാം ഇത് ഇംപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിയാക്ഷൻ സ്പീഡ് അന്യായമായിരിക്കും. എടുത്തു പറയാൻ തക്ക വീക്ക്നെസ് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി കൺട്രോൾ ആയിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീരീസ് കാണുമ്പോൾ ബൊറൂട്ടോയിനെ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ എനർജി അൺനോൺ ആണ്. ഇതുവരെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തലോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ഒന്നും ആനിമേ സീരീസിൽ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിലൊന്നും ബ്യാക്കുഗാനോ അല്ലെങ്കിൽ ഷറിങ്ഹാനോ കൊടുത്തിരിക്കുന്ന പോലെ ഒരു പവർ സെറ്റിൻ്റെ എബിലിറ്റീസ് കാര്യങ്ങളൊന്നും ഈ ഒരു ജോഗുവാനെ പറ്റി കൊടുത്തിട്ടില്ല. ഇനി നാറൂട്ടോ ഫാൻഡത്തിൽ ഉണ്ടാകുന്ന കുറേ വലിയ തിയറീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഔട്ട്സുക്കിയുടെ ഒരു സ്പെസിഫിക് ഐ എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡുജിറ്റ്സു ആണ് നമ്മുടെ ഹയ്യർ ഡയമെൻഷൻ, അതായത് ഔട്ട്സുക്കിയിലെ ഉള്ള ഹയ്യർ ആയിട്ടുള്ള ഗോഡ് ലെവൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ എന്ന രീതിയിലാണ് ഈ തിയറികൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന തിയറികളിൽ ഒന്ന്. രണ്ടാമത്തെ ആൾക്കാർ പറയുന്നത് ബ്യാക്കുഗാൻ്റെ എവല്യൂഷൻ ആണെന്നാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ബ്യാക്കുഗാൻ്റെ എവല്യൂഷനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്നത് ടെൻസിഗാനെയാണ്. അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ലെന്ന് അനിയം ജനറേറ്റർ തന്നെ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി തള്ളിപ്പോകും. ഇനി മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഐ ഓഫ് ഫെയ്റ്റ് ആൻഡ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് പ്യുവർ ഐ എന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചക്രയിലെ ട്രൂത്ത് കണ്ടുപിടിച്ച് ഡയമെൻഷൻസിനെയും ഡെസ്റ്റിനിനെയും തന്നെ കണ്ടുപിടിക്കുവാനുള്ള ഒരു ഐ തന്നെയാണെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. ഇതെല്ലാം ഫാൻഡം തിയറീസ് ആണ്. നിങ്ങളിതിൽ ഏതാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. ഇത്രയുമൊക്കെയാണ് മെയിൻലി നമുക്ക് ഈ പറഞ്ഞ ജോഗുവാനെ പറ്റി അറിയുവാൻ സാധിക്കുന്നത്. നിയമങ്ങൾ ലംഘിക്കുന്നവൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. എന്നാൽ സ്വന്തം കോംറേഡ്സിനെ രക്ഷിക്കാതെ അവരെ ഉപേക്ഷിച്ച് പോകുന്നവൻ തെറ്റല്ല ചെയ്യുന്നത്, അതൊരു പാപം തന്നെയാണ്. ഒരുപക്ഷെ തൻ്റെ റൈവൽ പറഞ്ഞ ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ടായിരിക്കണം നാറൂട്ടോ സീരീസിൽ തന്നെ പകരം വെക്കാനില്ലാത്തൊരു യോദ്ധാവായി ഇയാൾ മാറിയത്. അതെ, പറഞ്ഞു വരുന്നത് ലീഫ് വില്ലേജിലെ സൈലന്റ് ഷാഡോ ആയ സാക്ഷാൽ യെല്ലോ ഫ്ലാഷ് അല്ലെങ്കിൽ മിനാറ്റോയുടെ ശിഷ്യനായിട്ടുള്ള 6-ാം വയസ്സിൽ ചുനീൻ എക്സാം പാസ്സായി 13-ാം വയസ്സിൽ ജൊനീൻ ലെവൽ നിഞ്ചയായി മാറിയ തൻ്റെ ഒരു ഒറ്റ ശരീരം വെച്ച് 1000-ൽ പരം ജുത്സുകൾ അച്ചടിച്ചതുപോലെ പകർത്തിയ ദ കോപ്പി നിഞ്ച എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഫേമസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കക്കാഷി ഹട്ടാക്കിയെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഓക്കെ ഫൈൻ, ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കക്കാഷിയുടെ ആ ഒരു ജീവചരിത്രമല്ല, എങ്ങനെയാണ് കക്കാഷിക്ക് ഷരിങ്ങൻ ഐ കിട്ടിയത് എന്നതിനെ പറ്റിയാണ്. അതെ, ഉച്ചിഹ ക്ലാനിൽ മാത്രം കണ്ടുവരുന്ന ആ സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു ഐ എങ്ങനെ കക്കാഷി സെൻസയ്ക്ക് കിട്ടി? നമുക്കെല്ലാവർക്കും അറിയാം കക്കാഷി ഒരു ഉച്ചിഹ ഫാമിലിയിൽ പെട്ടതോ അല്ലെങ്കിൽ ആ ഒരു ക്ലാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ പേരിന്റെ പോലെ തന്നെ ഹട്ടാക്കെ ക്ലാനിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കക്കാഷി. എന്നാൽ ഇതെല്ലാം തകിടം മറിയുന്നത് 3rd ഗ്രേഡ് നിഞ്ച വാറിന്റെ സമയത്താണ്. ഈ ഒരു സമയത്താണ് കക്കാഷിക്ക് തന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷാരിംഗൻ കിട്ടുന്നത്.
ആ ഷരിങ്കൻ കൊടുക്കുന്നതാവട്ടെ ദ വൺ ആൻഡ് ഓൺലി ഒബീറ്റോ ഉച്ചീഹ. സോ ഷോർട്ടായിട്ടൊന്ന് ബാക്കപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒബീറ്റോയും കക്കാഷിയും സെയിം ഗ്രൂപ്പിലുള്ള കോംറേഡ്സ് ആയിരുന്നു. അതായത് നമ്മുടെ നറൂട്ടോ, സാസ്കെ, സാകുറൊക്കെ പോലെ. ഇവരെ 3 പേര് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്കാഷി, ഒബീറ്റോ, റിൻ. ഇവരുടെ സെൻസയാണ് നമ്മുടെ 4th ഹോക്കാഗെ അല്ലെങ്കിൽ മിനാട്ടോ. സോ അങ്ങനെ ഇരിക്കെ ഇവർക്കൊരു മിഷൻ കിട്ടുകയാണ്. അതായത് നമ്മുടെ കക്കാഷിക്കും ഒബീറ്റോയ്ക്കും റിന്നിനും മിനാട്ടോയ്ക്കും കൂടെ. ആ ഒരു ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ 3rd ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് കുസാഗാക്കുറെ, അതായത് ഹിഡൻ ഗ്രാസ് വില്ലേജിലെ ഒരു ബ്രിഡ്ജിനെ ചൊല്ലിയുള്ള ഒരു മിഷൻ ആയിരുന്നു അത്. മിഷൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാബി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് നശിപ്പിക്കണം. അതായത് അവരുടെ എനിമീസ് അല്ലെങ്കിൽ കൊണോഹയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഒരു സപ്ലൈ ലൈൻ ആയിരുന്നു ഈ ബ്രിഡ്ജ്. സോ അതായിരുന്നു ഇവരുടെ മിഷൻ ഒബ്ജക്റ്റീവ്. എന്നാൽ ഇവരുടെ ഈ മിഷന്റെ ഇടയ്ക്ക് റിന്നിനെ ഹിഡൻ സ്റ്റോണിലെ ഒരു നിഞ്ച വന്ന് തട്ടിക്കൊണ്ടുപോയി. അതായത് നമ്മുടെ ഇവാഗാക്കുറയിലെ ഒരു ഷിനോബി വന്ന് തട്ടിക്കൊണ്ടുപോയി. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ കക്കാഷി ആയിരുന്നു ആ ഒരു ടീമിന്റെ ലീഡർ. സോ ആ ഒരു ടൈമിൽ നമ്മുടെ ഒബീറ്റോ ചെന്നിട്ട് കക്കാഷിയോട് പറയുന്നുണ്ട് നമുക്ക് എത്രയും വേഗം വന്ന് നമ്മുടെ റിന്നിനെ രക്ഷിക്കണമെന്ന്. എന്നാൽ കക്കാഷി പറയുന്നത് നമ്മുടെ മിഷനാണ് നമുക്ക് പ്രയോറിറ്റി കൂടുതൽ, റിന്നിനെ രണ്ടാമത് രക്ഷിക്കുവാനാണ് നമുക്ക് നോക്കേണ്ടതെന്ന്. കക്കാഷിയുടെ ഐഡിയോളജി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നിരിക്കുന്ന മിഷൻ ആയിരുന്നു പ്രയോറിറ്റി നമ്പർ 1. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. സോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോംറേഡ് പോവുകയോ ജീവിക്കുകയോ എന്നുള്ളത് കക്കാഷിയുടെ 2ാം പ്രയോറിറ്റി ആയിരുന്നു ആ ഒരു ടൈമിൽ. എന്നാൽ ഇതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കക്കാഷിയുടെ പിതാവ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നിഞ്ച ആയിട്ടുള്ള വൈറ്റ് ഫാങ് ആണ്. ഇദ്ദേഹം ഒരു തവണ ഒരു മിഷന് പോവുകയുണ്ടായി. ഈ മിഷന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു. ഒന്നെങ്കിൽ മിഷൻ കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോംറേഡ്സിനെ രക്ഷിക്കുക. ഇവഞ്ച്വലി അദ്ദേഹം ചെയ്തത് തന്റെ കോംറേഡ്സിനെ രക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മിഷൻ അവിടെ പരാജയപ്പെട്ടു. എന്നാൽ ആ സെയിം ടൈമിൽ തന്നെ അദ്ദേഹത്തിന്റെ കോംറേഡ്സ്, അതായത് രക്ഷിച്ച കോംറേഡ്സ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് കുറ്റം പറയുകയും പഴിയേൽപ്പിക്കുകയും ചെയ്തു. സോ ഇത് കണ്ട് ഏകദേശം ഡിപ്രസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് ഫാങ് ആയിട്ടുള്ള കക്കാഷിയുടെ പിതാവ് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. സോ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കക്കാഷി വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് കക്കാഷി ആ ഒരു ടൈമിൽ നമ്മുടെ പ്രയോറിറ്റി മിഷൻ കംപ്ലീറ്റ് ആക്കുക എന്നത് പറഞ്ഞത്. സോ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഒബീറ്റോ തിരിച്ചു പറഞ്ഞ ആ ഒരു ഡയലോഗ്, അതായത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരുവൻ റൂള് തെറ്റിച്ചാൽ അതൊരു തെറ്റാണ്, എന്നാൽ തൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ അതൊരു പാവമാണെന്ന്. സോ ഈ ഒരു ടൈമിൽ കക്കാഷിയുടെ മനസ്സിൽ അത് ശരിക്കും കൊള്ളുന്നുണ്ട്. ഒബീറ്റോ റിന്നിനെ തേടി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇങ്ങനെ വണ്ടടിച്ച് നമ്മുടെ കക്കാഷി അവിടെ നിൽക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ കക്കാഷി ഒബീറ്റോ പറഞ്ഞതിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മുടെ ഒബീറ്റോയുടെ കൂടെ റിന്നിനെ രക്ഷിക്കാൻ പോവുകയാണ്. സോ അവർ ആ സ്റ്റോൺ വില്ലേജിലെ ഷിനോബീസ് അല്ലെങ്കിൽ നിഞ്ചകളുമായിട്ട് എതിർക്കുമ്പോഴാണ് നമ്മുടെ കക്കാഷിയുടെ ലെഫ്റ്റ് ഐ, ഇടത്തെ കണ്ണിന് പരിക്കേൽക്കുന്നത്. കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ കക്കാഷിയുടെ ഇടത്തെ കണ്ണ് പോയി എന്ന് തന്നെ പറയാം. സോ കക്കാഷി അവിടെ തന്നെ വെച്ച് ബാൻഡേജ് ഒക്കെ കെട്ടി ചുറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലി നമ്മുടെ റിന്നിനെ അവിടുന്ന് രക്ഷിക്കുന്നു. സോ ആ ഒരു ടൈമിൽ ബാക്കിയുണ്ടായിരുന്ന എനിമീസ് ആയിട്ടുള്ള ആ ഒരു ഷിനോബികൾ ഒരു ജുത്സു പ്രയോഗിക്കുകയും ആ ജുത്സുവിന്റെ അനന്തരഫലം എന്ന രൂപേണ ഈ റിന്നിനെ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരുന്ന ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു. ആ ഗുഹ ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. സോ കക്കാഷി പെട്ടെന്ന് അത് കാണുവാൻ സാധിച്ചില്ല. ഒന്നാമതെ കക്കാഷി നല്ല പെയിനിലാണ് ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഓടി വന്ന് നമ്മുടെ ഒബീറ്റോ കക്കാഷിനെ രക്ഷിക്കുകയും ഒബീറ്റോ ആ ഇടിഞ്ഞു വീഴുന്ന ആ ഗുഹയുടെ ഉള്ളിലായി പോവുകയും ചെയ്തു. എടുത്ത് പറയുകയാണെങ്കിൽ പകുതി ഉള്ളിലായി പോയെന്ന് തന്നെ പറയാം. അതായത് ആ ഒരു സീനിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം ഒബീറ്റോയുടെ പകുതി ആ പാറയുടെ ഇടയ്ക്കാണ്, ബാക്കി പകുതി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ടൈമിലാണ് ഒബീറ്റോ പറയുന്നത്, കക്കാഷി ഞാൻ ഏതായാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഉടനെ തന്നെ റിന്നിനോട് ഒബീറ്റോ പറയുന്നുണ്ട്, റിൻ നിന്റെ മെഡിക്കൽ ജിറ്റ്സു വെച്ചിട്ട് എൻ്റെ ഈ കണ്ണ് കക്കാഷിക്ക് കൊടുത്തേക്കാൻ. കക്കാഷിക്ക് ഇപ്പോൾ ഒന്നാമതെ കണ്ണില്ല. നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ ഏകദേശം മരിക്കാറുമായി. ഒബീറ്റോ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ മരിച്ചു എന്ന്. എന്നാൽ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് വേറൊരു വീഡിയോയിൽ പറയാം. എന്നിരുന്നാലും ആ ഒരു ടൈമിൽ നമ്മുടെ റിന്ന് ഒബീറ്റോയുടെ കണ്ണെടുത്ത് നമ്മുടെ കക്കാഷിക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ റിന്നിനോട് ഒബീറ്റോയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, എന്നാൽ റിന്നിന് കക്കാഷിനെ ആയിരുന്നു ഇഷ്ടം. സോ അങ്ങനെ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയുടെ ആ ഒരു ഷെരിങ്കൻ ആയി നമ്മുടെ റിന്ന് കക്കാഷിക്ക് വേണ്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. സോ ആ ഒരു ടൈമിൽ ഒബീറ്റോയുടെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്സ് ഉണ്ട്, ഫ്രം നൗ ഓൺ യു വിൽ സീ ദ വേൾഡ് ത്രൂ മൈ ഐ. എൻ്റെ കണ്ണിലൂടെ നീ ഇനി ലോകം കാണുമെന്ന്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. സോ അങ്ങനെ നമ്മുടെ കക്കാഷി ഹട്ടാക്കെ ഒരു ഫുള്ളി മെച്യൂർഡ് ആയിട്ടുള്ള ഷെരിങ്കൻ ആയി അവിടെ തൊട്ട് ഡെവലപ്പ് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയാണ് കക്കാഷിനെ ദ കോപ്പി നിഞ്ച അല്ലെങ്കിൽ കക്കാഷി ഓഫ് ദ ഷെരിങ്കാൻ എന്ന് വിളിക്കുവാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഫ്യൂച്ചർ എപ്പിസോഡ്സിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ ഷെരിങ്കൻ ടൈപ്പ്, അതായത് മാങ്കക്കയോ അവേക്കണിങ്ങും പിന്നെ നമ്മുടെ കക്കാഷി സുസാനോ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇന്ന് എങ്ങനെയാണ് കക്കാഷിക്ക് ആ ഒരു ഐ കിട്ടിയെന്ന് മാത്രം നമ്മൾ പറയുന്നുള്ളൂ. കക്കാഷിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ കക്കാഷി അല്ലെങ്കിൽ കോപ്പി നിഞ്ച ഓഫ് കൊണോഹ വില്ലേജിലെ ആ ഒരു കോപ്പി നിഞ്ചയ്ക്ക്
ഷാരിംഗൺ എന്ന് പറയുന്ന ആ ഒരു ഉച്ചിഹ ക്ലാനിന് മാത്രം കിട്ടുന്ന ആ വിഷ്വൽ ജിറ്റ്സു സ്വന്തമാക്കുവാൻ സാധിച്ചത്. ഒരു നോട്ടം കൊണ്ട് യാഥാർത്ഥ്യം തകർക്കുന്ന, ഒരു ചുവട് കൊണ്ട് യുദ്ധകളം ബെൻഡ് ചെയ്യുന്ന, ഡൈമെൻഷനെ തന്നെ വേട്ടയാടുന്ന ഒരു കണ്ണ്. അവിടെ രക്ഷപ്പെടുക എന്നത് മറന്നുപോയൊരു സ്വപ്നം മാത്രമാണ്. ഒരു നിമിഷത്തിൽ തന്നെ അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി മറയുന്നു വേറൊരു ലോകത്തേക്ക്. ഇതൊരു സാങ്കേതിക വിദ്യയല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതെ, വർത്തമാന ജീവിതകാലത്തേക്കുള്ള ഒരു യാത്രയായിട്ടോ അല്ലെങ്കിൽ മരണത്തെ തേടി ദിശയറിയാത്ത ഒരു ലോകത്തുള്ള ഒരു യാത്ര. കണ്ണിമ വെട്ടുന്ന നിമിഷത്തിൽ, നിന്റെ ജുത്സു ഒന്നുമല്ലാതാകുന്ന സമയത്തിൽ, ഒരു ഹൃദയമിടിപ്പിനും അടുത്ത സ്പന്ദനത്തിനും ഇടയിൽ നമ്മൾ വേറൊരു ലോകത്താവും. ഇത് വേഗതയുമല്ല, ഇതൊരു മിഥ്യയുമല്ല. അതെ, തൊട്ടുകൂടാത്ത ശൂന്യത, രക്ഷപ്പെടാനാവാത്ത ഡൈമെൻഷൻ. ഇതാണ് കാമുയി, ആൻ ഐക്കോണിക് സ്പേസ് ടൈം നിഞ്ചിറ്റ്സു. ഓക്കെ ഫൈൻ, നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത് കാമുയിയെ പറ്റിയാണ്. അതെ, നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയുടെ, അതെ, നാറുട്ടോ സീരീസിൽ തന്നെ പകരം വെക്കാനില്ലാത്ത ഒരു ക്യാരക്ടറായിട്ടുള്ള, ഐക്കോണിക് ക്യാരക്ടറായിട്ടുള്ള ഒബീറ്റോ ഉച്ചിഹയുടെ സ്പെഷ്യൽ ആ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ സ്പേസ് ടൈം നിഞ്ചിറ്റ്സു ആയിട്ടുള്ള കാമുയിയെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. കാമുയിയുടെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ അതൊരു സ്പേസ് ടൈം നിഞ്ചിറ്റ്സു, വേണമെങ്കിൽ ഒരു ഡൊജിറ്റ്സു ടെക്നിക് എന്ന് പറയാം. മാങ്കിഗ്യോ ഷെറിങ്ങിന്റെ ഒരു എബിലിറ്റിയാണിത്. നാറുട്ടോ സീരീസ് നമ്മൾ ഫുള്ളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 2 ആൾക്കാർ മാത്രമേ ഇത് ലൈവിൽ നമ്മളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. ഒന്ന് ഒബീറ്റോ ഉച്ചിഹ, അതെ, ഒബീറ്റോയുടെ വലത്തേ കണ്ണ്. 2 കക്കാഷി ഹട്ടാക്കെ. ഇതിൽ കക്കാഷി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒബീറ്റോയുടെ ഇടത്തേ കണ്ണാന്ന് മാത്രം. സോ ഒബീറ്റോയുടെ മാങ്കിഗ്യോ ഷെറിങ്ങിന്റെ ഒരു സ്പെഷ്യൽ ആൻഡ് യുണീക്ക് എബിലിറ്റി ആയിട്ട് കാണിച്ചു തരുന്ന ഒരു തരം സ്പേസ് ടൈം നിഞ്ചിറ്റ്സു ആണ് കാമുയി. ഈ ഒരു ടെക്നിക്ക് ഒബീറ്റോയുടെ മാങ്കിഗ്യോ പാറ്റേണിന് യൂണീക്ക് ആയിട്ടുള്ളതാണ്. വേറൊരു ഉച്ചിഹയും ഇത് കാണിച്ചിട്ടില്ല. ഒബീറ്റോ അവേക്കൺ ചെയ്ത നിമിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീറ്റോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട റിന്നിന്റെ മരണത്തോടു കൂടിയാണ് ഇത് അവേക്കൺ ചെയ്തത്. അതായത് മാങ്കിഗ്യോ ഷാരിംഗൺ അവേക്കൺ ആയത്. കാമുയി എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൈമെൻഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് നാറുട്ടോയുടെ ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് യൂസറിൻ്റെ ഐ ഒരു യുണീക്ക് ആയിട്ടുള്ള പോക്കറ്റ് ഡൈമെൻഷനിലേക്ക് ആക്സസിബിൾ ആണ്. അതായത് ആരാണോ ഈ ഒരു കാമുയി ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രം ആക്സസിബിൾ ആകുന്ന ഒരു ഡൈമെൻഷനിലേക്ക് പെട്ടെന്ന് പോകുവാൻ സാധിക്കും. ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇതിന് 2 വേരിയൻസ് ആണ് പറയുന്നത്. ഒബീറ്റോയുടെ റൈറ്റ് ഐയും കക്കാഷിയുടെ ലെഫ്റ്റ് ഐയും. അതിൽ ഒബീറ്റോയുടെ റൈറ്റ് ഐ ഷോർട്ട് റേഞ്ച് കാമുയും കക്കാഷിയുടെ ലെഫ്റ്റ് ഐ ലോങ് റേഞ്ച് കാമുയി എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ എബിലിറ്റീസ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അതായത് ഒബീറ്റോയുടെ റൈറ്റ് ഐ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊരു ഷോർട്ട് റേഞ്ച് കാമുയിയാണ്. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റി സെൽഫ് ടെലിപ്പോർട്ടേഷൻ ആൻഡ് ഇൻടാഞ്ചിബിലിറ്റിയാണ്. അതെ, സ്വന്തം ബോഡി തന്നെ റാപ്പ് ചെയ്ത് കാമുയി ഡൈമെൻഷനിലേക്ക് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആകുവാൻ നമ്മുടെ ഒബീറ്റോയ്ക്ക് കഴിയും. ഈ ഒരു എബിലിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഒബീറ്റോ ആദ്യ ഫേസുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആരെങ്കിലും തന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ, ഏതെങ്കിലും വെപ്പൺസ് വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു ബോഡി പാർട്ട് മാത്രം ഒരു ആത്മാവ് കണക്ക്, അതായത് നമുക്ക് തൊടുവാൻ സാധിക്കില്ല, ആ ടൈമിലേക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒബീറ്റോയ്ക്ക് സാധിക്കും. ഇതിൻ്റെ ലിമിറ്റേഷനായി പറയുന്നത് എക്സ്ട്രീം ചക്ര കൺട്രോളും ഫോക്കസും ആണ് വേണ്ടതെന്ന്. പിന്നെ സ്ട്രെയിൻ ഓഫ് ദി ഐ, അത് ഏത് മാങ്കിഗ്യോ ഉപയോഗിച്ചാലും സ്ട്രെയിൻ കാണും. നേരെ മറിച്ച് നമ്മുടെ കക്കാഷിയുടെ ലെഫ്റ്റ് ഐ അല്ലെങ്കിൽ ലോങ് റേഞ്ച് കാമുയി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ പെയിന് നാറുട്ടോയുടെ കൊണോഹ വില്ലേജ് അറ്റാക്ക് ചെയ്ത സമയത്ത് വൺ ഓഫ് ദി പെയിൻസ് ഒരു മിസൈൽ വിടുന്നുണ്ട്. ഈ ഒരു മിസൈൽ കക്കാഷി പെട്ടെന്ന് തന്നെ അതിനെ നോക്കി വേറൊരു ഡൈമെൻഷനിലേക്ക് വിടുന്നില്ലേ, ആ ഒരു എബിലിറ്റി. അതായത് ടാർഗറ്റിനെ റാപ്പ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒബ്ജക്റ്റ് ആകാം, അത് ചിലപ്പോൾ ആൾക്കാരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ആകാം. ഇതിനെയെല്ലാം വേറൊരു ഡൈമെൻഷൻ എടുത്തു പറയുകയാണെങ്കിൽ കാമുയി ഡൈമെൻഷനിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ അങ്ങോട്ടേക്ക് ആക്കാനാവും. ഇതിൻ്റെ ലിമിറ്റേഷൻസ് സ്പെസിഫിക്കലി ടു കക്കാഷി പറയുകയാണെങ്കിൽ കക്കാഷി ഒരു ഉച്ചിഹ അല്ലാത്തോട്ട് തന്നെ മാങ്കിഗ്യോ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം നല്ലതായിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒബീറ്റോയുടെ ഷോർട്ട് റേഞ്ച് വേർഷനേക്കാളും ഭയങ്കര സ്ലോവറാണ് കക്കാഷിയുടെ ലോങ് റേഞ്ച്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി ടൈം എടുക്കും. ഒബീറ്റോയുടെ കാമുയുടെ പവേഴ്സ് സ്പെസിഫിക്കലി ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്പേസ് ടൈം ഫേസിങ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിലിറ്റി. അദ്ദേഹത്തിന് തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി പാർട്സ് കാമുയി ഡയമെൻഷനിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടെലിപ്പോർട്ടേഷൻ എന്നും വിളിക്കാൻ പറ്റും. അതായത് എൻ്റെ ബോഡി കാമുയി ഡയമെൻഷനിൽ വന്നിട്ട് പെട്ടെന്ന് റീഅപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്.
പിന്നെ ഇതൊരു ഡൈമെൻഷണൽ ഐസൊലേഷൻ തന്നെയാണ്. അതായത് കാമുയി ഡൈമെൻഷൻ വേറെ ഒരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒബീറ്റോയുടെ മാംഗെക്യോ ഉള്ളതുകൊണ്ടാണ് കക്കാഷിക്ക് പറ്റിയത്. ഒബീറ്റോയ്ക്ക് യുണീക്ലി പോസസ്ഡ് ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് മാംഗെക്യോ കിട്ടിയപ്പോൾ ഈ ഒരു കാമുയി ഡൈമെൻഷൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഐസൊലേഷൻ ആയിരിക്കും, ആർക്കും അക്സസിബിൾ അല്ല. ഒബീറ്റോയുടെ കാമുയിയുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം കാമുയിയുടെ ആക്ടിവേഷൻ ഡിലേ ആണ്. അതെ, ആ ഒരു സ്ലൈറ്റ് ടൈം ഗ്യാപ്പിനുള്ളിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ഒപ്പോണൻസ്, അതിൽ നമുക്ക് പറയാലോ യെല്ലോ ഫ്ലാഷ്, അല്ലെങ്കിൽ ഫോർത്ത് ഹൊക്കാഗെ ആയിട്ടുള്ള നമ്മുടെ മിനാട്ടോയും ഒബീറ്റോയും തമ്മിൽ ഫ്ലൈയിങ് റേജിൻ വെച്ചിട്ട് നമ്മുടെ ഒബീറ്റോനെ തോപ്പിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. സോ അങ്ങനത്തെയുള്ള ഒരു അറ്റാക്ക് ഒബീറ്റോയ്ക്ക് കൗണ്ടർ ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൈസൻസ് 8th ഗേറ്റ് വെച്ചാണ് ടൈജിറ്റ്സു അടിക്കുന്നതെങ്കിൽ ഒബീറ്റോ ഇച്ചിരി പാടുപെടുമെന്ന് തന്നെ പറയാം. സോ ഇതിൻ്റെ ഒരു വേരിയൻ്റ് രീതിയിൽ തന്നെ നമുക്ക് ലിമിറ്റഡ് ഡ്യൂറേഷനും പറയാൻ പറ്റും. അതും അതിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഒബീറ്റോയ്ക്ക് ആ ഒരു ഇൻടാഞ്ചിബിൾ വേർഷനായിട്ട് 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ലെന്നാണ് ഡേറ്റാ ബുക്ക് അനുസരിച്ച് പറയുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം വീണ്ടും പഴയ രീതിയിലായിരിക്കാം. പിന്നെ നല്ല രീതിയിലുള്ള വിഷൻ വേണം, ഐ സ്ട്രെയിൻ അതുകൊണ്ട് തന്നെ ഉണ്ടാകും. പിന്നെ ഷെയർഡ് ആയിട്ടുള്ള ഡൈമെൻഷൻ വീക്ക്നെസ് കാണും. അതായത് ഒബീറ്റോയുടെ കണ്ണ് തന്നെയാണല്ലോ കക്കാഷി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേറൊരു കാമുയി യൂസറുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരെ തന്നെ കാമുയി ഡൈമെൻഷനിലേക്ക് വിടുവാൻ സാധിക്കുമെന്നുള്ളത്. അതായത് ഒബീറ്റോനെ വേണമെങ്കിൽ കക്കാഷിക്ക് കാമുയിലേക്ക് വിടാം, അതേപോലെ തന്നെ കക്കാഷിനെ ഒബീറ്റോയ്ക്കും ഈ പറഞ്ഞ ഡൈമെൻഷനിലേക്ക് വിടുവാൻ സാധിക്കുന്നതാണ്. നാറൂട്ടോ സീരീസിൽ ഉടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാമുയി ഉപയോഗിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് ഒബീറ്റോ ഉച്ചിഹ, ഒറിജിനൽ വീൽഡർ, അല്ലെങ്കിൽ ബോത്ത് ഐസ് ഓഫ് ഡിഫറെൻറ്റ് ടൈംസ് എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ ഒബീറ്റോയുടെ കണ്ണ് കിട്ടിയിട്ടുള്ള ആ ഒരു കക്കാഷി ഹട്ടാക്കെ, ലെഫ്റ്റ് ഐ കാമുയി യൂസർ, ലോങ് റേഞ്ച് യൂസർ. മൂന്നാമത്തെ സാക്ഷാൽ മാദറ ഉച്ചിഹ. അതെ, കുറച്ച് ടൈമത്തേക്ക് കാമുയി, അതായത് ഒബീറ്റോയുടെ കണ്ണ് കിട്ടുന്ന ആ ഒരു വാറിൻ്റെ ടൈമിലേക്ക് മാദറയും ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നറുട്ടോ ഉസുമാക്കി ഒരു എക്സെപ്ഷണൽ കേസാണ്, അതായത് ടെമ്പററി ആയിട്ട്, അതായത് സാസ്കേനെ നമ്മൾ ആ ഒരു കാമുയി ഡൈമെൻഷനിൽ നിന്ന് റിട്രൈവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈമിലേക്ക് മാത്രം 6 പാത്ത് ചക്രം ഉപയോഗിച്ചിട്ട് നറൂട്ടോ അത് യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. കാമുയി നറൂട്ടോ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ മൊമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബീറ്റോ മാനിപ്പുലേറ്റ് ചെയ്യൂലോ 4th മിസുകാഗേനെ, പിന്നെ റസെങ്കൻ, അമട്ടറാസു ഇതിലെ പോലെയുള്ളതിനെ എല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് റാപ്പ് ചെയ്യും. അതായത് ഈ അറ്റാക്കിനെല്ലാം റാപ്പ് ചെയ്ത് വേറൊരു ഡൈമെൻഷനിലേക്ക് വിടുന്നുണ്ട് നമ്മുടെ ഒബീറ്റോ. പിന്നെ കക്കാഷി അക്കാട്സുക്കി മെമ്പറായിട്ടുള്ള ഡേഡറെ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോണിൽ നിന്നുണ്ടാകുന്ന എക്സ്പ്ലോസീവിനെയൊക്കെ വേറെ ഡൈമെൻഷനിലേക്ക് വിടുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ പെയിനുമായിട്ടുള്ളൊരു ഫൈറ്റ്. ആൻഡ് ഫൈനലി കക്കാഷിയും ഒബീറ്റോയും ഡ്യുവൽ ചെയ്യൂലോ കാമുയി ടെലിപ്പോർട്ടേഷൻ ആ കാഗുയി ആയിട്ടുള്ള ഫൈറ്റിൽ, അതും നമുക്ക് കണക്കാക്കാം. ഇനി ഓവറോൾ സമ്മറൈസ്ഡ് വേർഷനിലെ പവർ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എവറി നിൻജിറ്റ്സും ടൈജിറ്റ്സും ഇത് കവർ ചെയ്യും. അല്ലെങ്കിൽ അത്ര രീതിയിൽ സ്പീഡുള്ള ഒരാളായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൈസെൻസയുടെ 8th ഗേറ്റ് ആക്ടിവേഷനോ അല്ലെങ്കിൽ മിനാട്ടോയെ പോലെയുള്ളവർക്ക് മാത്രമേ പിന്നെയും ഒരു എക്സെപ്ഷണൽ കേസായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ശക്തി നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ സ്വന്തം വിധിയാൽ ബന്ധിക്കപ്പെടുന്നു. വിധി എന്ന സത്യത്തിനു മുന്നിൽ വഴങ്ങുന്നതുവരെ നിത്യതയെ വീണ്ടും അനുഭവിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഇത് കേവലം മിഥ്യാധാരണയുടെ ഒരു ഗെഞ്ചിറ്റ്സു അല്ല, ഇത് വിധിയുടെ തന്നെ കണ്ണാടിയാണ്. ശരീരത്തെ കൊല്ലാതെ അത് കീഴടങ്ങുന്നതുവരെ ആത്മാവിനെ തകർക്കുന്ന ഒരൊന്നൊന്നര ഫോർബിഡൻ ജുറ്റ്സു. അതെ, അഹങ്കാരം ഹൃദയത്തെ അന്ധമാക്കുമ്പോൾ, ശക്തി ആത്മാവിനെ ദുഷിപ്പിക്കുമ്പോൾ ഇത് ഉണർന്നു വരുന്നു. സ്വീകാര്യത മാത്രം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന അനന്തമായ ഒരു ലൂപ്പിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഉച്ചിഹ വംശത്താൽ നിർമ്മിതമാക്കപ്പെട്ടതാണിത്. എന്നാൽ ഇതൊരു ആയുധമല്ല, ഇത് വിധി തന്നെയാണ്. അനന്തതയുടെ ഒരു തടവറ. ഇവിടെ നിങ്ങളുടെ ശത്രു ഞാനല്ല, നീ തന്നെയാണ്. ഇസാനാഗി എന്ന അമർത്തതയുടെ റിയാലിറ്റി റീറൈറ്റിന്റെ ഒരേ ഒരു കൗണ്ടർ പാർട്ട്. ഇൻട്രൊഡ്യൂസിംഗ് ഇസാനാമി. ഓക്കെ ഫൈൻ, നറൂട്ടോ യൂണിവേഴ്സില് ഒരു ഒന്നൊന്നര കൗണ്ടർ ജുറ്റ്സു ആണ് ഇസാനാമി. അതെ, നമ്മുടെ ഇസാനാഗിയുടെ കൗണ്ടറാണ് ഇസാനാമി. ഇന്ന് നമ്മൾ ഇസാനാമിയുടെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒറിജിൻ, പവേഴ്സ്, എബിലിറ്റി, യൂസേഴ്സ്, പർപ്പസ്, എന്തൊക്കെ കൗണ്ടേഴ്സ് ഇതിനുണ്ടോ, അതുകൂടാതെ നാറൂട്ടോ വേൾഡിലെ ഇസാനാമിയുടെ ലെഗസിയും ഇമ്പാക്റ്റും എന്തായിരുന്നെന്ന്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൻ്റെ ഒറിജിൻ നോക്കാം. ഇസാനാമി ദ ഇൻഫിനിറ്റ് ലൂപ്പ് ഓഫ് ഫേറ്റ്. ഒന്ന്, ഇത് ഉത്ഭവിച്ചത് നമ്മുടെ ലെജൻഡറി ക്ലാൻ ആയിട്ടുള്ള ഉച്ചിഹ വംശത്തിൽ നിന്ന് തന്നെയാണ്. ഇത് ഏത് ടൈപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫോർബിഡൻ ഡൊജിറ്റ്സു ആണ്. അതായത് ഇതൊരു ഷരങ്കൻ ടെക്നിക്ക് തന്നെയാണല്ലോ. ഇത് ഒരു കൗണ്ടർ പാർട്ടാണ്. അതായത് ഇസാനാഗി എന്ന് പറയുന്ന റിയാലിറ്റി റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര ഫോർബിഡൻ ജുറ്റ്സു ആയിട്ടുള്ള ഇസാനാഗിക്ക് ഏക കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ജുറ്റ്സു ആണ്.
വിധിയെ തിരിച്ചെഴുതാൻ ദൈവത്തിന് മാത്രമല്ലേ കഴിയുള്ളൂ. ഒരാൾ അനുഭവിക്കേണ്ടതാണെങ്കിൽ അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ ഇതൊരു അഹങ്കാരിയുടെ കയ്യിലാണ് എത്തുന്നതെങ്കിൽ അത് ഭയങ്കര കുഴപ്പങ്ങളുണ്ടാക്കും. ഇതിനെ തുടർന്നാണ് ഇസാനാഗിയുടെ ഒരു കൗണ്ടറായിട്ട് ഇസാനാമി കണ്ടുപിടിച്ചത്. ഇസാനാമിൻ്റെ ഒരു സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ, ഇസാനാഗി യൂസ് ചെയ്യുന്ന ഒരാളെ അബ്യൂസ്, അതായത് അവർ പവർ അബ്യൂസ് ചെയ്യുവാണല്ലോ, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും ഇല്യൂഷനാക്കി മാറ്റുന്നു. ഇവരെ അതിൽ നിന്ന് മാറ്റി ഇതൊരു ട്രാപ്പ് പോലെ, ലൂപ്പ് പോലെ ഇട്ടുകൊണ്ടിരിക്കും. അതായത് ഇവരെ ഒറിജിനൽ ആയിട്ടുള്ള റിയാലിറ്റി അല്ലെങ്കിൽ വിധി സ്വീകരിക്കുന്നിടം വരെ ഇവരെ ഇസാനാമിയുടെ ട്രാപ്പിൽ അല്ലെങ്കിൽ ലൂപ്പിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. അറ്റ് ലാസ്റ്റ് ഇവർ സത്യം അല്ലെങ്കിൽ വിധി അംഗീകരിക്കേണ്ടത് തന്നെ വെക്കും. ഇനി നമുക്ക് ഇസാനാമിയുടെ നേച്ചർ ഓഫ് ദി ടെക്നിക്ക് നോക്കാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇസാനാമി ഒരു ഗെൻജുറ്റ്സു ആണ്. ഷാരിങ്കൻ ഉപയോഗിച്ചിട്ട് ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ എൻലെസ് ടൈം ലൂപ്പിൽ ട്രാപ്പ് ചെയ്യുന്നു. നാറൂട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് ഈ ഒരു ലൂപ്പ് ബേസ് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു ടച്ചിലോ അല്ലെങ്കിൽ ഒരു സൈറ്റിലോ അല്ലെങ്കിൽ ഒരു സൗണ്ടിലോ ഒക്കെ ആയിരിക്കും. ഒരാൾക്ക് വന്നു കഴിഞ്ഞിരുന്ന ആ ഒരു ടച്ചോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റോ അവർ റിയാലിറ്റി റീറൈറ്റ് വെച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ച് അതേ സാധനം തന്നെ നമുക്കൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ഓഫ് ടൈമിൽ ഇവരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഫൈനലി ഇവർക്ക് ഒരു തവണ മരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ്, സത്യത്തെ അംഗീകരിക്കുമെന്ന് പറയുമ്പം നമുക്ക് അവരെ ഈ ഒരു ഗെഞ്ചത്തിൽ നിന്ന് പുറത്താക്കുവാൻ പറ്റും. ഇതിലൊരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ഇസാനാഗി എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിയാലിറ്റീനെ ആൾട്ടർ ചെയ്യുന്നതാണെങ്കിൽ, അതായത് ഔട്ട്സൈഡ് വേൾഡിനെയും ഇത് ബാധിക്കുമല്ലോ ഇസാനാഗി, എന്നാൽ ഇസാനാമി ഔട്ട്സൈഡ് വേൾഡിനെ ബാധിക്കുകയില്ല. ഇത് പ്യൂർലി ഒരു മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രിസൺ എന്ന് തന്നെ പറയാം. സോ ഈ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നമുക്ക് മനസ്സിലായി കാണും. അതെ, ഒന്ന് എൻഡ്ലെസ് ടൈം ലൂപ്പ്. എത്ര നമ്മൾ ആ വിക്ടിം ഇങ്ങനെ റിലീവ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ ആ ലൂപ്പിൽ ഇട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറൊരു പവറായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി സെൽഫ്. അതെ, ഈ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് ഒരാൾ അക്സെപ്റ്റ് ചെയ്യണം ആ ഒരു റിയാലിറ്റി. എന്നാൽ അതായത് നമ്മൾ സെൽഫിലി അക്സെപ്റ്റ് ചെയ്യുകയാണ്, അതും ഇതിൻ്റെ ഒരു തരം പവറായിട്ട് നമുക്ക് കൊടുക്കാം. ഈ ഒരു സെൻസിൽ പറയുമ്പോൾ ഇസാനാമി ഒരു ആയുധമല്ല, മറിച്ച് ഒരു ടൂളാണ്. എന്തിന്? കറക്റ്റ് ചെയ്യാനും പണിഷ്മെൻറ്റിനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ. ഇത് പിന്നെ എന്തുകൊണ്ട് ഫോർബിഡൻ ജുറ്റ്സു ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കോസ്റ്റ് ഉണ്ട്. ഇസാനാഗിയെ പോലെ തന്നെ ഇസാനാമിയും ഒരു കണ്ണ്, അതായത് അന്യായ ബ്ലൈൻഡ്നെസ് പെർമനൻ്റ്ലി ബാധിക്കാവുന്ന ആ ഒരു സംഭവം വരും. ഷാരിങ്കൻ പെർമനൻ്റ്ലി ബ്ലൈൻഡ് ആയി പോകാനാണെന്നാണ് നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫോർബിഡൻ ആക്കിയത്. അതായത് ഒരാൾ ഇസാനാഗി യൂസ് ചെയ്താൽ മാത്രം കൗണ്ടറായിട്ട് ഇസാനാമി യൂസ് ചെയ്താൽ മതിയല്ലോ. ഇസാനാഗി ഇപ്പോൾ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കത്തില്ല, അതും ഫോർബിഡൻ ആണ്. സോ ആ രീതിയിൽ അത് ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും. ഇനി നമുക്ക് ഇസാനാമി യൂസ് ചെയ്തിട്ടുള്ള നോൺ ആയിട്ടുള്ള യൂസേഴ്സ് ആകെ എൻറ്റയർ ഹിസ്റ്ററിയിൽ എൻ്റെ രീതിയിൽ നമ്മളെ കാണിച്ചിട്ടുള്ള ഒരേ ഒരാളാണ് ഇറ്റാച്ചി ഉച്ചിഹ. ഇറ്റാച്ചി ഉച്ചിഹ ഈസ് ദ ഓൺലി കൺഫേംഡ് യൂസർ ഷോൺ ഇൻ ദ സീരീസ് എന്ന് വേണേൽ പറയാം. നമ്മുടെ 4th ഗ്രേറ്റ് നിഞ്ച വാറിൻ്റെ സമയത്ത് കബൂട്ടോനെ ഇറ്റാച്ചി ഈ ഒരു ഇസാനാമിയിൽ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവൻ അത്രയും കാര്യങ്ങളും അരഗൻസും ആംബിഷനും എല്ലാം കാണിച്ചിട്ട് ഇസാനാമി ഉപയോഗിച്ച് നമ്മുടെ ഇറ്റാച്ചി അവനെ അവൻ്റെ തന്നെ ആക്ഷൻസിൻ്റെ ഉള്ളിൽ അവനെ തന്നെ കൊണ്ട് കൺഫ്രണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അവൻ്റെ ട്രൂ സെൽഫ്. ഇങ്ങനെ ഇസാനാമി ഉപയോഗിച്ച് ഇറ്റാച്ചി കബൂട്ടോനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയായിരുന്നു. എന്തിന്? റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്ത് എഡോ ടെൻസൈനെ അൺഡു ചെയ്യാൻ വേണ്ടിയും ബാക്കിയുള്ളവരുടെ എല്ലാം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയും. വേറെ മെമ്പേഴ്സ് എന്ന് പറയാൻ തക്കെ ഒന്നുമില്ല. ഉച്ചിഹാസ് തിയററ്റിക്കലി എന്ന് മാത്രം പറയാം, കാരണം കുറച്ച് പേരെ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. പെർമനന്റ് ലോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെന്തെങ്കിലും വീക്ക്നെസ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ, ഉപയോഗിക്കുന്ന ആളുടെ കൈയുടെ ആ ഒരു കാഴ്ച നഷ്ടപ്പെടും, പെർമനന്റ് ഐ ലോസ് തന്നെയാണ്. 2, ഇതൊരു കോമ്പാക്റ്റ് ടെക്നിക്ക് അല്ല. അതായത് ഇസാനാമിക്ക് ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല, ഫിസിക്കലി ഹാം ചെയ്യാനോ പറ്റത്തില്ല. ഓൺലി മൈൻഡിനെ സ്പിരിച്വൽ രീതിയിൽ അല്ലെങ്കിൽ മൈൻഡിനെ ഒന്ന് ഡിസോർഡർ ആക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും, കാരണം മൈൻഡിൽ ഇത് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇതിന് ചെയ്യണമെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ടൈമും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഈ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് സെൻസറി എക്സ്പീരിയൻസ് വെച്ചാണ്, ആര്? വിക്ടിമിൻ്റെ. സോ അതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം ഇതൊരു കാസ്റ്റ് ചെയ്യാൻ. ഇതറിയാത്ത ഒരാളാണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. നാറുട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആക്സെപ്റ്റ്, അതായത് റിയാലിറ്റീനെ ട്രൂത്ത് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇതിനൊരു കൗണ്ടറായിട്ട് ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇമ്പാക്റ്റ് ഓൺ ലെഗസി ഇൻ നാറുട്ടോ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഫിലോസഫിക്കൽ ഇമ്പാക്റ്റ് തന്നെ ആദ്യം നോക്കാം. അതെ, ഇസാനാമി റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ ഉച്ചിഹയുടെ സ്ട്രഗിള് സത്യത്തിൻ്റെയും അറഗൻസിൻ്റെ ഒരു പേരിൽ തന്നെയാണെന്ന് തന്നെ പറയാം. അതായത് ഒരു ടൈപ്പുള്ള ഈ ഉച്ചിഹാസ് ഇത് വെച്ച്, അതായത് ഇസാനാഗി ഉപയോഗിച്ച് റിയാലിറ്റീനെ റീറൈറ്റ് ചെയ്യുമ്പോൾ അതിനെ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ഉച്ചിഹാസ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ന്യായധർമ്മ ബോധത്തെയാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. 2, പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് ആണ്. ഇറ്റാച്ചി ഇസാനാമി ഉപയോഗിച്ചിട്ട് 4th ഗ്രേറ്റ് നിഞ്ച വാറിൻ്റെ ഒരു വലിയ പിവട്ടൽ പോയിന്റ് ആണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതും എഡോ ടെൻസൈ ക്യാൻസലേഷൻ എന്ന് പറയുന്ന ആ ഒരു 1.5 സാധനം.
ഇറ്റാച്ചി അവിടെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം എന്താ അവസ്ഥയാവുമായിരുന്നെന്ന്. ഇനി മൂന്നാമത്തെ ക്ലാൻ ബാലൻസ്. അതെ, ഉച്ചിഹയുടെ തന്നെ പകുതി പേർക്ക് സെൽഫ് അവെയർനെസ് ഉണ്ട്, ബാക്കിയുള്ളവർക്കില്ല. ആ ഒരു മിഥ്യാധാരണകളെല്ലാം മാറ്റിയിട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ ഇവനെ ശിക്ഷിക്കാൻ മാത്രം, റിയാലിറ്റീനെ റീറൈറ്റ് ചെയ്താൽ പോലും ഇവനെ വേറൊരു ഗെഞ്ചിറ്റ്സുവിലിട്ട് അടപ്പെടുത്തുവാനുള്ള പവർ എൻ്റെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യവും ഇവർക്കുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇസാനാമിയെ പറ്റി എൻ്റെ നാറൂട്ടോ വേൾഡിൽ പറയാൻ പറ്റുന്നത്. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ വൺ ഫൈനൽ വേർഡ്, ഇസാനാമി ഈസ് ലെസ് എ വെപ്പൺ ആൻഡ് മോർ എ സ്പിരിച്വൽ മിറർ. എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഷിനോബി വേദനയെ ഉപയോഗിച്ചു എന്തിന്? ഡിസ്ട്രോയ് ചെയ്യാനല്ല, പക്ഷെ പഠിപ്പിക്കുവാനും ഗൈഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. സാക്ഷാൽ യമൻ എന്ന മരണത്തെ പോലും ഓവർ പവർ ചെയ്യുന്ന, യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന, മായ തന്നെ സത്യമായി മാറുന്ന വിലക്കപ്പെട്ട സ്വപ്നം. മനുഷ്യർക്ക് മരണം കേവലം യാഥാർത്ഥ്യമാണെങ്കിൽ ഉച്ചിഹ വംശത്തിലുള്ളവർക്ക് അത് മാറ്റിയെഴുതുന്ന ഒരു നുണ മാത്രമാണ്. അതെ, വിധി പോലും അതിൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങിയെടുക്കുന്ന കണ്ണിൻ്റെ ആ ഒരു അജ്ഞാത ശക്തി. ഇത് അന്ധതയിൽ വില നൽകപ്പെട്ട ദൈവത്തിൻ്റെ തന്ത്രം തന്നെയാണ്. ദേവന്മാർക്ക് പോലും യാഥാർത്ഥ്യത്തെ തിരുത്തിയെഴുതുവാൻ സാധിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഉച്ചിഹ വംശത്തിലുള്ളവർ അതിന് ശ്രമിക്കുവാൻ ധൈര്യപ്പെടുന്നു. അത്തരമൊരു ജുത്സുവാണിത്. അഹങ്കാരത്തിൽ നിന്ന് ജനിച്ചാൽ ത്യാഗത്താൽ മുദ്രയിട്ട ഒരു ഒന്നൊന്നര ജുത്സു. വിധി മരണം പ്രാപിക്കുമ്പോൾ ആ കണ്ണ് വിധിയെ വെല്ലുവിളിക്കുന്നു. ഒരൊറ്റ നോട്ടം കൊണ്ട് അവസാനങ്ങളെ മായ്ച്ചു കളയുകയും പുതിയ തുടക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന, യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റി എഴുതുന്ന വിലക്കപ്പെട്ട ഗെഞ്ചുത്സുവായ ഇസാനഗി. ഓക്കെ ഫൈൻ, ഇസാനഗി അല്ലെങ്കിൽ ദ ഫോർബിഡൻ ഐ ദാറ്റ് ബെൻഡ്സ് റിയാലിറ്റി എന്ന് തന്നെ പറയാം. റിയാലിറ്റിനെ പോലും വളയ്ക്കുവാൻ തെത്തുന്ന ആ ഒരു ഡൊജിറ്റ്സു ഐ ജുത്സുവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. അതെ, ആദ്യം തന്നെ അതിൻ്റെ മിത്തോളജിക്കൽ റൂട്ട്സും ക്രിയേഷനും എന്താണെന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് നാറൂട്ടോ വേൾഡിൽ ഇതിനെ ഏത് നേച്ചർ ഓഫ് ജുത്സു ആണെന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് ഇസാനഗി എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്, പിന്നെ ആരൊക്കെ ഇത് മെയിൻലി യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ കൗണ്ടേഴ്സും വീക്ക്നെസ്സും എന്തൊക്കെയാണ്, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോബാക്സ് ഉണ്ടോ, ഇതെന്താണ് നാറൂട്ടോ വേൾഡിൽ സിംബോളിസം ചെയ്യുന്നത്, ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ മിത്തോളജിക്കൽ റൂട്ട്സ് ആൻഡ് ക്രിയേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഒറിജിൻ, ആ ഒരു പേര് ഇസാനഗി എന്ന് പറയുന്ന ആ ഒരു പേര് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇസാനഗി നോ മിക്കോട്ടോ എന്ന് പറയുന്ന ഒരു ഷിൻഡോ റിലീജിയനിലുള്ള ദേവന്റെ പേരിലാണ്. ഇദ്ദേഹം അണ്ടർവേൾഡിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി റിയാലിറ്റിനെ തന്നെ തിരുത്തി എഴുതി. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ പേരായിട്ടുള്ള ഇസാനഗി നോ മിക്കോട്ടോയിൽ നിന്ന് ഇസാനഗി എന്ന് പറയുന്ന പേര് തന്നെ രൂപാന്തരപ്പെട്ടത്. ഇനി ഇത് നാറൂട്ടോയുടെ വേർഷനിൽ കൊണ്ടുവരുമ്പം സെയിം സാധനം തന്നെ. അവിടെ ഷിൻഡോ റിലീജിയൻ്റെ അതേ കാര്യങ്ങളാണ് ഇവിടെയും മിറർ ചെയ്യുന്നത്. ഇസാനഗി ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്ക് ആ ഒരു റിയാലിറ്റീനെ മാറ്റി എഴുതുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു മരണത്തെ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സഫറിങ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ഇല്യൂഷൻ ആയിരുന്നു എന്ന് തന്നെ എഴുതിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റീനെ മാറ്റി അവരുടെ ഒരു ഇല്യൂഷൻ്റെ ഒക്കെ ഏറ്റവും അങ്ങേറ്റം എന്ന് പറയല്ലേ, ആ ഒരു സെറ്റപ്പ്. ആകെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇല്യൂഷൻ അല്ല, അവർക്കിഷ്ടമുള്ള റിയാലിറ്റി സത്യത്തെ മാറ്റി അല്ലെ വിധിയെ വളച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനെ നാറൂട്ടോ വേൾഡിൽ ക്രിയേറ്റ് ചെയ്തത് സേജ് ഓഫ് സിക്സ് പാത്ത് അല്ലെങ്കിൽ ഹാഗറോമോ ഓട്സുസുക്കിയാണ്. അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ പ്യൂറസ്റ്റ് ഫോമിൽ ഇസാനഗി യൂസ് ചെയ്തിട്ടുള്ളതും. അദ്ദേഹം ഇത് യൂസ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും, പിന്നെ 10 ടൈൽസിൻ്റെ ചക്ര 9 ഡിഫറെൻറ്റ് ടൈൽഡ് ബീസ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്യാൻ നേരത്തൊക്കെയാണ് അദ്ദേഹം മെയിൻലി ഈ ജുത്സു ഉപയോഗിച്ചത്. കാലാന്തരങ്ങളിൽ ഉച്ചിഹ വംശത്തിനുള്ളവരുടെ കറപ്ഷൻ നിമിത്തം ഈ ഒരു ഡിവൈൻ എബിലിറ്റി അവരുടെ ഒരു ബാറ്റിൽ ഫീൽഡ് വെപ്പൺ തന്നെ ആക്കി അവർ മാറ്റി. ഇനി നമുക്ക് ഈ നേച്ചർ ഓഫ് ദി ജുത്സു നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഡൊജിറ്റ്സു ഗെഞ്ചിറ്റ്സുവിനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഗെഞ്ചിറ്റ്സുവിനെ പോലെ ബാക്കിയുള്ള ആരിലേക്ക് കാസ്റ്റ് ചെയ്യല്ല, റിയാലിറ്റീനെ തന്നെയാണ് ഇത് കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് പിന്നെ ഒരു കിൻജുത്സു രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർബിഡൻ ടെക്നിക്ക്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഉച്ചിഹ ക്ലാനിലുള്ളവരുടെ ഇടയിൽ പോലും ഇത് ബാനാണ് ഇതിൻ്റെ മിസ്യൂസ് കാരണം. ഇനി ഇസാനഗി എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് ആക്ടിവേഷൻ. അതിന് ഒരു ഷറിംഗൻ ഐ നിങ്ങൾക്ക് വേണ്ടണം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡൊജിറ്റ്സു ടെക്നിക്കാണ്, ഒരു ജുത്സു ആണെങ്കിൽ കൂടി. സോ ഇതിന് വേണ്ടി വരുന്ന കണ്ണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷറിംഗൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഷറിംഗൻ ഐ വേണം. ആ കണ്ണിൻ്റെ ഗെഞ്ചിറ്റ്സു പവറിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ സ്റ്റേജ് 2 സത്യം പറഞ്ഞാൽ എക്സ്ട്രീംലി ഷോർട്ടാണ്, ടിപ്പിക്കലി ഫ്യൂ സെക്കൻഡ്സ് എന്ന് തന്നെ പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് എന്ന് പറഞ്ഞല്ലോ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള യൂസർ വേണം. നാറൂട്ടോ എൻ്റയർ സീരീസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ ഹാഷിറാമ സെൽസ് ഉള്ളതുകൊണ്ട് മാത്രം ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ
എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. സോ ആദ്യം അത് ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഡ്യൂറേഷനുള്ള ടൈം കുറച്ച് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും വൂണ്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും വലിയ രീതിയിൽ നമ്മുടെ ഡെത്ത് ലൈക്ക് സിറ്റുവേഷൻ വന്നുണ്ടോ അതെല്ലാം ഇല്യൂഷൻ ആവും. അതായത് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാവും നമ്മുടെ സർവൈവൽ ഒന്നും പറ്റാതെ, അതായത് നമുക്ക് എന്താണ് ആവശ്യം അത്തരമൊരു റിയാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. ബട്ട് അതൊരു ഇല്യൂഷൻ ആയിരിക്കേയില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കഴുത്തി വെച്ചൊന്ന് കുത്തിയെന്ന് വെച്ചോ, നമ്മൾ ഡൈ ചെയ്യുന്നതിന് പകരം ആ ഒരു കത്തിക്കുത്ത് ഉണ്ടായിട്ടില്ലാത്ത പോലത്തെ ഒരു നെവർ ഹാപ്പൻഡ് റിയാലിറ്റിയിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആക്ടിവേഷൻ തൊട്ട് എഫക്റ്റ് വരെ ഉണ്ടാകുന്ന 3 സ്റ്റേജുകൾ. ഇസാനഗിയുടെ മെയിൻ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, റിയാലിറ്റി റിയറൈറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഏത് ഡിഫീറ്റിനെ വേണമെങ്കിലും അത് ഇല്യൂഷനാക്കി മാറ്റിയിട്ട് വിക്ടറിനെ സത്യമാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ടെമ്പററി ആയിട്ടുള്ള ഇമ്മോർട്ടാലിറ്റിയാണ്. അതായത് യൂസർക്ക് മരിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ എപ്പോഴും അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. എന്നിട്ട് റിയാലിറ്റി മാറ്റി ചെയ്യുമ്പോൾ ഇവർക്ക് ഇമ്മോർട്ടൽ എന്ന് പറയുന്നൊരു പവർ കൂടെ ഗെയിൻ ചെയ്യുമല്ലേ. സോ ഒരു ടെമ്പററി ഇമ്മോർട്ടാലിറ്റിയും ഈ ഒരു പവർ ഗെയിൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ബാറ്റിൽ ഫീൽഡ് ട്രിക്കറിയാണ്. അതെ, ഫെയ്റ്റ് ഡെത്ത് ചെയ്ത് ആൾക്കാരെ എനിമീസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിമി എത്ര വലിയ റിസ്കി മൂവ്സ് എടുത്താലും നമുക്ക് അത് ചലിപ്പിക്കുവാൻ പറ്റുന്ന തരത്തിൽ, അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു എനർജി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഏറ്റവും വലിയ അറ്റാക്ക് പോലും നമുക്ക് വെറും ധൂളിക്ക് സമമായിരിക്കും. ഇനി നമുക്ക് ഇസാനഗിയുടെ നോൺ യൂസേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഹോഗറോമോ ഔട്ട്സുക്കി, സെയ്ജ് ഓഫ് സിക്സ് പാത്ത്, ദ ഒറിജിനേറ്റർ എന്ന് തന്നെ പറയാം. ആദ്യം ഇസാനഗി ക്രിയേഷന് വേണ്ടി ഉപയോഗിച്ചു, റിയാലിറ്റിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു, ലാൻഡ്സ്കേപ്പ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു, 10 ടൈൽസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഇദ്ദേഹം ഈ ഒരു ഇസാനഗിനെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഡിവൈൻ എന്നാണ്, നോട്ട് കറപ്റ്റ് ഓർ ബ്ലൈൻഡ്നെസ്. രണ്ടാമത്തേത് ഉച്ചിഹ ക്ലാനിലാണ്. വാറിംഗ് സ്റ്റേറ്റ്സ് എറ എന്ന് പറയുന്ന ആ ഒരു സമയത്തിൽ ഇഷ്ടം പോലെ ഉച്ചിഹാസ് ഇസാനഗി യൂസ് ചെയ്തിട്ടുണ്ട്, വാറിൻ്റെ ക്ലാൻ വാർസിൻ്റെ ഇടയ്ക്കും സെഞ്ചുവിനെതിരെ. ഇതുകൊണ്ട് തന്നെയാണ് ഉച്ചിഹ ക്ലാനിനെ വിർച്വലി അൺകില്ലബിൾ ഇൻ കോമ്പാക്ട് എന്ന് പറയുന്ന ആ ഒരു പട്ടപ്പേര് ലഭ്യമാകുവാൻ സാധിച്ചത്. പിന്നെ ഇവർ തന്നെ ഇത് കുറയ്ക്കുവാൻ കാരണം ബാങ്കിക്ക് ഷെറിംഗം പോലെ തന്നെ ഇത് ഓവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ്നെസ്, മാസ്സായിട്ടുള്ള ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. ഓഗറോമ ഔട്ട്സുച്ചിക്ക് മാത്രമേ ഉള്ളൂ ഇസാനഗി ഉപയോഗിച്ചിട്ട് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നതിൻ്റെ ഒരു നേരിയ പോലും ഒരു കാഴ്ചക്കുറവ് അനുഭവപ്പെടാത്ത ഒരാൾ. ബാക്കി എല്ലാ ഉച്ചിഹാസും എല്ലാവരും തന്നെ മാസ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ EMS വേണം, അല്ല എറ്റേണൽ ബാങ്കിക്ക് ഷെറിങ്ങിന് ആ ഒരു രീതിയിലുള്ള സെറ്റപ്പ് വേണം. ഇതിനെ തുടർന്നും കൂടിയാണ് ക്ലാൻ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇസാനഗിനെ ഒരു ഫോർബിഡൻ ജുത്സു ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ക്ലാനിൻ്റെ ഉള്ളിൽ തന്നെ. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഡാൻസോ ഷീമുറയാണ്. ഉച്ചിഹ അല്ല, പക്ഷേ 10ൽ പരം ഷറിംഗൺ ഉച്ചിഹ മസ്കാരയ്ക്ക് ശേഷം അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആമിലേക്ക് ഒറോച്ചിമാരുടെ ഹെൽപ്പും നമ്മുടെ ഹാഷറാമ സെൽസും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഷറിംഗണും ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇസാനഗി സീക്വൻഷ്യലി യൂസ് ചെയ്യുമായിരുന്നു. അതായത് സാസ്കയ്ക്കെതിരെയുള്ള ഫൈറ്റിലാണ് ഇസാനഗി സീക്വൻഷ്യലി അവൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവൻച്വലി കില്ലാകപ്പെട്ടു. നറുട്ടോ ഡേറ്റ ബുക്കിൽ ഡാൻസോ ഇതിന് കാരണമാക്കി പറയുന്നത് ഐ കൗണ്ട് റാൻ ഔട്ട് ആയെന്നാണ്. അതായത് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഹാഷറാമ സെൽസിന് ഒരു പരിധി വരെയില്ലേ, അതിൻ്റെ അപ്പുറം പോയതുകൊണ്ടാണ് ഡാൻസോയ്ക്ക് സാധിക്കുവാൻ പറ്റാഞ്ഞെന്നും പറയുന്നുണ്ട്. അടുത്തയാളും ഒബിറ്റോ ഉച്ചിഹയാണ്. യെസ്, ഇസാനഗി മാസ്റ്റർ ചെയ്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് ഹാഷറാമ സെൽസ് കൊണ്ട് എൻഹാൻസ് ചെയ്യപ്പെട്ട ഒബിറ്റോ ഉച്ചിഹ മാത്രമാണ്. അതെ, കൊണാനായിട്ടുള്ള ഫൈറ്റിൽ 600 ബില്യൺ പേപ്പർ ബോംസിനെ അദ്ദേഹം വെറും ഇതാക്കി മാറ്റിയത് ഈ പറഞ്ഞ ഇസാനഗി ഉപയോഗിച്ച് തന്നെയാണ്. അവിടെ തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് 5 മിനിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇസാനഗി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ ഒബിറ്റോയ്ക്ക്. അപ്പോൾ അതൊരു ഉച്ചിഹയ്ക്ക് ഇതുവരെ പറ്റാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹമാണ് ഇത്രയും ടൈം അത് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് അദ്ദേഹത്തിൻ്റെ വേർഷൻ മാത്രമോ നമുക്കിതിൻ്റെ ഫുൾ ടെറിഫൈങ് പൊട്ടൻഷ്യൽ ഇത്രയെങ്കിലും രീതിയിൽ കാണിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ഇസാനഗിയുടെ മെയിൻ ആയിട്ടുള്ള കൗണ്ടേഴ്സ് ആൻഡ് വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ടൈം ലിമിറ്റ് ആണ്. അതെ, ഇമ്മോർട്ടൽ ആകുവാൻ കുറച്ച് സമയത്തേക്ക് മാത്രമേ പറ്റുള്ളൂ, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുവാനും പറ്റില്ല. രണ്ടാമത്തെ ഐ ലിമിറ്റ് ആണ്. അതെ, ബ്ലൈൻഡ് ആകാനുള്ള ചാൻസ് എന്നല്ല 100% ഉറപ്പ് തന്നെയാണ്. പിന്നെ നോളജ് അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇസാനഗി എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്ന ഒരാൾക്ക് അതിനെ എക്സിസ്റ്റ് ചെയ്തിട്ട് അതിനെ തിരിച്ചടിക്കാനോ എന്തെങ്കിലും കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ അത്രയും ജുത്സു ക്രിയേറ്റ് ചെയ്യാനോ പറ്റും. അല്ലാത്തൊരാൾക്കാണ് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സെറ്റപ്പായിട്ട് തോന്നുന്നത്. അടുത്ത കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇസാനമിയാണ്. അതെ, ഇതിൻ്റെ തന്നെ ഒരു കൗണ്ടർ ടെക്നിക്കായിട്ട് ഉച്ചിഹ തന്നെ കണ്ടുപിടിച്ചതാണ് ഇസാനബി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസാനഗി ആയിട്ടുള്ള അബ്യൂസർക്ക് അവരെ തന്നെ ഒരു ലൂപ്പിലിടും. അതായത് അവരെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന വരെ അവരെ ആ ലൂപ്പിലിട്ടിട്ട് അവരെ ആ ഒരു എൻലെസ് സൈക്കിൾ ഓഫ് ഡിനയലിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു തരം ടെക്നിക്കാണ് ഇസാനബി. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കൗണ്ടേഴ്സ് ആൻഡ് വീക്ക്നെസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ഫൈനലി നാറൂട്ടോ വേൾഡിൽ ഇതിൻ്റെ സിംബോളിസവും റൂൾസും എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉച്ചിഹ ഇസാനഗി റിയാലിറ്റീനെ റിജക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രാസ്റ്റ് ആണ്, ഐഡിയൽസിന് കോൺട്രാസ്റ്റ് ആണ്.
അതായത് നാറൂട്ടോ എന്ന് പറയുന്ന സീരീസിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള നാറൂട്ടോ തന്നെ എംബോഡിഫൈ ചെയ്യുന്നത് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാനാണ്. എത്ര പെയിൻഫുൾ ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ പ്ലോട്ട് നമുക്കറിയാലോ. ആ ഒരു ലെഗസി രീതിയിൽ പറയുകയാണെങ്കിൽ ഡാൻസോയുടെ ഡെത്ത് ഇസാനഗിനെയും സാസ്കയ്ക്കും ആ ഒരു ട്രൂത്ത് റിവീലേഷൻ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഒബീറ്റോയുടെ ഇമ്പാക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ. കൊനാനുമായിട്ടുള്ള ഫൈറ്റിൻ്റെ എതിരെ കാണിച്ചിട്ട് തന്നിട്ടുണ്ട് ഇസാനഗിയുടെ ഫുൾ പൊട്ടൻഷ്യൽ. ആൻഡ് ഫൈനലി നമ്മുടെ ഉച്ചിഹാസിൻ്റെ ഡൗൺഫോൾ ആയിട്ടും ഇതിൻ്റെ ലെഗസീനെ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതിൻ്റെ കറപ്ഷൻ തന്നെയാണല്ലോ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചിഹാസിൻ്റെ ഡൗൺഫോളിലും. എപ്പോഴും പവറിനെ വിധിയുടെ മണ്ടയിൽ കയറ്റി അല്ലെങ്കിൽ വിധിയെ തുളച്ചു കയറുന്ന ശക്തി അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുവാൻ തുടങ്ങി. ഏതൊക്കെ പ്രോസസ്സിലൂടെ പോയാലും അവർക്ക് പവർ മതി എന്നുള്ളൊരു സെറ്റപ്പ് വരെ എത്തി. ഒരു ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ജനിച്ചതും ശാശ്വതമായ വെറുപ്പാൽ ജ്വലിക്കപ്പെട്ടതും വറ്റിപ്പോയ കരുണയുടെ കറുത്ത ജ്വാലയാണിത്. അതെ, ശാപത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്ന രാത്രിയേക്കാൾ ഇരുണ്ട ജ്വാലകൾ, സൂര്യനേക്കാൾ ചൂടുള്ളവ, വിധിയെ തന്നെ വിഴുങ്ങുന്ന ഒരു അന്യായ തീജ്വാല. അത് മിന്നി മറയുന്നുമില്ല, മങ്ങുന്നുമില്ല, ചാരം പോലും അവശേഷിക്കാതെ സ്പർശിക്കുന്നതെല്ലാം വിഴുങ്ങുകയും ചെയ്യുന്നു. കാലം പോലും അതിനെ ഭയപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. ദൈവങ്ങളാൽ ശപിക്കപ്പെട്ടതും ദുഃഖത്തിൽ നിന്ന് ജനിച്ചതും പ്രതികാരത്താൽ രൂപപ്പെട്ടതുമായ ഒരു തീജ്വാല കണ്ണുകളിൽ നിന്ന് ചോരയൊലിക്കുകയും ലോകം വെറുക്കുകയും ചെയ്യുമ്പോൾ കരുണയില്ലാത്ത ഒരു അഗ്നി ജനിക്കുന്നു. ഗോഡ് ഓഫ് ഗെൻജിറ്റ്സു എന്ന അപരനാമത്തിലുള്ള ഇറ്റാച്ചി ഉച്ചിഹ ഇതിനെ അഭിസംബോധന ചെയ്തത് അമട്ടറാസു എന്നാണ്. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നാറുട്ടോ യൂണിവേഴ്സിലെ അമട്ടറാസു എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അതെ, ദ ബ്ലാക്ക് ഫ്ലെയിംസ് ഓഫ് ദി സൺ. ഇതിൻ്റെ ഒറിജിൻ ആൻഡ് കഥകൾ പറയുകയാണെങ്കിൽ ഒറിജിനലി ഈ അമട്ടറാസു എന്ന് പറയുന്നത് ഷിൻഡോ റിലീജിയനിലുള്ള സൺ ഗോഡസിൻ്റെ പേരാണ്. ടൈപ്പ് ഓഫ് ജപ്പാൻ മിത്തോളജി എന്ന് തന്നെ പറയാം. നാറൂട്ടോ വേൾഡിൽ ഇത്, അതായത് അമട്ടറാസു റെപ്രസെന്റ് ചെയ്യുന്നത് സ്പിരിച്വൽ ഫയറിനെയാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ മാംഗക്യൂ ഷെരിംഗൺ ഉപയോഗിക്കുന്ന ഒരാളുടെ ലെഫ്റ്റ് ഐയിൽ നിന്ന് അവർ വിചാരിക്കുമ്പോൾ വരുന്ന ഒരു തരം മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഫയർ സ്റ്റൈൽ ടെക്നിക്കാണ് ഈ പറഞ്ഞ അമട്ടറാസു. അതെ, ഇതൊരു ഫയർ സ്റ്റൈൽ ടെക്നിക്ക് തന്നെയാണ്. എന്നാൽ സാസ്കെ തൻ്റെ റൈറ്റ് ആയതുകൊണ്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഇതിനെ ബ്ലേസ് റിലീസ് എന്നും വിളിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഉച്ചിഹ ക്ലാനിൽ കണ്ടുവരുന്ന ഷെരിംഗൻ അവയ്ക്ക് ചെയ്ത് മാംഗക്യൂ ഷെരിംഗൻ എന്ന് പറയുന്ന ടോപ്പ് ടയർ ഷെരിംഗൻ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ടോപ്പ് ടയർ ഫസ്റ്റ് ലെവലായിട്ടുള്ള ഒരു ഫയർ ടെക്നിക്കാണ് ഈ പറഞ്ഞ അമട്ടറാസു. അമട്ടറാസിൻ്റെ എബിലിറ്റീസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ അൺക്വെഞ്ചബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഫ്ലെയിംസ് ആണ്. അതെ, എന്തിനേയും ഇരയാക്കുന്ന, എന്തിനേയും ചുട്ടു ഭസ്മമാക്കുന്ന ആ ഒരു തീജ്വാലയായിട്ടുള്ള അഗ്നി. ആ ഒരു അഗ്നി അവിടെ ഇഗ്നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വെള്ളത്താലോ അല്ലെങ്കിൽ വിൻഡിനാലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സീലിംഗ് ടെക്നിക്സിലാലും ഇത് അണയ്ക്കുവാൻ സാധിക്കുകയില്ല. ഇറ്റാച്ചിയുടെ കഥകൾ അനുസരിച്ച് പറയുന്നത് 7 രാവും പകലും ഒരുപോലെ നിന്ന് കത്തിജ്വലിക്കുന്ന തീനാളമാണ് അമട്ടറാസു എന്നാണ്. അമട്ടറാസു ഒരു ചക്ര ബേസ്ഡ് ടാർഗറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. യൂസറിൻ്റെ വിഷൻ എവിടെയാണോ ലോക്ക് ആക്കിയിരിക്കുന്നത് അവിടെ ഓട്ടോമാറ്റിക്കലി ടാർഗറ്റ് ചെയ്തിട്ട് ആ ഫ്ലെയിം അവിടെ ഇഗ്നൈറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അസഹനീയമായിട്ടുള്ള അന്യായ ചൂടാണ്. അവർ റിലേറ്റ് ചെയ്യുന്നത് ഒരു കത്തിജ്വലിക്കുന്ന സൂര്യനുമായിട്ടാണ് അമട്ടറാസു. അതായത് നോർമൽ ഫയർ പോലെയല്ല, അതിൻ്റെയൊക്കെ ഒരു 100,000x ആയിട്ട് വരും ഈ അമട്ടറാസു. പിന്നെ ഇറ്റാച്ചിയുടെ കേസിലല്ല, സാസ്കയുടെ കേസിൽ നമ്മുടെ സാസ്കി ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെപ്പൺ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തൻ്റെ വില്ലിനനുസരിച്ച് ഇതിൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ ഷേപ്പൊക്കെ മാറ്റി അതിനെ എക്സ്റ്റിങ്യൂഷ് ചെയ്യാനും സാസ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റാച്ചിയുടെ രീതിയിൽ നമ്മളത് കണ്ടിട്ടില്ല. അമട്ടറാസുവിൻ്റെ വീക്ക്നെസ്സും ഡ്രോബാക്സും ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ, ഒന്ന് മാംഗക്യോ സ്ട്രെയിൻ. അതെ, ഇത് യൂസ് ചെയ്യുന്ന ആളുടെ കണ്ണിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടേയിരിക്കും. ഒരു ടെമ്പററി ബ്ലൈൻഡ്നെസ്സിന് ഇടയുണ്ട് ഈ ഒരു അമട്ടറാസു റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിഷൻ പോവുക എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എറ്റേണൽ മാംഗക്യോ ഷെരിംഗൺ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റഡ് റേഞ്ചാണ്. ഒരു കൃത്യം ഡിസ്റ്റൻസിനുള്ളിൽ നിന്ന് വേണം അമട്ടറാസു ലോക്ക് ചെയ്യുവാൻ വേണ്ടി. അതായത് യൂസർ മസ്റ്റ് സീ ദ ടാർഗറ്റ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഒരു അമട്ടറാസുവിൻ്റെ ഡിഫൻസ് അല്ലെങ്കിൽ കൗണ്ടർ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്പേസ് ടൈം നിഞ്ചുറ്റ്സു മാസ്റ്റർ ചെയ്ത ഒരാൾക്ക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമുയൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ഒബീറ്റോ അല്ലെങ്കിൽ കക്കാഷി, ഇവർക്കെല്ലാം ഇതിനെ ടെലിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാനോ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലൈയിങ് റേഞ്ചായിട്ടുള്ള മിനാട്ടോ, ഇൻസ്റ്റൻറ്റ് റീലൊക്കേഷൻ പോലെയുള്ള ഇത്രയും മാസ്റ്ററി ആയിട്ടുള്ള ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു പ്രിയംറ്റീവ് ഡോഡ്ജിങ് ടെക്നിക്ക് തന്നെയാണ്. അതെ, അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക.
നമ്മുടെ ഫോർത്ത് റൈക്കാകെയും കില്ലർ ബിയും ഒക്കെ ഒരു തരത്തിൽ കുറെ ഡോഡ് ചെയ്തിട്ടുണ്ട് അമറ്ററാസു. അമറ്ററാസുവിനെ അബ്സോർപ്ഷൻ ടെക്നിക്സുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രേതാപാത്ത് ഉണ്ടല്ലോ, ഇത് ആ ചക്ര ബേസ്ഡ് അറ്റാക്സും അമറ്ററാസും ഉൾപ്പെടെ തന്നെ അബ്സോർബ് ചെയ്യുമെന്ന് ഡേറ്റ ബുക്ക് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ബിജു ക്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് കില്ലർ ബി നമ്മുടെ അമറ്ററാസുവിനെ ഓവർകം ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്റ്റാൻഡേർഡ് സീലിങ്ങിനെ നമ്മുടെ അമറ്ററാസു വിഴുങ്ങുക തന്നെ ചെയ്യും. എന്നാൽ കുറച്ച് സ്പെഷ്യൽ കേസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൻഡ് ഷീൽഡ്, ഗാരയുടെ സാൻഡ് ഷീൽഡ്, പിന്നെ നമ്മുടെ സാസ്കയുടെ സുസാനോ, ഇവറ്റകളൊക്കെ പോലെയുള്ള ഇത്തരം ഷീൽഡിനെ അമറ്ററാസു വിഴുങ്ങാൻ സാധിക്കുകയില്ല. ഇതൊരു ഡിഫെൻസീവ് മെഷർ തന്നെയാണ്. അമറ്ററാസുവിൻ്റെ എൻ്റയർ യൂസേഴ്സിനെ പറയുകയാണെങ്കിൽ 2 പേരെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇറ്റാച്ചി ഉച്ചിഹയും സാസ്കയും ഉച്ചിഹയും. അതെ, ഈ 2 ബ്രദേഴ്സ്, ചേട്ടനും അനിയനുമാണ് അമറ്ററാസു യൂസ് ചെയ്യുന്നതായിട്ട് നാറൂട്ടോയിൽ കാണിക്കുന്നത്. അമറ്ററാസുവിൻ്റെ ഫസ്റ്റ് യൂസ് ജിറായക്കെതിരെ ആയിരുന്നുകൊണ്ട് ഓർക്കണം. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ഇറ്റാച്ചിയുടെ എടുത്ത് നോക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റാച്ചിക്ക് ആ ഒരു അമറ്ററാസുവിൽ ഉണ്ടായിരുന്ന കൺട്രോൾ അന്യായമായിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഒരു കാക്കയുടെ കണ്ണിൽ നമ്മുടെ ഇറ്റാച്ചി അമറ്ററാസു സീൽ ചെയ്ത് വെച്ചിരുന്നത്. അത്രയ്ക്ക് പ്രിസൈസ് ആയിരുന്നു നമ്മുടെ ഇറ്റാച്ചി. എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് അമറ്ററാസു യൂസ് ചെയ്യുന്ന സീരീസിൽ കാണിക്കുന്നത് സാസ്കെ ഉച്ചിഹ തന്നെയാണ്. അതിൽ ഏറ്റവും എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ എറ്റേണൽ മാങ്കിക്യോ ഷെറിംഗൻ സാസ്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് സ്ട്രെയിനിങ് കൂടെ കുറവായതുകൊണ്ട് ആയിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. പിന്നീട് അദ്ദേഹം കാഗുത്സുജി അതുപോലെ ഷേപ്പ് മാനിപ്പുലേഷൻ ആയിട്ട് ചെയ്ത് അമറ്ററാസു വെപ്പൺസ് രീതിയിൽ ആക്കിയെടുക്കുകയും ചെയ്തു. സാസ്കയുടെ ഈ ഒരു അമറ്ററാസു കൺട്രോളിന് കിട്ടിയിരിക്കുന്ന നെയിം എന്ന് പറയുന്നത് എൻറ്റോൺ എന്നാണ് കാഗുത്സുജി. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഷിൻഡോ റിലീജിയനിലുള്ള ഒരു സൺ ഗോഡസിന്റെ പേരാണ് അമറ്ററാസു. അതേപോലെ തന്നെ നമ്മുടെ സൂക്കയോമി എന്ന് പറയുന്ന ഒരു മൂൺ ഗോഡാണ്. അതും ഒരു സിബ്ലിങ്സ് തന്നെയാണ്. ഇറ്റാച്ചിയുടെ റൈറ്റ് ഐ സൂക്കയോമിയും ലെഫ്റ്റ് ഐ അമറ്ററാസുവുമാണ്. ഒട്ടേറെ വേദന കണ്ട കണ്ണുകളാൽ വിളിക്കപ്പെട്ട ആയുധധാരിയായ ഒരു ദൈവമാണിത്. ഇതൊരു ജുത്സു അല്ല, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അവസാന മതിലായി നിലകൊള്ളുന്ന ഒരു പർവ്വതമാണിത്. കോപത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഇതിഹാസത്തിന്റെ യോദ്ധാവായി മാറുന്ന ഉശിരുള്ള ചക്രയുടെ സംയോജനം. മനുഷ്യർ പതറുമ്പോൾ യുദ്ധത്തിന്റെ ദൈവം തന്നെ കളത്തിലിറങ്ങുന്നു. നിത്യതയുടെ അസ്ഥികളുള്ള, പ്രതികാരത്തിന്റെ കവചമുള്ള, ഉച്ചിഹ വംശത്തിന്റെ ദിവ്യകോപത്തിന്റെ വാളും പരിചയമേന്തിയ, വിധിയെ തന്നെ പിളർത്തുന്ന ഒരു 1.5 ആർമർ. ആകാശം നടുങ്ങുകയും നിഴലുകൾ യുദ്ധക്കളത്തിന് മുകളിൽ ഉയരുകയും ചെയ്യുമ്പോൾ ഉച്ചിഹ വംശം അവരുടെ അവസാനത്തെ തുറുപ്പ് ചീട്ട് എളിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. കാരണം കഥകളിൽ മാത്രം കേട്ടുപോരുന്ന ലെജൻഡറി യോദ്ധാക്കളുടെ സംഹാരത്തിന്റെ ഒരു അവതാരമാണിത്. പർവ്വതങ്ങൾ തകർക്കുവാനും സ്വർഗത്തെ ധിക്കരിക്കാനുമുള്ള ശക്തിയുള്ള യുദ്ധത്തിന്റെ പൂർണ്ണാവതാരം സുസാനോ. ഓക്കെ ഫൈൻ, സുസാനോ ദ ഗാർഡിയൻ ഗോഡ് ഓഫ് ഉച്ചിഹ എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന മങ്കിക്യോ ഷെരിംഗൻ അവീക്കൻ ചെയ്തവരുടെ തുറുപ്പ് ചീട്ടായി കരുതുന്ന സുസാനോ. ആദ്യം തന്നെ നമുക്ക് സുസാനോയുടെ ഒറിജിനും മീനിങ്ങും എന്താണെന്ന് നോക്കാം. കഥകളനുസരിച്ച് ഉച്ചിഹ മാങ്കിക്യോ ഷെറിംഗന്റെ ഒരു മാനിഫെസ്റ്റേഷൻ പവർ തന്നെയാണ് ഈ സുസാനോ. എടുത്തു പറയുകയാണെങ്കിൽ ഇതിന് പേര് കിട്ടിയത് ഷിൻഡോ വംശത്തിലെ സ്റ്റോം ഗോഡായിട്ടുള്ള സുസന്നോ നോ മിക്കോട്ടോ എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നാണ് സുസാനോ എന്ന നാമം ഇവിടെ ലഭിക്കുകയുണ്ടായത്. ഈ ഒരു ദൈവം അവരുടെ റിലീജിയനിൽ ഒരു പ്രൊട്ടക്ടറായും ഒരു വാരിയറായും അറിയപ്പെടുന്നു. ഇതിനി നറൂട്ടോ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ മാങ്കിക്യോ ഷെറിംഗൻ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു മാസീവായിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് അവതാർ ഓഫ് ചക്രനെ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് സുസാനോ. സുസാനോയ്ക്കുള്ള റിക്വയർമെന്റ്സ് സീരീസിൽ കാണുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ മാങ്കിക്യോ ഷെറിംഗൻ 2 കണ്ണിലും വേണം. അതുപോലെ തന്നെ മാസീവായിട്ടുള്ള ചക്ര റിസർവും ഷെറിംഗൻ എന്ന് പറയുന്ന ആ ഒരു കണ്ണിന്റെ മാസ്റ്ററിയും ഒരാൾക്കുണ്ടായിരിക്കണം. ആദ്യമായി സുസാനോ നമ്മളെ പരിചയപ്പെടുത്തുന്നത് സീരീസിൽ ഇറ്റാച്ചി ഉച്ചിഹയാണ്. ഇനി നമുക്ക് സുസാനോയുടെ മെയിൻ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കാം. പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുമ്പോൾ ഇതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതായത് സുസാന എന്ന് പറയുന്ന ഒരു ചക്ര കൺസ്ട്രക്ട് ആയിട്ടുള്ള ഒരു ആർമറാന്ന് പറഞ്ഞല്ലോ. ഇത് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, വേറൊരു ജുത്സുവിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിന് ഓരോരോ സ്റ്റേജ് ഉണ്ട്. നെയിംലി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 സ്റ്റേജസ് ആണ് സുസാനോയ്ക്ക് നമ്മൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ളത്. 1 സ്റ്റേജ് 1 സ്കെലിറ്റൽ ഫോം. സ്റ്റേജ് 1 ഓഫ് സുസാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഒരു ഡിഫെൻസീവ് സുസാനയാണ്. അതായത് അപ്പിയർ ചെയ്യുമ്പോൾ റിപ്പ് കേജസ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ സ്കെലിറ്റൻ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് പക്ക ഡിഫെൻസീവ് ബാരിയർ തന്നെയാണെന്ന് പറയാം. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഒഫെൻസീവ് ആകാൻ വേണ്ടി. കൂടുതലും ഡിഫെൻസീവിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് ചക്ര അറ്റാക്സ് ഇതും കൊണ്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യുവാൻ സാധിക്കും. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ആർമോർഡ് ടോർസോയാണ്. ഇത് നമ്മുടെ സ്കെലിറ്റൽ ഫോംസിന്റെ ഒരു ചെറിയ അപ്ഗ്രേഡഡ് വേർഷനാണ്. ഈ ഒരു സുസാനോയിൽ അപ്പർ ബോഡി ഇച്ചിരിയുടെ ബെറ്റർ ആൻഡ് അപ്ഗ്രേഡഡ് ആണ്. ഇവിടെ നമുക്ക് ഡിഫെൻസീവ് ബാരിയർ എന്നതിലുപരി കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒഫെൻസീവും കുറച്ചൊക്കെ പറ്റും. കുറച്ചെന്നല്ല, ഒരു പരിധി വരെ ഒരു 50% എന്നൊക്കെ പറയാം. ഇവിടെ നമുക്ക് സ്വേർഡ്സ് അല്ലെങ്കിൽ ബോ അതുപോലെ വാളും പരിചയം ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ടും ആർമേർഡ് ടോർസോയ്ക്കും പറ്റി.
കമ്പാരിറ്റീവ്ലി ടു സ്കെലിറ്റൽ ഫോം ഇതിന് ഒഫൻസീവ് കൂടുതലാണെന്ന് മാത്രം. ഇനി സ്റ്റേജ് 3 ഹ്യൂമനോയിഡ് ഫോം. ഈ ഒരു ഹ്യൂമനോയിഡ് ഫോമിൽ ഫുള്ളി ഹ്യൂമനോയിഡ് ആയിട്ടുള്ള ഒരു അപ്പർ ബോഡിയാണ് നമുക്ക് കിട്ടുന്നത് വിത്ത് ആർമർ. ഈ ഒരു അപ്പർ ബോഡിക്ക് ഉറപ്പായിട്ടും വെപ്പൺസ് വീൽഡ് ചെയ്യാൻ സാധിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യാട്ടാമിറർ ഇറ്റാച്ചിയുടെ അല്ലെങ്കിൽ മധാരായുടെ ഡ്യുവൽ ബ്ലേഡ്സ്, ഇതെല്ലാം അപ്പർ ബോഡി വെച്ചുകൊണ്ട് മാത്രം ഏബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സുസാനയാണ് ഹ്യൂമനോയിഡ് ഫോമിലെ സ്റ്റേജ് 3 ആയിട്ടുള്ള സുസാൻ. ഇൻ മൂവിങ് ടു സ്റ്റേജ് 4 ഫുള്ളി ഹ്യൂമനോയിഡ് ആയിട്ടുള്ള ഫോം. അതെ, എൻറ്റയർ ബോഡി തന്നെ ഫോം ചെയ്യും. നിയർലി ഇംപെനിട്രേറ്റബിൾ എന്ന് തന്നെ പറയാം. ഈ ഒരു ഡിഫൻസിനെ തകർക്കാൻ ഭയങ്കര പാടാണ്. എന്തിനേറെ പറയുന്നു, ആ ജിഞ്ചുറുക്കി അല്ലെങ്കിൽ നമ്മുടെ കുറാമി നറൂട്ടെ ഒരുമിച്ച് ആ കുറേ ബോംബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇതിനെ ഈ ഒരു ഡിഫൻസിനെ തകർക്കാനായിട്ടില്ല എന്നൊന്ന് ഓർക്കണം. പിന്നെ ഈ ഫുള്ളി ഹ്യൂമനോയിഡ് ഫോം ആയിട്ടുള്ള സുസാനോ മൂവ് ചെയ്യുമ്പോൾ പോലും ട്രെമൻഡസ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് പവറാണ്. ഇനി നമ്മൾ സ്റ്റേജ് 5 ആണ് പറയാൻ പോകുന്നത്, കംപ്ലീറ്റ് ബോഡി അല്ലെങ്കിൽ പെർഫെക്റ്റ് സുസാനോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജൈജാൻറ്റിക് ഗോഡ് ലൈക്ക് വാരിയർ ഫുൾ ആർമറോട് കൂടി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് എങ്ങനെ ഉണ്ടാവും അതേപോലെ ഇരിക്കും. കംപ്ലീറ്റ് ഫോമാണിത്. ഇത് ഒരു നല്ല രീതിയിൽ 100 ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഹൺഡ്രഡ്സ് ഓഫ് ഫീറ്റ് ടോളെന്നാണ് പറയുന്നത്, 100 അടി പൊക്കം. ഇതിൻ്റെ എബിലിറ്റിയെക്കുറിച്ച് ഡേറ്റാ ബുക്കിൽ പറയുന്നത് റൈവൽസ് ടെയിൽഡ് ബീസ്റ്റ് എന്നാണ്. അതായത് ടെയിൽഡ് ബീസ്റ്റിൻ്റെ പവറിനെ റൈവൽ ചെയ്യുന്ന ഒരാളാണ് കംപ്ലീറ്റ് പെർഫെക്റ്റ് സുസാനോ ഉള്ള ഒരാൾ. അൺമാച്ച്ഡ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് പവറാണ് ഈ ഒരു കംപ്ലീറ്റ് ബോഡി ആയിട്ടുള്ള പെർഫെക്റ്റ് സുസാനോയ്ക്ക് ഉള്ളത്. നാറൂട്ടോ എൻ്റയർ സീരീസിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു കംപ്ലീറ്റ് ബോഡി അല്ലെങ്കിൽ പെർഫെക്റ്റ് സുസാനോ അച്ചീവ് ചെയ്തിട്ടുള്ളത്. സുസാനോ യൂസർക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ ഓരോ സിഗ്നേച്ചർ എബിലിറ്റി അവരുടെ തന്നെയായിട്ട് പോസസ് ചെയ്യും. അതായത് മാങ്കയ്ക്ക് യൂസ് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന ഓരോ യൂണിക് പവേഴ്സിൽ അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഓരോ യൂസറിനെ സ്പെസിഫൈ ചെയ്ത് ചെറിയ സമ്മറൈസ്ഡ് വേർഷനിൽ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്നാമത് ഇറ്റാച്ചി ഉച്ചിഹയുടെ കാര്യം പറയാം. ഇറ്റാച്ചിയുടെ സിഗ്നേച്ചർ എബിലിറ്റി സുസാനോയെ വെച്ച് യാട്ടാ മിററാണ്. അതെ, ഇൻവിൻസിബിൾ ഡിഫൻസ്. അതിനെയാണ് യാട്ടാ മിറർ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് കാണാവുന്നതാണ് ടോക്സുക ബ്ലേഡ്. അതെ, സ്പിരിച്വൽ സീലിംഗ് സോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വാള്. ഇത് രണ്ടുമാണ് ഇറ്റാച്ചി ഉച്ചിഹയുടെ സിഗ്നേച്ചർ എബിലിറ്റി സുസാനോയിലുള്ളത്. ഇനി നമ്മൾ സാസ്കെ ഉച്ചിഹയുടെ സുസാനോ സിഗ്നേച്ചർ എബിലിറ്റി നോക്കുകയാണെങ്കിൽ മെയിൻലി അമറ്ററാസു ഇൻഫ്യൂഷനാണ്. സാസ്കെ പോസസ് ചെയ്യുന്ന ആരോ ആയിക്കോട്ടെ ബ്ലേഡ് ആയിക്കോട്ടെ അതിലേക്ക് അമറ്ററാസു അങ്ങോട്ട് ഇൻഫ്യൂസ് ചെയ്ത് വിടും. അതുപോലെ തന്നെ ഫ്ലെയിം കൺട്രോളും ഇദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ എബിലിറ്റിയാണ്. ഇനി നമ്മുടെ മാതരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡേറ്റാ ബുക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഇമ്മൻസ് സൈസും പിന്നെ ഡ്യുവൽ ബ്ലേഡ്സും മീറ്റിയോർ കട്ടിംഗ് പവറുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ആദ്യമായിട്ട് പെർഫെക്റ്റ് സുസാനോ നമ്മൾ കാണുന്നത് മാതരയുടെ തന്നെയാണ്. ആ ഒരു ഫൈറ്റ് കാഗെമാർക്കെതിരെ നടത്തുമ്പോൾ ഇവൻ തോ ഇറ്റാച്ചി അവിടെ വന്നിട്ട് കബൂട്ടാനെ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ കഥ തന്നെ മാറിയനെ. നെക്സ്റ്റ് നമ്മൾ ഷിസോയു ഉച്ചിഹയുടെ ഈ ഒരു സുസാനയാണ് നോക്കുന്നതെങ്കിൽ ഇതിലൊരു കാര്യമുണ്ട് കേട്ടോ, ഇതൊരു കാനോൺ അല്ല. ഇത് ഉറപ്പായിട്ടും ഒരു ഫില്ലർ എപ്പിസോഡിലും പിന്നെ ഗെയിംസിലുമാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സുസാനയായിട്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ആൻഡ് ഫൈനലി നമ്മുടെ ആൻസസ്റ്റർ ആയിട്ടുള്ള ഇന്ദ്ര ഒത്സുക്കിയുടെ ലെജൻഡറി സ്കെയിലുള്ള സ്ട്രെങ്ത് ആൻഡ് ആൻസസ്റ്റർ ഫോം എന്ന് പറഞ്ഞാണ് സുസാനോയെ ഇന്ദ്ര ഒത്സുക്കിയുടെ സുസാനോയെ വിശേഷിപ്പിക്കുന്നത്. അതെ, ലെജൻഡറി സ്കെയിൽ ആൻഡ് സ്ട്രെങ്ത് ആൻസസ്റ്റർ ഫോം. സുസാനോയുടെ ഡിഫെൻസീവ് പവറിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്യാൻ ബ്ലോക്ക് എനി ഫിസിക്കൽ നിഞ്ചിറ്റ്സു എനർജി ബേസ്ഡ് അറ്റാക്സ്. ഈ പറഞ്ഞ എന്ത് സാധനമാണെങ്കിലും അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഇറ്റാച്ചി യൂസ് ചെയ്യുന്ന പോലത്തെ യാട്ടാമിററോ ഇൻവിൻസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു അറ്റാക്കിനെ നള്ളിഫൈ ചെയ്യാനും പറ്റും. എന്തിനേറെ പറയുന്നു, ടെയിൽഡ് ബീസ്റ്റിനെ വരെ 1-on-1 മാച്ചിൽ നമ്മുടെ ഈ ഒരു പെർഫെക്റ്റ് സുസാനോയ്ക്ക് ടേക്ക് ഓൺ ചെയ്യാൻ പറ്റും. ബട്ട് നേരെ മറിച്ച് ഒഫെൻസീവ് പവറിലേക്ക് കിടക്കുകയാണെങ്കിൽ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു യൂസറിൻ്റെ ചക്രയും വെപ്പൺ മാസ്റ്ററിയും പോലെ ഇരിക്കും ഒഫെൻസീവ് പവർ. ഒരു പെർഫെക്റ്റ് സുസാനോ ലാൻഡ്സ്കേപ്പിന് തന്നെ ആൾട്ടർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോരുത്തരെയും ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് അവരവരുടെ സുസാനയെ പറ്റി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റാച്ചിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഹൈലി ഡിഫെൻസീവ് ആയിട്ടുള്ള സീലിംഗ് ഫോക്കസ് ആയിട്ടുള്ള ഒരു സുസാനയാണ് ഇറ്റാച്ചി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി സാസ്കയുടെ കാര്യമാണെങ്കിൽ പറയണ്ടല്ലോ, ഓഫൻസീവിൻ്റെ പവർ ഹൗസ്, അറ്റാക്കിങ്ങിൻ്റെ ഒരു പവർ ഹൗസ് ആണ് സാസ്കയുടെ ഈ പറഞ്ഞ സുസാനോ. അതും അമറ്ററാസുമായിട്ട് കോമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഓഫൻസീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സുസാനയാണ് സാസ്കയുടെ. പിന്നെ നാറുട്ടോ സീരീസ് കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരാൾ ആരാണ്, ഇയാൾക്ക് കൊടുത്ത ബിൽഡപ്പ്, അദ്ദേഹം ഗോഡ് ഓഫ് ഷിനോബിക്കെതിരെ നിന്നുള്ള ഒരു കാര്യമൊക്കെ കണ്ടിട്ടും അദ്ദേഹത്തിന് അത്ര മാസാന്ന് എൻ്റെ മൈൻഡിൽ തന്നെ മറിഞ്ഞതുകൊണ്ടും ആയിരിക്കാം എനിക്ക് മാതര ഉച്ചിഹയുടെയാണ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ വേർഷനായിട്ട് കണ്ടത്. കാരണം അതിന് കൊടുത്തൊരു ഇമ്പാക്റ്റ് 5 കാഗേമാരുടെ ഫേസിൽ നിന്ന് തന്നെ ഭയങ്കര വ്യക്തമായിരുന്നു. സോ ഞാനിത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഇത് തികച്ചും വ്യക്തിപരമായ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റും ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള സുസാനോ ഏതാണ് താഴെ കമൻറ്റ് ചെയ്യുക.
വീക്ക്നെസ് ആയിട്ട് സുസാന ഉപയോഗിക്കുന്നതിൽ പറയുന്നത് മെയിൻലി ചക്ര ഡ്രെയിനേജ് ആണ്. അതുകൂടാതെ തന്നെ വിഷൻ, ബ്ലൈൻഡ്നെസ് മാസ്റ്ററി ഇല്ലാത്ത ഒരാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ അന്ധനാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫുൾ മാംഗക്യോ ഷരിംഗൻ്റെ മാസ്റ്ററി ഇതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും വേണം. പിന്നെ ലാർജ് സൈസ് ആവുന്നതനുസരിച്ച് ഒരാളുടെ മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്പീഡ് ഫൈറ്റേഴ്സിനെതിരെ ഈ സുസാനോ വെച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വൈറ്റ് ഗേഡ് 8th ഗേറ്റ് അല്ല മിനാട്ടോ പോലുള്ളവർക്കെതിരെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് ആകെ ഒരു വീക്ക്നെസ് മെയിൻലി പറയുന്നത് സെഞ്ചിറ്റ്സു ചക്രയാണ്. അതെ, സെയ്ജ് പവറിൻ്റെ 6 പാത്ത് ചക്രയുള്ളവർക്ക് ഇത് വൾണറബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് സുസന്നയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ സുസന്നയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് സ്പെസിഫിക്കലി ഓരോരുത്തരുടെ സുസാന വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ സുസാന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ പുതിയൊരു നാറുട്ടോയുടെ ജുത്സുവോ അല്ലെങ്കിൽ ക്യാരക്ടർ അനാലിസിസോ അവതാറോ സ്റ്റോറി ലൈൻ എക്സ്പ്ലനേഷനോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബോയ്സ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago